ഇന്റർപേഴ്സണൽ എബിലിറ്റിയാണ് പ്രധാനമായിട്ട് നോക്കുന്ന മൂന്നാമത്തെ പാരാമീറ്റർ. നാലാമത്തേതെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള എക്സ്ട്രാ കരിക്കുലർ കോ കരിക്കുലർ ആക്ടിവിറ്റീസിൽ ഒരു ഓർഗനൈസേഷന്റെ ബാക്കിയുള്ള ഓർഗനൈസേഷന്റെ ടോട്ടൽ ആക്ടിവിറ്റീസിനകത്ത് എന്തൊക്കെ കോൺട്രിബ്യൂഷൻസ് ചെയ്യുന്നു, എന്തൊക്കെ കാര്യങ്ങളിനകത്ത്. അല്ലാതെ എനിക്ക് 25 പേഷ്യൻസിനെ നോക്കാനുണ്ടായിരുന്നു, ഞാൻ നോക്കി, ഞാൻ പോകുന്നു, വരാൻ പറഞ്ഞു വന്നു, കൊട്ടാൻ പറഞ്ഞു കൊട്ടി, പോകാൻ പറഞ്ഞു പോയി, അങ്ങനെ വരുന്നവരുണ്ടല്ലോ ഇല്ലേ? അപ്പോ അവര് തീർച്ചയായിട്ടും they are not making any impact. Always go that next level, ഒരു one step ahead. You have to do that extra mile to get noticed. അല്ലെ? നമ്മള് എല്ലാ മനുഷ്യരും അങ്ങനെയാണ്. ഈ ഏറ്റവും സക്സസ്ഫുൾ ആൾക്കാരും അല്ലാത്തവരും തമ്മിൽ വളരെ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. സക്സസ്ഫുൾ ആൾക്കാർ എന്ന് വെച്ചാൽ they will go little extra than the others. അപ്പോ ഒരു ഓർഗനൈസേഷനിൽ ഞാൻ വന്നു, എന്റെ ജോലി ചെയ്തു, ഞാൻ പോയി എന്ന് പറയുന്നതല്ല അതിനകത്ത് പ്രധാനം. അതിനകത്ത് എല്ലാ ഓർഗനൈസേഷന്റെ എല്ലാ മേഖലകളിലും ഞാൻ ഇങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോൾ ഞാൻ ഇപ്പൊ 4 പോയിന്റ് പറഞ്ഞു. ദ എഫിഷ്യൻസി ഇൻ ഡെലിവറി ഓഫ് യുവർ ജോബ്, യുവർ ഇന്നോവേഷൻ, പിന്നെ പ്രധാനമായിട്ടും വരുന്നത് യുവർ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്. ആ ഓർഗനൈസേഷനിലെ മറ്റുള്ള എല്ലാവരുമായിട്ടും, സീനിയേഴ്സുമായിട്ടും ജൂനിയേഴ്സുമായിട്ടും സബോർഡിനേറ്റ്സുമായിട്ടും കൊളീഗ്സുമായിട്ടും സ്റ്റുഡൻസുമായിട്ടും ഫാക്കൽറ്റി ആയിട്ടും സെക്യൂരിറ്റി ആയിട്ടും എല്ലാവരുമായിട്ടുള്ള നമ്മുടെ ഇന്ററാക്ഷൻ ആസ് എ ഹ്യൂമൻ ബീങ് എങ്ങനെയാണ്. നാലാമത്തത് നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളിലെല്ലാം നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു. അഞ്ചാമത്തത് ഹൗ ഗുഡ് എ ബ്രാൻഡ് അംബാസിഡർ യു ആർ ഫോർ ദ ഓർഗനൈസേഷൻ എന്നുള്ളത്. ഇന്ന് എല്ലാ ഓർഗനൈസേഷൻസും എവറി ഹ്യൂമൻ ബീങ് ഇസ് എ സോഷ്യൽ ബീങ് ഓൾസോ അല്ലെ? നമ്മള് ഒരു ഓർഗനൈസേഷനകത്ത് നമ്മൾ പുറത്തു പോകുമ്പോൾ, ഞാനൊരു പെർട്ടിക്കുലർ ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്നു പറയുമ്പോൾ അദ്ദേഹം അതിന്റെ ഒരു മഹത്വം വെളിയിൽ കൊണ്ടുപോകും. നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ മഹത്വം നമ്മുടെ വെളിയിൽ കൊണ്ടുപോകുന്നത്. ഇപ്പോ ഷെൽ എന്നൊക്കെ പറയുന്ന വലിയ കമ്പനികളുടെ ഉദ്യോഗസ്ഥന്മാര് അവര് 5 സ്റ്റാർ ഹോട്ടലിലെ താമസിക്കാവൂ, അവരൊരു പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് കാറിലെ യാത്ര ചെയ്യാവൂ, ഈവൻ ഫ്ലൈറ്റിന് പോലും ബ്രാൻഡ് ഉണ്ട് അവർക്ക്. അവർ അതിനകത്ത് മാത്രമേ പോകാവൂ എന്ന് നിർബന്ധമുണ്ട്. അപ്പോൾ എന്തുമാത്രം നന്നായിട്ടാണ് നമ്മളെ ക്യാരി ചെയ്യുന്നത്, എന്തുമാത്രം നന്നായിട്ട് നമ്മൾ CSR ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുന്നു. വാട്ട് ഈസ് CSR ആക്ടിവിറ്റി? കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. എല്ലാ ഓർഗനൈസേഷനകത്തും ഒരു ഫണ്ട് CSRന് വേണ്ടി മാറ്റിവെക്കുന്നുണ്ട്. ഒരുപക്ഷെ നമ്മളതൊരു നാട്ടിൻപുറത്തുള്ള സ്കൂളിലെ കുട്ടികളെ പഠിപ്പിക്കാനായിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു 4 മരം നടാനായിരിക്കും. അങ്ങനെയുള്ള എന്തൊക്കെ ഒരു സാമൂഹിക ജീവി എന്ന നിലയിൽ എന്തൊക്കെ വോളണ്ടിയറിംഗ് ആക്ടിവിറ്റീസിൽ നമ്മൾ ഇടപെടുന്നു എന്നുള്ളതാണ് അഞ്ചാമത്തെ പാരാമീറ്റർ. സോ വൈൻഡ് അപ്പ്, ഒരു എംപ്ലോയിയെ ഒരു ഓർഗനൈസേഷൻ ജഡ്ജ് ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് നോക്കുന്ന 5 കാര്യങ്ങൾ. ഒന്ന്, his or her efficiency to deliver what they are supposed to deliver. Second, how innovative they are. Third, their interpersonal relationship. Fourth, their extracurricular co-curricular activities. Fifth, their involvement in CSR activities, corporate social responsibility activities. ഇതാണ് how best they are in volunteering things. ഈ ഒരു 5 കാര്യങ്ങളിൽ നിങ്ങൾ എന്തുമാത്രം ഉണ്ട് എന്ന് ഇപ്പോ ഒന്ന് സെൽഫായിട്ട് അസസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും whether there is any transformation needed or not. നമ്മൾ പല ആൾക്കാരും വളരെയധികം സെൽഫിഷ് ആണ്, നമ്മുടെ കാര്യങ്ങൾ നോക്കുക, നമ്മൾ പോവുക എന്നുള്ളതാണ്. അല്ലാതെ നമ്മൾ എന്തുമാത്രം എക്സ്ട്രാ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് ഒന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണം. ഇന്നത്തെ ഈ സെഷനിൽ ഞാൻ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് ടു ഗിവ് യു സെൽഫ് അവയർനെസ് എന്നുള്ളതാണ്. സെൽഫ് അവയർനെസ് പലരും ചിന്തിക്കാത്ത ഒരു മേഖലയാണ്. അതിനകത്ത് ഞാൻ കുറച്ച് തിയറീസ് പഠിപ്പിക്കും, ഒട്ടും ബോറടിക്കാതെ ഞാൻ ശ്രമിക്കും. ഓക്കെ, ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മളെ ഒരു എക്സാമ്പിൾ ഒക്കെ അങ്ങനെയൊക്കെ വെച്ച് നമുക്ക് ശ്രമിക്കാം. ഓക്കെ, മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി എന്ന് പറയുന്നൊരു കാര്യം ഞാനിന്ന് ചർച്ച ചെയ്യും. കാര്യം അത് കഴിയുമ്പോൾ എന്റെ ഉദ്ദേശം, നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും ഒരു ലക്ഷ്യം വേണമല്ലോ. എന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ചുള്ള ഒരു അസസ്മെന്റ് ഉണ്ടാവണം. ഞാൻ ഇതിനകത്ത് ഏത് ടൈപ്പ് ഓഫ് ആളാണ് എന്നൊരു ഐഡിയ ഉണ്ടാകണം. അത്രമാത്രം മതി, ഒരുപാടൊന്നും പഠിക്കേണ്ടത്. അത്രയൊക്കെ ആവുമ്പോൾ തന്നെ ഏകദേശം ഒക്കെ സമയമാവും. ഓക്കെ, അതിനുശേഷം സമയം ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കി നോക്കാം. ഓക്കെ, അപ്പൊ അതിനു മുമ്പ് ഇന്ന് നമ്മളെല്ലാവരും കടന്നു പോകുന്നത് വളരെയധികം മോശമായ ഒരു സാഹചര്യത്തിൽ കൂടെയാണ് അല്ലേ? ഇപ്പൊ ഈ ഇടയ്ക്ക് ഹാർവാർഡ് യൂണിവേഴ്സിറ്റി ഒരു സ്റ്റഡി നടത്തി. ആ സ്റ്റഡി ഏറ്റവും വൺ ഓഫ് ദ ലോങ്സ്റ്റ് സ്റ്റഡിയാണ്, റിസർച്ചാണ്. 100 വർഷമായി ആ പ്രോജക്റ്റ് തുടങ്ങിയിട്ട്. ആ പ്രോജക്റ്റിന്റെ ഉദ്ദേശം എന്തായിരുന്നു എന്നറിയോ? നമ്മുടെ ലോങ്ങിവിറ്റിയുടെ റീസൺ എന്താ എന്ന്
ലോങ്ങിവിറ്റി എന്ന് വെച്ചാൽ എന്താ? ദീർഘായുസിന്റെ കാരണം എന്താണെന്നായിരുന്നു ഹാർവാർഡ് പഠിച്ചത്. കഴിഞ്ഞ 100 വർഷമായിട്ട് അവര് ഹാർവാർഡ് യൂണിവേഴ്സിറ്റി അടുത്തുള്ള ഓസ്റ്റിനിൽ അല്ലെ, ഓസ്റ്റിൻ എവിടെയാണത്, അവിടെ ഒരു വർക്കിംഗ് ക്ലാസ് ജീവിക്കുന്ന ഒരു ടൗൺഷിപ്പിൽ പോയിട്ട് ഒരു കുഞ്ഞ് ജനിക്കുന്നത് മുതൽ അവന്റെ ജീവിത ചക്രം പഠിക്കുകയായിരുന്നു, മരണം വരെ. അപ്പൊ അതിന്റെ 5ാമത്തെ ഡയറക്ടറാണ് ഇപ്പൊ ഉള്ളത്. അദ്ദേഹമാണ് ഇപ്പൊ അത് പ്രഖ്യാപിച്ചത്. അതിന് മുമ്പുള്ള പല ഡയറക്ടേഴ്സും മരിച്ചുപോയി ആ മിഷന്റെ. വാട്ട് ഈസ് ദ റീസൺ ഫോർ ലോങ്ങിവിറ്റി എന്നുള്ളതായിരുന്നു ആ പഠനം. അതിനകത്ത് അവര് കണ്ടെത്തിയ ഒരു വലിയ കണ്ടെത്തലുണ്ട്. റീസൺ ഫോർ ലോങ്ങിവിറ്റി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും നമ്മളൊക്കെ ഉദ്ദേശിക്കുന്നത്? നിങ്ങളുടെ ഡോക്ടേഴ്സ് ആണല്ലേ, നമുക്ക് ജനിതകമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, നമ്മുടെ എൻവയോൺമെന്റ് ഉണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ ഹാർവാർഡ് കണ്ടെത്തിയ ഫസ്റ്റ് റീസൺ ഫോർ ലോങ്ങിവിറ്റി എന്ന് പറയുന്നത് റിലേഷൻഷിപ്സ് ആണ്. വാം റിലേഷൻഷിപ്സ്, നല്ല ബന്ധങ്ങളാണ്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ അറിയാം ഇല്ലേ, നല്ല ബന്ധങ്ങളാണ് ദീർഘായുസിന് കാരണം എന്നാണ് കണ്ടെത്തിയത്. മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങൾ നല്ലതാണെങ്കിൽ ഇല്ലേ, തീർച്ചയായിട്ടും അത് വളരെ സത്യമാണെന്ന് എനിക്ക് തോന്നുകയും ചെയ്തു. നമ്മളൊന്ന് അസസ് ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോ ഞാൻ നേരത്തെ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് പറഞ്ഞു. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ വാല്യൂ എന്ന് വെച്ചാൽ എന്താണ്? ഈ ബന്ധം എന്ന് പറയുന്നത് ഫേസ്ബുക്കിനകത്ത് ഉണ്ടാകുന്ന 10,000 ഫ്രണ്ട്സ് അല്ല. നമ്മളെ കുടുംബത്തിനകത്ത് നമ്മുടെ വീടുമായിട്ട്, ഫാമിലിയായിട്ട് നമ്മളെങ്ങനെ, ആ ബന്ധങ്ങളാണ് നമ്മുടെ ലൈഫിലുമായിട്ട് വളരെയധികം ഡയറക്റ്റ് ആയിട്ട് ഇൻവോൾവ് ചെയ്യുന്ന ആൾക്കാരുമായിട്ട് നമുക്ക് എന്താ ബന്ധമുള്ളതെന്നാണ് അതിനകത്ത് പ്രധാനമായിട്ട് വന്നത്. അപ്പോ അത് ഞാൻ സന്ദർഭവശാൽ പറഞ്ഞു എന്നേ ഉള്ളൂ. കാര്യം ബിക്കോസ് ഐ ബിലീവ് ദാറ്റ് യുവർ നെറ്റ്വർത്ത് ഈസ് യുവർ നെറ്റ്വർക്ക്. നമ്മുടെ ഒരു നെറ്റ്വർത്ത് എന്ന് വെച്ചാൽ എന്താണ്? നെറ്റ്വർത്ത് എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ നെറ്റ്വർക്കാണ്. ലെറ്റ് മീ ഗോ ത്രൂ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി. അപ്പൊ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്താണ് പ്രധാനമായിട്ടും നമ്മുടെ ഒരു പ്രിഡോമിനന്റ് പേഴ്സണാലിറ്റി എന്നുള്ളത്. 9 തരം ബുദ്ധി ഉണ്ടെന്നാണ് വെപ്പ്. അതിനകത്ത് ആദ്യത്തെ ബുദ്ധി വെർബൽ ഇന്റലിജൻസ് ആണ്. വെർബൽ ഇന്റലിജൻസ് എന്തായിരിക്കും? വെർബൽ ഇന്റലിജൻസ് എന്ന് വെച്ചാൽ ഇതിനകത്തുനിന്ന് ആർക്കെങ്കിലും പറയാമോ? ഞാൻ മാത്രം സംസാരിക്കുന്ന ഇറ്റ് വിൽ ബി വെരി ബോറിംഗ്. there should be some interaction. Okay, വെർബൽ ഇന്റലിജൻസ് എന്ന് വെച്ചാൽ എന്തായിരിക്കും ഉദ്ദേശിച്ചത്? somebody can unmute and speak. ഇപ്പൊ എല്ലാരും ഇങ്ങനെ നോക്കുന്നുണ്ട്, തീർച്ചയായും എന്നെ എങ്ങാനും പേര് വിളിച്ച് സംസാരിക്കാൻ പറയുമോ എന്നൊക്കെയുള്ള, അന്ന് ഇരിക്കുന്നത് തന്നെ ബുദ്ധിമുട്ടാണ്, ഇനി സംസാരിക്കാൻ കൂടി വരുമോ എന്നൊക്കെ നോക്കുന്നുണ്ടല്ലേ. എന്താണ് വെർബൽ ഇന്റലിജൻസ് എന്ന് വെച്ചാല്? can anybody speak? Yeah, Dr. Sudeep, thank you so much. സാറിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ ബാക്കി എല്ലാവരും? Is it audible? No, I'm not hearing him. കേൾക്കാമോ സർ? ഇപ്പൊ കേൾക്കാം. Yeah, now it is fine. സാറേ, ഇപ്പൊ നമ്മൾ എങ്ങനെ ബാക്കിയുള്ളവരുടെ അടുത്ത് നമ്മൾ പ്രസന്റ് ചെയ്യുന്നു? ഹൗ ഡു യു പ്രസന്റ് ദ വേർഡ്സ്? വാട്ട് യു, നിങ്ങളുടെ തോട്ട്സ് എങ്ങനെ ബാക്കിയുള്ളവരുമായിട്ട് എങ്ങനെ പ്രസന്റ് ചെയ്യുന്നു എന്നുള്ളതാണോ വെർബൽ ഇന്റലിജൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്? തീർച്ചയായിട്ടും അതൊരു വലിയ കാര്യം തന്നെയാണ്. നമ്മളെ എന്തുമാത്രം പ്രസന്റേഷൻ സ്കില്ല് തന്നെ അതിനകത്ത് നമ്മുടെ വെർബൽ ഇന്റലിജൻസ് എന്ന് പറയുമ്പോൾ കമ്മ്യൂണിക്കേഷൻ സ്കില്ല ഒരെണ്ണം. ഓക്കെ, തീർച്ചയായിട്ടും. അപ്പോ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. ഓക്കെ, ബാക്കി ആർക്കെങ്കിലും എന്തെങ്കിലും ആഡ് ചെയ്യാൻ തോന്നുന്നുണ്ടോ? എനി അതർ പോയിന്റ്? ലെറ്റ് us make it little interactive. കാര്യം എനിക്കറിയാം നമ്മളെല്ലാരും ഏകദേശമൊക്കെ ഒരേ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ്. ഇപ്പൊ നിങ്ങളെ പഠിപ്പിക്കുക, നിങ്ങൾ പഠിപ്പിക്കുക, അങ്ങനത്തെ ഒരു രീതി എനിക്ക് ഇഷ്ടമല്ല. നമ്മളിപ്പോ ക്ലാസ്സിനകത്തായിരുന്നെങ്കിൽ ചിരിച്ചും കളിച്ചുമൊക്കെ വേറെ നമുക്ക് മുഖത്ത് ഐ കോണ്ടാക്ട് കിട്ടും, സംസാരിക്കാം, കാര്യങ്ങളൊക്കെ ചെയ്യാം, ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാം. പക്ഷെ ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല നമുക്ക്. വി ആർ ലിമിറ്റഡ് ടു ദിസ് ഓൺലൈൻ പ്ലാറ്റ്ഫോം. അപ്പൊ അതുകൊണ്ട് യു ഹാവ് ടു സ്പീക്ക് ഇല്ലേ. നിങ്ങളെല്ലാവരും മിടുക്കരാണ്, ഡോക്ടേഴ്സ് ആണ് ഇല്ലേ. സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഭയങ്കര അടിപൊളിയായിരുന്നു, എല്ലാം all A+ ഒക്കെ വാങ്ങിച്ചവരാണ് ഇല്ല. അന്ന് ടീച്ചറെ വിളിച്ചു കഴിഞ്ഞാൽ ആദ്യം ഫ്രണ്ടിൽ പോയി സംസാരിക്കുമായിരുന്നു. അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ് നിങ്ങളെല്ലാവരും. പക്ഷെ ഇപ്പൊ എന്തോ ഒരു മടിയുണ്ട്. കാര്യം എന്ന് വെച്ചാൽ എന്തിന് എന്നൊരു തോന്നൽ വന്നിട്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് can you please speak? What do you mean by verbal intelligence? Because it's a very, very important thing. അതുകൊണ്ട് ഞാൻ പറയുന്നത്
നിങ്ങൾ ഡെന്റിസ്റ്റ് ആയതുകൊണ്ട് പറയുന്നത് നമ്മുടെ വായ എന്ന് പറയുന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. നമ്മുടെ വായ്ക്ക് അകത്ത് നിന്ന് പുറത്തോട്ട് വരുന്നതും വായിൽ കൂടെ അകത്തോട്ട് പോകുന്നതും നമ്മുടെ ലൈഫിനെ നിശ്ചയിക്കുന്നത് അല്ലേ? നമ്മൾ എന്തൊക്കെ അകത്തോട്ട് തള്ളി വിടുന്നുണ്ടോ അവിടെ കൂടി, അല്ലെങ്കിൽ എന്തൊക്കെ പുറത്തോട്ട് വരുന്നുണ്ട്, ഇത് രണ്ടും വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പോ വെർബൽ ഇന്റലിജൻസ് എന്ന് വെച്ചാൽ ഒരാളിനെ ലാംഗ്വേജ് ഉപയോഗിക്കാനുള്ള കഴിവ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽ. ഈ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്നത് 3 തരത്തിലുണ്ട്. ഞാനതിനെ അഗ്രസീവ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്നും അസേർട്ടീവ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്നും പാസീവ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്നും വിളിക്കും. എന്താണ് അഗ്രസീവ് എന്ന് പറഞ്ഞാല്? അഗ്രസീവ് എന്ന് വെച്ചാൽ നമ്മുടെ പോയിന്റ് അറ്റ് എനി കോസ്റ്റ് മറ്റുള്ളവരെ അടിച്ചേക്കും. ഐ ആം ദ സ്റ്റേറ്റ് ആഫ്റ്റർ മീ ദ ഡില്യൂട്ട് എന്ന് പറയുന്ന ഒരു ഭാവമാണ്. ഞാൻ പറയുന്നതാണ് ശരി, മറ്റുള്ളതൊന്നും കേൾക്കണ്ട, ഞാൻ പറഞ്ഞു നീ കേൾക്കണം എന്നുള്ളതാണ്. മീ ഫസ്റ്റ് എന്നുള്ളതാണ്. ദാറ്റ് ഈസ് അഗ്രസീവ്. ഇഫ് യു ആർ ഇൻ എ പൊസിഷൻ ഓഫ് പവർ, മേ ബി അതേഴ്സ് വിൽ ലിസൺ യു. നിങ്ങൾ അങ്ങനെ പറയുമ്പോൾ അല്ലെ, മറ്റുള്ളവർ കേൾക്കും. പക്ഷെ എങ്കിലും ഡു യു തിങ്ക് ദേ ആർ ഹാപ്പി? നോട്ട് അറ്റ് ഓൾ. മറ്റുള്ളവർ ഹാപ്പി അല്ല ഔട്ട്. പക്ഷെ നമ്മൾ പറയുന്നു, നമ്മളൊരു പൊസിഷൻ ഓഫ് പവറിൽ ആയതുകൊണ്ട് മറ്റുള്ളവർ കേൾക്കേണ്ടി വരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ, അല്ലാതെ അവര് അത് ഇഷ്ടപ്പെടുന്നൊന്നുമില്ല. അതാണ് അഗ്രസീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അവിടെ എല്ലായ്പ്പോഴും ഞാൻ പറയും, മറ്റുള്ളവർ കേൾക്കണം. അത്തരം ആൾക്കാരെ ശത്രുക്കളെ ഉണ്ടാക്കുന്നതിൽ മിടുക്കന്മാരായിരിക്കും. ഒരിക്കലും ലോങ് ലാസ്റ്റിംഗ് ചെയ്യുന്ന ഒരു ലീഡർഷിപ്പ് സ്കിൽ അവർക്ക് ഉണ്ടായിരിക്കത്തില്ല. മറ്റുള്ളവരുടെ വെറുപ്പ് സമ്പാദിക്കുന്നതിൽ അവർ വളരെയധികം മിടുക്കന്മാരായിരിക്കും. ഒരു പക്ഷേ നിങ്ങളിൽ ചിലർ അങ്ങനെ ആയിരിക്കാം, ചിലരല്ല പലരും അങ്ങനെ ആയിരിക്കാം. അഗ്രസീവ് കമ്മ്യൂണിക്കേഷൻ. ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ എക്സാമ്പിൾ ഒക്കെ വരുന്നുണ്ടായിരിക്കും. ഭർത്താവ്, ഭാര്യ, ഇല്ല മറ്റേ അമ്മായിയപ്പൻ, അവരൊക്കെ അങ്ങനെയായിരുന്നു എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടായിരിക്കും. അഗ്രസീവ്, അങ്ങോട്ട് അങ്ങോട്ട് ബാക്കിയുള്ള മനുഷ്യർക്കൊന്നും അറിയാത്ത കണക്ക് സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. ദറ്റ് ഈസ് അഗ്രസീവ് കമ്മ്യൂണിക്കേഷൻ. രണ്ടാമത്തത് പാസീവ് കമ്മ്യൂണിക്കേഷൻ. പാസീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് മറ്റുള്ളവർ എന്തു പറഞ്ഞാലും അങ്ങ് സമ്മതിച്ചു കൊടുക്കുക. പാസീവ്. അത് വളരെയധികം മോശമായിട്ടുള്ള കാര്യമാണ് പാസീവ് കമ്മ്യൂണിക്കേഷൻ. മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും എന്ത് ചെയ്യും? വേഗം അങ്ങ് സമ്മതിച്ചു കൊടുക്കും. സച്ച് പീപ്പിൾ ഹേറ്റ് കൺഫ്രണ്ടേഷൻ. മറ്റുള്ളവരായിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല. വേഗം തന്നെ അവരെന്ത് ചെയ്യും? അങ്ങ് സമ്മതിച്ചു കൊടുക്കും. പാസീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ അതാ, വേഗം അങ്ങ് സമ്മതിച്ചു കൊടുക്കും. ഡു യു തിങ്ക് യു ഗെറ്റ് എനി റെസ്പെക്ട് ഇഫ് യു ആർ സച്ച് എ പേഴ്സൺ? നമുക്കറിയാം നമ്മള് പറയണത് ശരിയാണ് എന്നറിയാമെങ്കിലും മറ്റുള്ളവർ പറയുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യും? അങ്ങ് വേഗം വഴങ്ങി കൊടുക്കും, വേഗം സമ്മതിച്ചു കൊടുക്കും. വെരി എഗ്രിയബിൾ ഇൻ നേച്ചർ. വളരെ എഗ്രിയബിൾ ആണ് അവരുടെ നേച്ചർ എന്ന് പറയുന്നത്. അത് വളരെയധികം ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പ്രവണതയാണ് അല്ലെ? നമുക്കൊരു അഭിപ്രായം ഇല്ല എന്ന് ആൾക്ക് തോന്നും. മറ്റുള്ളവർ എന്ത് പറയുന്നു അതാണ് ശരിയെന്ന് നമുക്ക് തോന്നും. അത് പാസീവ് കമ്മ്യൂണിക്കേഷൻ. അത് എപ്പോഴും മറ്റേത് ആദ്യം മീ ഫസ്റ്റ്, പാസീവ് ആകുമ്പോൾ യു ഫസ്റ്റ്. അസേർട്ടീവ് കമ്മ്യൂണിക്കേഷൻ ആണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ് നിന്ന് പോകുമ്പോൾ. മറ്റൊന്നും നിങ്ങൾ ഓർത്തില്ലെങ്കിലും ഐ തിങ്ക് യു ഹാവ് ടു റിമെമ്പർ എ വേർഡ്, അസേർട്ടീവ്. ബി അസേർട്ടീവ്. അസേർട്ടീവ് കമ്മ്യൂണിക്കേഷൻ ഈസ് വി ഫസ്റ്റ്. വി എന്ന് വെച്ചാല് ആസ് എ ഹ്യൂമൻ ബീയിങ് ഐ നോ there are around 800 crore homo sapiens on this globe. Sir, ഒരു കാര്യം ഇപ്പൊ സംസാരിക്കാമോ? Yeah, why not? Yeah, you can. Sir, ഇപ്പൊ ഈ പറഞ്ഞില്ലേ അഗ്രസീവ്, പാസീവ് ആൻഡ് അസർട്ടീവ്. ഈ ചിലയിടത്ത് നമ്മൾ സംസാരിക്കുമ്പോ അവർ ആവശ്യമില്ലാതെ തർക്കിക്കും. അപ്പൊ അങ്ങനെയുള്ളവര് നമ്മള് അസർട്ടീവോ അഗ്രസീവോ ആവാൻ ശ്രമിച്ചാൽ നമ്മള് ഫൂൾസ് ആവും. അപ്പൊ അവര് ഫൂൾസ് ആണെന്ന് വിചാരിച്ചിട്ട് നമ്മളങ്ങ് ചില കാര്യങ്ങള്, ദോഷമില്ലാത്ത കാര്യങ്ങൾ സമ്മതിച്ചു കൊടുക്കുകയല്ലേ നല്ലത്? അത് ഞാൻ എന്റെ അടുത്ത പോയിന്റും കൂടി പറയുമ്പോ സാറിന് സംശയം ഉണ്ടാവില്ലായിരുന്നു. ഞാൻ അസേർട്ടീവ് പറഞ്ഞു കഴിയുമ്പോൾ ഈ സംശയം ഉണ്ടാവില്ലായിരുന്നു. ഓക്കെ, ഇറ്റ്സ് ഓക്കെ, വെരി ഗുഡ്. എനിക്ക് ഐ എം സോ ഹാപ്പി ദാറ്റ് സംബഡി ഈസ് സ്പീക്കിംഗ് ടു മീ. ഓക്കെ, ക്ലാസ് പഠിപ്പിക്കുമ്പോൾ നമ്മളിങ്ങനെ വെറുതെ ഇരിക്കാന്ന് വെച്ചാൽ ഇറ്റ് ഈസ് സോ ഡിഫിക്കൽട്ട് അല്ലെ? അത് ഹാപ്പിയാണ്. അത് വെരി ഗുഡ് സാർ. അപ്പൊ ഇത് ഞാൻ അസേർട്ടീവിനെ പറ്റി പറയുന്നത്, അസേർട്ടീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം ഈ ലോകത്ത് 800 കോടി ഹോമോസാപ്പിയൻസ് ഉണ്ട്. ദേ ആർ ഓൾ ഡിഫറെന്റ് ഇൻ ദിയർ ജനറ്റിക് മേക്കപ്പ് അല്ലെ? ജനറ്റിക് മേക്കപ്പിനകത്ത് ഡിഫറെന്റ് ആണ്. ദേ ആർ ഓൾ ഡിഫറെന്റ് ഇൻ ദിയർ
socio-economic, political, religious, cultural, geographical, demographic, education, family, friends, environment. കുറച്ച് ഓവറായിപ്പോ അല്ലേ അത്? ഞാൻ പറഞ്ഞ എത്രയേ ഉള്ളൂ. യു ആർ നത്തിങ് ബട്ട് ദ ബൈ പ്രോഡക്റ്റ് ഓഫ് യുവർ ജനറ്റിക് മേക്കപ്പ് ആൻഡ് യുവർ എൻവയോൺമെന്റ്. ഇത്രയേ ഉള്ളൂ. നമ്മളെല്ലാം വലിയ സംഭവമൊന്നുമല്ല. നമ്മളെല്ലാവരും നമ്മുടെ ജനറ്റിക് മേക്കപ്പിന്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആണ്. നമ്മളെല്ലാവരും നമ്മുടെ എൻവയോൺമെന്റിന്റെ നമ്മുടെ എൻവയോൺമെന്റ് നമ്മളെ അപ്ബ്രിങ് ചെയ്തു. അപ്പോൾ ഞാനിതിനെ വിളിക്കുന്നത്, ഞാനെന്നല്ല, നമ്മൾ സൈക്കോളജി വിളിക്കുന്നത് യുവർ നേച്ചർ ആൻഡ് നർച്ചർ. നമുക്ക് എല്ലാവർക്കും ഒരു നേച്ചർ ഉണ്ട്, ഒരു നർച്ചറും ഉണ്ട്. നേച്ചർ ബൈ ബർത്ത് നമുക്കൊരു നേച്ചർ ഉണ്ട് ഇല്ലേ? എന്തൊക്കെയാ ബൈ ബർത്ത്? ചില ആൾക്കാർ നന്നായിട്ട് പാട്ട് പാടും, ചില ആൾക്കാർ നന്നായിട്ട് കണക്ക് ചെയ്യും, ചില ആൾക്കാർ വളരെയധികം ഉത്തരവാദിത്തത്തോട് ഫാമിലിയായിട്ട് ഉത്തരവാദിത്തമുള്ള, ചില ഫാമിലിയായിട്ട് ഉത്തരവാദിത്തം ഇല്ലാത്തവരായിരിക്കും ഇല്ലേ? അങ്ങനെ പല ആൾക്കാരും ഉണ്ട്. നമ്മൾ കണ്ടു വളരുന്നത് നമ്മുടെ റിലീജിയൻ, നമ്മുടെ സൊസൈറ്റി, നമ്മുടെ എക്കണോമിക് സ്റ്റേറ്റസ്. ജസ്റ്റ് ഇമാജിൻ യു ആർ ഓൾ ബോൺ ഇൻ ബക്കിംഗ്ഹാം പാലസ്. നമ്മൾ ഇങ്ങനെ ആയിരിക്കും. നമ്മൾ തന്നെ എല്ലാം ജനിച്ചത് ബക്കിംഗ്ഹാം പാലസിലായിരുന്നു. നമ്മൾ എങ്ങനെ ആയിരിക്കും? നമ്മുടെ ബിഹേവിയർ ഇല്ല, നമ്മൾ വി ഓൾവേസ് ഹാവ് ടു ഡെമോൺസ്ട്രേറ്റ് ourselves as a prince charming or അല്ലെ as a queen or a king ഇല്ലേ? യു ആർ ഫോഴ്സ്ഡ് ടു ഡു ദാറ്റ്. അപ്പൊ നമ്മളെപ്പോഴും അത് മെയിൻറ്റെയിൻ ചെയ്യും ഇല്ലേ? നമ്മളെല്ലാവരും ജനിച്ചത് എത്യോപ്യയിലായിരുന്നെങ്കിൽ നമ്മളിപ്പോ ഉണ്ടാവും തന്നെ അറിയത്തില്ല. വലിയ സംഭവമൊന്നും അല്ലേ ഇത് ഇല്ലേ? യു ആർ നത്തിങ് ബട്ട് എ മിനിയേച്ചർ നേച്ചർ. യു ജസ്റ്റ് സ്പ്രൗട്ടഡ് ഇൻ ദിസ് മദർ നേച്ചർ ആൻഡ് യു വിൽ ഡിസോൾവ് ഹിയർ. യു ആർ നത്തിങ് ബട്ട് നേച്ചർ അല്ലേ? അതാണ് യുവർ നേച്ചർ ആൻഡ് നർച്ചർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ചില ആൾക്കാരുടെ സ്വഭാവം കാണുമ്പോൾ നമ്മൾ അവന്റെ നേച്ചർ അങ്ങനെയാണെന്ന് പറയുന്നത് അല്ലെ? പിന്നെ അവന്റെ നർച്ചറാണ്. അപ്പോ ഞാൻ അസർട്ടീവ് കമ്മ്യൂണിക്കേഷൻ പറയുന്നത്, we know that everybody has their right to be themselves and their right to say their opinion, but that doesn't mean that we are going to buy that. എന്റെ ഫ്രണ്ടിന് എന്നോട് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമാണ്, അത് ഞാൻ കേൾക്കും. പക്ഷെ ഞാനത് അംഗീകരിക്കണമെന്ന് നിർബന്ധമില്ല. ഐ ഹാവ് ഓൾ ദ റൈറ്റ് ടു ഡിഫർ. അപ്പോ അസർട്ടീവ് എന്ന് പറഞ്ഞാൽ ബി ഫ്രണ്ട്ലി ബട്ട് ഫേം. ബി ഫ്രണ്ട്ലി ബട്ട് ഫേം. നമ്മൾ ഫ്രണ്ട്ലി ആയിരിക്കണം, പക്ഷെ എങ്ങനെ ആയിരിക്കണം? ഫേം ആയിരിക്കണം. നമ്മൾ നമ്മുടെ അഭിപ്രായം പറയും, പക്ഷെ മറ്റുള്ള അഭിപ്രായത്തെ നമ്മൾ കേൾക്കും. പിന്നെ അതിന്റെ അർത്ഥം ചില ഭൂലോക കത്തികൾ ജീവിതകാലത്തിൽ രാവിലെ മുതൽ പറയുന്നതെല്ലാം കേൾക്കണമെന്നല്ല. നമ്മൾ കോമൺ സെൻസ് കൂടി ഉപയോഗിക്കണം അതിനകത്ത് അല്ലെ? അങ്ങനെ ആൾക്കാരുണ്ടല്ലോ, രാവിലെ പോലെ വന്നിരുന്നിട്ട് ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാം നമ്മൾ കേൾക്കണം. അങ്ങനെ ബാധ്യസ്ഥരൊന്നും അല്ല നമ്മളൊന്നും അല്ലെ? നമുക്ക് മോന്ത കാണിക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ട്. ഐ തിങ്ക് യു ഗോട്ട് ദ പോയിന്റ് അല്ലെ? നമുക്ക് ചില വളരെയധികം വളരെ ഡിസ്റ്റർബിംഗ് ആയി സംസാരിക്കുന്ന ആൾക്കാരെ അവോയ്ഡ് ചെയ്യാനുള്ള എല്ലാ അവകാശവും നമുക്കുണ്ട്. ഞാൻ പറയുന്നു ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോ അസർട്ടീവ് എന്ന് വെച്ചാൽ ഇതാണ്, വി ലിസൺ അതേഴ്സ് ബട്ട് ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് വി വിൽ അഗ്രി വിത്ത് ദം. അത്രേ ഉള്ളൂ. അതിന്റെ അർത്ഥം നമ്മൾ എല്ലായ്പ്പോഴും അവരെ കേൾക്കണമെന്നല്ല. അപ്പോ കമ്മ്യൂണിക്കേഷനകത്ത് അസർട്ടീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന സംഗതി നമ്മൾ ലൈഫിൽ പ്രാക്ടീസ് ചെയ്യണം. അത്തരം ആളുകളോട് നമുക്ക് ആത്യന്തികമായി ബഹുമാനം തോന്നും. ഞാനൊരു കാര്യം പറയാം, നമ്മളെല്ലാവരും ഫേസ്ബുക്കിനകത്ത് ഫോട്ടോ ഇടാറുണ്ട് അല്ലെ? ഫോട്ടോ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കും എത്ര ലൈക്ക് വന്നു എന്ന് നോക്കും അല്ലെ? അതൊക്കെ നമ്മുടെ മനുഷ്യന്റെ സ്വഭാവമായിട്ടുള്ള അല്ലെ? എന്തൊരു കാര്യം മറ്റുള്ളവരെ നമ്മളെ കുറിച്ച് എന്ത് പറയുന്നു കേൾക്കാൻ വേണ്ടി കൊതിച്ചിരിക്കും അല്ലെ? അപ്പൊ നമുക്ക് കാണാൻ പറ്റും ചില ഫ്രണ്ട്സ് ഉണ്ട്, അവര് നമ്മളെ കണ്ടാലും മൈൻഡ് ചെയ്യത്തൊന്നുമില്ല. സ്ഥിരമായിട്ട് മൈൻഡ് ചെയ്യാത്തവരുണ്ട്. അവരോട് നമുക്ക് ആദ്യമൊക്കെ പരിഭവം തോന്നി, പിന്നെ നമ്മളവരെ മറന്നു പോകും. ചിലതുണ്ട് എന്ത് ഫോട്ടോ ഇട്ടാലും വാവ് എന്ന് പറഞ്ഞിട്ടല്ലേ, ഒരു 2 ലവ് 4 ലൈക്ക് 2 മസിലൊക്കെ കാണിച്ച് നമ്മളെ അങ്ങ് മോട്ടിവേറ്റ് ചെയ്യും ഇല്ലേ? നമുക്ക് വലിയ ഫീലിങ്സ് ഒന്നും തോന്നാറില്ല. കാര്യം പുള്ളി സ്ഥിരമായിട്ട് അങ്ങനെയാണ് ഇല്ലേ? നമുക്ക് വലിയ ഫീലിങ്സ് ഒന്നും തോന്നാറില്ല. എന്നാൽ ചില ഭാഗങ്ങളിൽ നിന്നും ചില സമയത്ത് ചില ലൈക്കുകൾ വരും. നമുക്കറിയാം അവർ അത് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ലൈക്ക് ചെയ്യൂ. തീർച്ചയായിട്ടും വി വിൽ ഗിവ് എ ലോട്ട് ഓഫ് വാല്യൂ ടു ദെയർ ഒപ്പീനിയൻ. എല്ലാത്തിനെയും ഇഷ്ടപ്പെടുന്നവരല്ല, ചിലത് അയാൾക്ക് ഇത് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ഇഷ്ടമാവത്തുള്ളൂ. അല്ലാതെ വെറുതെ ഇഷ്ടപ്പെട്ട എല്ലായ്പ്പോഴും നമ്മുടെ ഇപ്പൊ ഇൻസ്പയറിംഗ് ആണ്, സാർ ഭയങ്കര മോട്ടിവേഷൻ ആണെന്ന് വെച്ചിട്ട് എല്ലായ്പ്പോഴും എന്നിട്ട് യു ക്യാൻ ഡു ഇറ്റ്, യു ആർ ദ ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവസരം എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഓ അയാൾ തുടങ്ങി തോന്നും. അത്രേ ഉള്ളൂ അല്ലെ? മനുഷ്യർ നോർമൽ ആയിരിക്കണം. നമ്മള് ഒരു നോർമൽ ഹ്യൂമൻ ബീയിങ് എന്ന് വെച്ചാൽ എന്താണ്? പറയേണ്ട കാര്യം പറയും. അല്ലാതെ ഇത് നമ്മൾ ഒരുപാട് സയൻസ് ആധുനിക ടെക്നോളജി ഒക്കെ പഠിച്ചിട്ടും തിരിച്ചു പോവുകയാണ് നമ്മൾ. എല്ലായ്പ്പോഴും ഒറ്റ സത്യമേ പറയേണ്ട കാര്യം മുഖത്ത് നോക്കി പറയുന്നവരോടാണ് ആത്യന്തികമായി നമുക്കിഷ്ടം.
ഇതിന്റെ അർത്ഥം ഇന്ന് അവനെ വിളിച്ച് 2 പറഞ്ഞിട്ട് എന്നെ കാര്യം എന്നല്ല. അങ്ങനെ ഇപ്പൊ തീരുമാനിച്ചാണ്. കുറെ കാലം കൊണ്ട് വിചാരിക്കുകയാണ് ഇന്ന് 2 പറഞ്ഞിട്ട് എന്നെ കാര്യം എന്നല്ല. അപ്പൊ ബി ആൻ അസർട്ടീവ് കമ്മ്യൂണിക്കേറ്റർ എന്ന് വെച്ചാല് വി ഓൾവേസ് ലിസൺ അതേഴ്സ്, ബട്ട് ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് വി വിൽ ഓൾവേസ് എഗ്രി വിത്ത് ദം. അത്രയുള്ളത്. ഓക്കെ. ആൻഡ് അതാണ് കമ്മ്യൂണിക്കേഷൻ. പലപ്പോഴും നമ്മൾ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുമ്പോൾ ആൾക്കാർ ചിന്തിക്കുന്നത് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല അല്ലെ? അതല്ല. കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്നത് നമ്മൾ എന്തുമാത്രം നന്നായിട്ട് നമ്മുടെ ലാംഗ്വേജിൽ സംസാരിക്കുന്നു. ഇംഗ്ലീഷ് എന്ന് പറയുന്ന സംഗതി ഉണ്ടത് നല്ലതാണ്. കാര്യം if you can speak English confidently, you will be minimum 10 times more confident than what you are now. I think you are all doctors, you can all speak. പക്ഷെ എങ്കിലും നമ്മൾ മലയാളിയൊക്കെ സംസാരിക്കുമ്പോൾ ചെറിയൊരു റിലക്റ്റൻസ് ഉണ്ട്, പേടിയുണ്ട്. പക്ഷെ നിങ്ങൾ വളരെ നല്ല ഫ്ലുവന്റ് ഇംഗ്ലീഷ് സ്പീക്കർ ആണെങ്കിൽ നിങ്ങളുടെ കോൺഫിഡൻസ് ഒരു 10 മടങ്ങ് കൂടുതലായിരിക്കും. അതുകൊണ്ട് പത്രമൊക്കെ വായിക്കണം. നോട്ട് ഫോർ ദി ന്യൂസ് ബട്ട് ഫോർ ദ വൊക്കാബുലറി. അതാണ് സി ലൈഫ് ഈസ് എ ലേണിംഗ് പ്രോസസ് അല്ലേ? നമ്മള് ശശി തരൂരിനെ എന്തുകൊണ്ടോ നമ്മളെല്ലാവരും ബഹുമാനിക്കുന്നത്? ഈ ലോകത്ത് നമ്മളെ മനുഷ്യരെ എല്ലായ്പ്പോഴും ബഹുമാനിക്കുന്ന ആൾക്കാർ എങ്ങനെയുള്ളവരാ? അതിഗംഭീരമായി സംസാരിക്കുന്നവരാണ്. അതിനകത്ത് ഒരു സംശയം വേണ്ട. അത് ഡോക്ടറായാലും എഞ്ചിനീയർ ആയാലും പ്യൂണായാലും സെക്യൂരിറ്റി ആയാലും ആരായാലും വളരെ മനോഹരമായി സംസാരിക്കുന്ന ആൾക്കാരെ നമുക്ക് വളരെയധികം ഇഷ്ടമാണ്. ദേ ആർ വെരി ഇൻസ്പയറിംഗ്, ദേ ആർ വെരി ഹാപ്പി ടു ബി വിത്ത്. അങ്ങനത്തെ ആൾക്കാരാണ്. അപ്പൊ അത് ആ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ വളരെയധികം പ്രധാനപ്പെട്ട സംഗതിയാണ്. ഒബാമ എന്ന് പറയുന്ന ആള് ലോകത്തിലെ ഏറ്റവും വലിയ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിന്റെ എക്സാമ്പിൾ ആണ്. 47ാമത്തെ വയസ്സിൽ അമേരിക്കയുടെ പ്രസിഡന്റ് ആയത് അദ്ദേഹത്തിന്റെ അമേസിങ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടാണ്. നമ്മളൊരു ഒരു ജോലി, ഡെന്റിസ്റ്റ് എന്ന് പറയുന്ന ജോലിയുടെ പ്രത്യേകത എന്ന് വെച്ചാല്, ടു ബി വെരി ഫ്രാങ്ക് വിത്ത് യു, കുറച്ചൊക്കെ മൊണോട്ടണസ് ആണല്ലേ. എല്ലാ ദിവസവും വന്നിരുന്നിട്ട് നമ്മളൊരു അങ്ങനത്തെ ജോലിയാണ് ചെയ്യുന്നത്. അപ്പോ നമുക്ക് നല്ല അടിപൊളി ഹോബീസും ലൈഫിനകത്ത് വേറെ പല കാര്യങ്ങളും ഒരു താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ ലൈഫിൽ ത്രില്ലിംഗ് ആയിട്ട് തോന്നത്തുള്ളൂ. അല്ലെങ്കിൽ ഇതിനകത്ത് നമ്മൾ പുതിയ മെത്തേഡ് ചെയ്യുക. അപ്പോൾ വരുന്ന ആൾക്കാരോട്, വരുന്ന പേഷ്യൻസിനെ കുറച്ചുകൂടി അറിയാൻ ശ്രമിക്കുക, അവരുമായിട്ട് നന്നായിട്ട് സംസാരിക്കുക. ഡെന്റിസ്റ്റിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി തന്നെ എന്ന് പറയുന്ന കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണല്ലോ. നമ്മുടെ ഒരു ഡെന്റൽ ഹൈജീൻ എങ്ങനെ നന്നായിട്ട് സൂക്ഷിക്കണമെന്ന് നമ്മൾ അവരോട് പറഞ്ഞ് മനസ്സിലാക്കിക്കുക, അതിന്റെ ആവശ്യകതയെ പറ്റി പറയുക, ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കുക വളരെയധികം നന്നായിട്ട്. എങ്കിൽ മാത്രമേ അവർ വീണ്ടും കണ്ടിന്യൂ ചെയ്യത്തുള്ളൂ. നമ്മളവർ വരണം എന്ന ആഗ്രഹത്തോടു കൂടി സംസാരിക്കരുത്. നമ്മളവരോട് വളരെ സിൻസിയറായിട്ട് സംസാരിക്കുക, വളരെ സിൻസിയറായിട്ട് സംസാരിക്കുക. അത് വളരെയധികം ഗുണം ചെയ്യും. അപ്പൊ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്നത് അങ്ങേയറ്റത്തെ ഒരു കാര്യമാണ്. അപ്പൊ നന്നായിട്ട് വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യണം, എത്ര വലിയ ഡോക്ടറായാലും ഇല്ലേ. പ്രത്യേകിച്ച് നിങ്ങൾ പഠിപ്പിക്കുന്നവരാണ്. പഠിപ്പിക്കുന്ന നിങ്ങൾക്ക് ഇല്ലേ, ഇപ്പോ മാക്സിലോഫേഷ്യൽ സർജൻ എന്ന് പറയുന്നത് US ഒരു പക്ഷേ അനസ്തേഷ്യോളജിസ്റ്റ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സാലറി വാങ്ങുന്ന ഡോക്ടറാണ് അല്ലെ. ചില US പോയിട്ടുണ്ടെങ്കിൽ അല്ലെ. US ഇപ്പം ഏറ്റവും കൂടുതൽ മെഡിക്കൽ സയൻസിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത് അമേരിക്കൻ. അപ്പൊ അവിടെ ഓരോ ഡോക്ടേഴ്സ് എന്നൊക്കെ പറയുന്നത് അവിടെ സ്പെഷ്യലൈസേഷൻ ഭയങ്കരമായിട്ടുള്ള വാല്യൂ ഉണ്ട്. ഇപ്പം ഡെന്റൽ ഹൈജീന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ആൾക്കാരും നമ്മുടെ ഇന്ത്യക്കാരല്ല. ഇന്ത്യക്കാരെ പല്ലുവേദന വരുമ്പോൾ മാത്രം കാണുന്ന ആൾക്കാരാണ്. മറ്റുള്ളവർക്ക് ദേ ഹാവ് ആൻ അപ്പോയിന്റ്മെന്റ് വിത്ത് ഡെന്റിസ്റ്റ് ഓൾ ദ ടൈം അല്ലെ. അപ്പൊ അവര് അതൊരു റുട്ടീനാണ് അവർ. കാര്യം ബിക്കോസ് അതെന്തുകൊണ്ടാണ് റുട്ടീൻ ആയത്? നല്ല സാമ്പത്തിക ശേഷിയുള്ള രാജ്യങ്ങളായതുകൊണ്ടാണ് അല്ലെ. അതുകൊണ്ടാണ് അവരിതൊക്കെ അവരുടെ ഹെൽത്ത് കെയറിന് പ്രാധാന്യം കൊടുക്കുന്നത് തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനത്തെ ഒരു കൾച്ചർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണമെങ്കിൽ യു ഹാവ് ടു ബി എ ഗുഡ് കമ്മ്യൂണിക്കേറ്റർ. ബിക്കോസ് യു നോ ദാറ്റ് എല്ലാ അസുഖങ്ങളുടെയും ഒരു ആദ്യ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഓറൽ ഹൈജീൻ തന്നെയാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കലയായിരിക്കും. അപ്പൊ ഇനി നിങ്ങളെ അടുത്ത് വരുന്ന ഡോക്ടറെ കാണാൻ വരുന്ന എല്ലാ പേഷ്യൻസിനും ഡോക്ടറെ കാണാൻ വീണ്ടും കൊതിയാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഒന്ന് ശ്രമിച്ചു നോക്കും. വീണ്ടും നമ്മളടുത്ത് വരെ അവർക്ക് കൊതി തോന്നണം, ആ ഡോക്ടർ കൊള്ളാം. പല്ലിനെ പറ്റി മാത്രമല്ല ഇല്ലേ, എന്തിനെ പറ്റി സംസാരിക്കാനുള്ള ഒരു കഴിവുണ്ടാകും. അല്ലെങ്കിൽ ലൈഫ് വിൽ ബി വെരി ബോറിങ്. എല്ലാ ദിവസവും അല്ലെ ഒരേ പണി ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലെ. വെറും വായി നോക്കളായിട്ട് ജീവിക്കുന്നതിന്. സോറി, ഒരു തമാശ പറയുന്നേ ഉള്ളൂ. ആർക്കും ഹേർട്ട് കണ്ടതല്ലേ. ഒരു കാര്യം ചോദിച്ചോട്ടെ. നമ്മളെപ്പോഴും അസേർട്ടീവ് ആയിട്ട് തന്നെ മാത്രമേ ബിഹേവ് ചെയ്യാൻ പറ്റൂ. ചില സമയത്ത് നമുക്ക് പാസീവ്, ഈ പറഞ്ഞ കണക്ക് പാസീവ് ആയിരിക്കും, ചില സമയത്ത് അഗ്രസീവ് ആയിരിക്കും. അങ്ങനെ ഒരു മിക്സഡ് കമ്മ്യൂണിക്കേഷൻ സ്റ്റൈല് ചിലപ്പോൾ വരില്ലേ? കാര്യം മാത്രമല്ല പറഞ്ഞു. വളരെ നല്ല ചോദ്യമാണ്. ഞാൻ അതിന്റെ ഉത്തരം പറഞ്ഞു എന്ന് തോന്നുന്നു. കാര്യം എന്ന് വെച്ചാൽ നമ്മളെ കോമൺ സെൻസും കൂടി ഉപയോഗിക്കണമാണ്.
തീർച്ചയായിട്ടും അഗ്രസീവ് ആകേണ്ടത് നമ്മൾ കുറച്ച് അഗ്രസീവ് ആകേണ്ടി വരും, അത് ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ അത് എത്രയല്ല, അതിന്റെ ലെവൽ എന്ന് പറയുന്നത് എത്രയാണ്. അതിനൊരു ചൊല്ലുണ്ട്, ഒരു നല്ലൊരു കഥ എനിക്കിപ്പോ ഓർമ്മ വന്നത്, ബിജു ചോദ്യം ചോദിച്ചപ്പോഴാണ് കഥ ഓർമ്മ വന്നത്. ഒരു നാട്ടിലൊരു മൂർഖൻ പാമ്പുണ്ടായിരുന്നു. നല്ല അടിപൊളി ഒരു മൂർഖനായിരുന്നു അല്ലെ, ഒറ്റ കടിക്ക് രണ്ടുപേരെയൊക്കെ കൊല്ലാനുള്ള കപ്പാസിറ്റി ഉള്ള മൂർഖനായിരുന്നു. അപ്പൊ അത് അത്യാവശ്യം ആൾക്കാരൊക്കെ കൊത്തിയും കൊന്നും ലാവിഷായിട്ട് ജീവിക്കുമ്പോൾ നാട്ടിലൊരു സന്യാസിയുടെ അടുത്ത് പോയിട്ട് ആൾക്കാർ പരാതി പറഞ്ഞു, ഈ മൂർഖൻ വലിയ ശല്യമാണെന്ന് പറഞ്ഞു. അപ്പോ ആ മൂർഖൻ ശല്യമാണെന്ന് പറഞ്ഞു. അപ്പോ സ്വാമിജി അദ്ദേഹത്തിന്റെ ജ്ഞാന ദൃഷ്ടി ഉപയോഗിച്ചിട്ട് മൂർഖനെ അടുത്ത് വരുത്തിയിട്ട് പറയുന്നു, നീ മേലാൽ ആൾക്കാരെ കടിക്കരുത്. അപ്പൊ കടിക്കാത്ത മൂർഖൻ, അതിന്റെ അവസ്ഥ വേണ്ടി എന്തായി? മൂർഖൻ കടിക്കില്ല അല്ലെ, ആ മൂർഖന്റെ അവസ്ഥ എന്തായിരുന്നു? പിള്ളേരെ പിറ്റേന്ന് കല്യാണം കഴിച്ചു കളിക്കുന്നതൊക്കെ മൂർഖനെ വെച്ചാണ്, എടുത്ത് അപ്പുറത്തിടുന്നു, മാല എടുത്തു ഇപ്പുറത്തിടുന്നു. ഏകദേശം മൂർഖന്റെ കാര്യം തീരുമാനമായി അല്ലെ, ഏകദേശം തീരുമാനമായി. അങ്ങനെ മൂർഖൻ എന്ത് ചെയ്തു, വല്ല വിധിനെ എഴഞ്ഞ് സ്വാമിയുടെ അടുത്ത് എന്ന് പറഞ്ഞു. സ്വാമിയൊക്കെ ഒരു വിവരമില്ലാത്ത മനുഷ്യരായപ്പോലെ, എന്നാ ഞാൻ ചാവാറായി, നിങ്ങളെ പറഞ്ഞിട്ട് ഞാൻ പേടിച്ച് കടിക്കാതിരിക്കുന്നത്. അപ്പോ സ്വാമിജി മൂർഖനും പറഞ്ഞു, എടാ മണ്ട മൂർഖ, നിന്നോട് ഞാൻ കടിക്കരുതെന്നല്ലേ പറഞ്ഞുള്ളൂ, ചീറ്റരുതെന്ന് പറഞ്ഞു. അയ്യോ ഗെറ്റിംഗ് പോയിന്റ്. നമ്മൾ ചീറ്റണം ചില സമയത്ത്, കടിക്കണ്ട അല്ലെ, ചീറ്റേണ്ടത് ചീറ്റേ മതിയാവും അല്ലെ. പിന്നെ കുടുംബജീവിതം തന്നാവാൻ വേണ്ടിയിട്ട് പാസീവ് ആകുന്നതാണ് നല്ലത്, പ്രത്യേകിച്ചും ആണുങ്ങള് ഇല്ലേ. തോറ്റ് മാത്രം ജയിക്കുന്ന ഒരു സ്ഥലമാണ് കുടുംബം എന്ന് പറയുന്നത്. ഇപ്പൊ അതുകൊണ്ട് കുടുംബജീവിതം, എന്റെ വൈഫ് കേൾക്കുന്നില്ലല്ലോ, ഇല്ല വെളിയിൽ വന്ന് കേട്ടോണ്ടെങ്കിൽ. അപ്പൊ അത് കുടുംബജീവിതം നന്നാവാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും പാസീവ് ആണ്. കാരണം ഞാൻ ഇതുവരെയും എന്റെ വീട്ടിൽ ജയിച്ചിട്ടേ ഇല്ല. അപ്പൊ അത് നല്ലതാണ്, അതൊക്കെ സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യുന്നത്. പാസീവ് എന്ന് പറയുന്നത് നമ്മളെപ്പോഴും നമ്മളെ മക്കളുടെ അടുത്ത് പാസീവ് ആയിരിക്കും. പാസീവ് ആകുമ്പോഴും ഇറ്റ് ഈസ് എ കോമൺ സെൻസ് അല്ലെ, നമുക്ക് അറിയാം, നമ്മളെ പാസീവ് ആയാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല തോന്നുന്ന ഏരിയയിലൊക്കെ നമ്മൾ പരമാവധി റിലാക്സ്ഡ് ആവണം, പാസീവ് ആവണം. ഒരു കുഞ്ഞ് വഴക്ക് കൊടുത്താൽ ശരിയാവുന്നുണ്ടോ കൊടുക്കണം, അല്ലാത്തടത്ത് നമുക്ക് നമ്മളൊരു കാര്യം തിയറി പഠിക്കുമ്പോഴും തിയറി പ്ലസ് കോമൺ സെൻസ് ഈസ് ഇന്റലിജൻസ്, അല്ലാതെ നമുക്കത് അല്ലാതെ ഒരു ഇന്റലിജൻസ് ഉണ്ടാവത്തില്ല. ഓക്കെ, അപ്പൊ ഇനി പറയുന്ന നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടല്ല, നിങ്ങൾക്ക് മക്കൾക്ക് ചിലപ്പോൾ ഉപകാരപ്പെടാൻ പറ്റും. രണ്ടാമത്തെ ഇന്റലിജൻസ് എന്ന് പറയുന്നത് ചാക്കോ മാഷ് പറഞ്ഞ ഇന്റലിജൻസ് ആണ്, ലോകത്തിന്റെ സ്പന്ദനം കണക്കിലാണ്. ലോകത്തിന്റെ സ്പന്ദനം എന്തിനാണ്? മാത്തമെറ്റിക്കൽ ഇന്റലിജൻസ് ആണ്. ഒരു പക്ഷെ ഇന്നത്തെ കാലത്ത് കുട്ടികളൊക്കെ ഏറ്റവും നന്നായിട്ട് മിടുക്കം, ഏത് കുട്ടിയും പൊതുവെ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾ എന്ന് വെച്ചാൽ നല്ല കണക്കിസ്റ്റുകളായിരിക്കും. ഓൾ ദ പഠിപ്പിസ്റ്റ് ആർ കണക്കിസ്റ്റോസ് അല്ല, നല്ല മാർക്ക് വാങ്ങുന്ന എല്ലാവരും കണക്കറിയുന്നവരായിരിക്കും. അത് ഒരു ബ്രെയിൻ പാറ്റേൺ തിങ്കിങ്ങിനകത്തും ഓർ ഒരു സ്ട്രക്ചേർഡ് തിങ്കിങ്ങിനകത്തും ഒക്കെ ഒരു വളരെയധികം നല്ലതായിരിക്കും എന്നാണ് പറയണത് ഇല്ലേ. എനിക്കറിയില്ല, എനിക്ക് കണക്കുമായിട്ട് വലിയ ബന്ധമൊന്നും ഇല്ല. നമ്മൾ പണ്ട് സ്കൂളിൽ ട്രിഗണോമെട്രി ഒക്കെ പഠിക്കുമ്പോഴേ സൈൻ തീറ്റ, കൊസീക് തീറ്റ, കോസ് തീറ്റ കേട്ടിട്ടുണ്ടോ അല്ലെ? നമുക്ക് അന്ന് മുതലേ ഓർമ്മയുള്ളത് തീറ്റ മാത്രമാണ്, അല്ലാതെ മറ്റൊന്നിനെ കുറിച്ച് നമുക്ക് വലിയ താല്പര്യമൊന്നും തോന്നിയിട്ടില്ല. പക്ഷെ ഇവിടെ എന്റെ ചില ഫ്രണ്ട്സ് ഒക്കെ ഇരിപ്പുണ്ട്, കണക്കെന്ന് കേട്ടാൽ ജനിച്ചതേ അവർ കണക്കുമായിട്ടാണ് അല്ലെ, ഭയങ്കര കണക്കന്മാരെ കണ്ടുവിടെ അല്ലെ. അപ്പൊ കണക്കിനോട് വളരെയധികം താല്പര്യമുള്ള ഒരുപാട് ആൾക്കാർ ഉണ്ട്. അത് വളരെയധികം ഇന്ന് ലോകത്തുള്ള ഏത് കോമ്പറ്റീറ്റീവ് എക്സാമിനേഷന് പോയാലും മാത്തമാറ്റിക്സ് ഇസ് എ വെരി ഇമ്പോർട്ടന്റ് തിങ്. ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, ഞാൻ ഇന്റലിജൻസ് പറയുമ്പോൾ പറഞ്ഞു എന്നേ ഉള്ളൂ. തീർച്ചയായിട്ടും നിങ്ങൾ വളരെയധികം മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ് ഉള്ള ആളാണെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി ഓർഗനൈസ്ഡ് ആയിരിക്കും, സിസ്റ്റമാറ്റിക് ആയിരിക്കും എന്നൊക്കെയാണ് പറയണത്. ഓക്കെ, അല്ലാത്തവരും ഉണ്ടായിരിക്കും. പലരും MBBS പോകുന്ന പലരും കണക്ക് വേണോടുള്ള ഒരു കുടുംബ വൈരാഗ്യം കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അങ്ങോട്ട് പോവാതെ അല്ലെ. എഞ്ചിനീയർ ആവണമെങ്കിൽ യു ഷുഡ് ബി സ്റ്റെം, സയൻസ് ടെക്നോളജി എഞ്ചിനീയറിംഗ് മാസ്റ്റർ മൈൻഡ്. സ്റ്റെം ജീനിയസൊക്കെ മാത്രമേ നല്ല എഞ്ചിനീയർ ആവാൻ പറ്റത്തുള്ളൂ. അതാണ് ഇവിടെ ബയോ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബയോളജിക്ക് പോകും. ഓക്കെ, ഇനി ഇൻട്രാ പേഴ്സണൽ ഇന്റലിജൻസ് എന്ന് വെച്ചാൽ ഹൗ മച്ച് യു നോ അബൌട്ട് യുവർ സെൽഫ് എന്നുള്ളത്. ഹൗ മച്ച് യു നോ അബൌട്ട് യുവർ സെൽഫ്, നമുക്ക് നമ്മളെ കുറിച്ച് എന്തൊക്കെ അറിയാം. സോട്ട് അനാലിസിസ് എന്നുണ്ട്. ഞാൻ ഇവിടെ SWOT എന്ന് പറയും, സോട്ട് അനാലിസിസ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മളൊന്ന് നമ്മുടെ ഒരു സ്ട്രെങ്തും വീക്ക്നെസ്സും ഓപ്പർച്യൂണിറ്റീസും ത്രെഡ്സും ഒക്കെ ഒന്ന് അസസ് ചെയ്യാൻ പഠിക്കണം. സോട്ട് അനാലിസിസ്, SWOT. വാട്ട് ഈസ് സ്ട്രെങ്ത്? ആസ് ഹ്യൂമൻ ബീയിങ്സ് വി ഹാവ് മെനി സ്ട്രെങ്ത് അല്ലെ, ഒരുപാട് സ്ട്രെങ്സ് നമുക്കുണ്ട് അല്ലെ. പക്ഷെ വി ആർ ഓൾവേസ് ബോതേർഡ് അബൌട്ട് വാട്ട് അവർ വീക്ക്നെസ്. നമ്മുടെ സ്ട്രെങ്തുകൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, നമ്മുടെ വീക്ക്നെസ്സുകൾക്ക് ഒരുപാട്. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഞാൻ പണ്ട് മുതലേ മാത്തമെറ്റിക്സിനോട് വളരെയധികം താല്പര്യമുള്ള ആളായിരുന്നില്ല.
അതുകൊണ്ടാണ് ഞാൻ PGDC പഠിച്ചിട്ട് IT കമ്പനിയിൽ മാർക്കറ്റിംഗ് മാനേജറായത്. എന്തുകൊണ്ടാണ്? എന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷനും മാനേജ്മെന്റും ആണ്. പക്ഷെ സോഫ്റ്റ്വെയർ ഞാൻ പഠിച്ചു, പക്ഷെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആവാനുള്ള മിടുക്കനിക്കില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? സോഫ്റ്റ്വെയർ വിൽക്കാൻ പോയി. അതിനുള്ള മിടുക്കനിക്കുണ്ട്. ദിസ് ഈസ് അസസ്മെന്റ്, സെൽഫ് അസസ്മെന്റ്. മൈ സ്ട്രെങ്ത് ഈസ് communication. That is, I became a trainer and a writer and teacher and everything. I'm only looking at that area. അതാണ് എന്റെ ഒരു ഏരിയ എന്ന് പറയുന്നത് അല്ലേ. ഇനി കമ്മ്യൂണിക്കേഷൻ നമ്മുടെ വീക്ക്നെസ് ആവാനേ പാടില്ല. എല്ലാ മനുഷ്യരും നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പഠിച്ചേ മതിയാവും. അപ്പൊ എല്ലാവർക്കും നിങ്ങളുടെ മക്കളെ നിങ്ങൾക്ക് അസസ് ചെയ്യാൻ പറ്റും, നിങ്ങൾ അസസ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണ്, നിങ്ങളുടെ വീക്ക്നെസ് എന്താണ്, ഇതിനെ കുറിച്ച് സമയം സ്പെൻഡ് ചെയ്യണം. വല്ലപ്പോഴും കൂടി ലൈഫിനകത്ത് എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുന്നു, 2 കുറ്റി പുട്ടുണ്ടാക്കുന്നു, ഇല്ല അത് കഴിക്കുന്നു, ഇല്ലേ, പിന്നെ കുറെ മീൻ പൊരിക്കുന്നു, ചോറ് കെട്ടുന്നു, ഓഫീസിൽ വരുന്നു, ഇല്ലേ, കുറെ പല്ല് ഇല്ല നമ്മള് ക്ലീൻ റെഡിയാക്കുന്നു, അല്ലെ, കുറെ പേരെ ചികിത്സിക്കുന്നു, കുറെ പേരെ പഠിപ്പിക്കുന്നു, വീട്ടിൽ പോകുന്നു. ഇങ്ങനെ തന്നെയുള്ള ഒരു ആക്ടിവിറ്റി ആ ഒരു ലൈഫ് എന്ന് പറയുന്നത്. ലൈഫ് എന്ന് പറയുന്നത് കുറച്ചും കൂടി ഇല്ലേ, കുറച്ചും കൂടി ഒരു എക്സ്പ്ലോർ ചെയ്യണം നമ്മുടെ ലൈഫിന് ഭയങ്കരമായിട്ട്. അപ്പൊ നമ്മള് ഒരു പക്ഷേ ഈ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ട്രെങ്ത് ഐഡന്റിഫൈ ചെയ്യുമ്പോൾ തോന്നുന്നു ഞാനൊന്നും ഒരിക്കലും ദന്ത്യസ്റ്റ് ആവേണ്ടതേ അല്ല എന്നൊന്നും ചിന്തിച്ചേക്കില്ല, ഇല്ലേ, ഉള്ള അതിലെ ഉദ്ദേശം. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ട്രെങ്ത് അസസ് ചെയ്യുമ്പോൾ വീക്ക്നെസ്, നമ്മുടെ ഏതെങ്കിലും വീക്ക്നെസ് നമ്മുടെ ജോലിയെ ബാധിക്കുന്നുണ്ടോ എന്ന് നോക്കണം, ഇല്ലേ. ഇപ്പൊ ഒരു വളരെ ഇമോഷണൽ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഇമോഷണൽ ആവുന്നത് നല്ലതാണോ എന്ന് ചോദിച്ചാൽ ഇമോഷണൽ ആവുന്നത് നല്ലതല്ല. ഇമോഷണൽ ഇന്റലിജൻസ് ഉണ്ടാവുന്നതാണ് നല്ലത്. നമ്മൾ എന്തുമാത്രം ഇമോഷൻസ് നമുക്കാകാം എന്നുള്ളൊരു കണക്കുണ്ട്. ഓക്കെ, മഹാഭാരതം ഭഗവത്ഗീതയുടെ കഥയും കൂടി പറയാം. ഇമോഷൻസ് പറഞ്ഞിട്ടുണ്ട്. ബോറടിക്കുന്നുണ്ടോ? എനിക്ക് സത്യത്തിൽ എനിക്ക് നല്ലവണ്ണം വിഷമം തോന്നുന്നുണ്ട്. പാവങ്ങളെ കുറച്ച് പേര് ഇങ്ങനെ കണ്ണും തൊട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ അവരെ കൊല്ലയാണോ ദൈവമേ എന്നുള്ള ഒരു ചിന്ത എനിക്ക്. ഞാൻ ഭയങ്കര എമ്പതിയുള്ള മനുഷ്യനാണ്. ക്ലാസ്സിനകത്തായിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെ സംഭവിക്കത്തില്ല. നമ്മൾ അവിടെ വന്നിട്ടുണ്ടാവില്ല. നമ്മൾ ചിരിച്ചു കളിച്ച് ബോളമൊക്കെ വെച്ച് അല്ലേ. ഇപ്പം സുധീർ സാറൊക്കെ ഇപ്പൊ പൊളിച്ചടിക്കണേ ഇപ്പൊ അല്ലെ, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്തുതരാം ക്ലാസ്സിൽ അല്ലെ. അപ്പൊ മറ്റാരും എന്നോട് മിണ്ടുന്നുമില്ല. അപ്പം അതുകൊണ്ട് ഞാനിങ്ങനെ ഒറ്റയ്ക്ക് സംസാരിക്കുന്നു അല്ലെ, നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ള ഒരു അവരൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് സാർ. അതാണ് ഭയങ്കര ആക്റ്റീവ് ലിസണിങ് ആണ്. കംപ്ലീറ്റ്ലി മൈൻഡ്ഫുൾ അല്ലേ. അല്ലേ, മൈൻഡ്ഫുൾനെസ് എന്ന് കേട്ടിട്ടുണ്ടോ? വീഡിയോ ഓഫ് ചെയ്തിട്ട് പോയിട്ടുണ്ട്. ഇതൊക്കെ എനിക്ക് അറിയാമല്ലോ. നമ്മുടെ മനുഷ്യരെ പോയില്ലെങ്കിൽ നമ്മളിത് മനുഷ്യരൊന്നുമല്ല. ഞാൻ ഒരിക്കലും പ്രതീക്ഷ ഇതിനകത്ത് ഇരിക്കുന്നതിനകത്ത് ദൈവമേ ഇനി ഇയാൾ എപ്പോ മതിയാക്കും ചിരിക്കുന്ന ആൾക്കാരുണ്ട് ഒരുപാട്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട്. ഒന്നും കുറ്റം പലരും ഓഫ് ചെയ്തിരിക്കുന്ന പലരും ശ്രദ്ധിച്ചിരിക്കുന്നവരും ഉണ്ടാവും. അത് നമുക്ക് എല്ലാരെയും അങ്ങനെ നമുക്ക് അതിനകത്ത് യാതൊരു വിഷമവുമില്ല സുദീപ് സാറ്. കാര്യം ഞാൻ ഈ സ്ഥിരമായിട്ട് ക്ലാസ് എടുക്കുന്ന ആളായതുകൊണ്ട് എനിക്ക് അറിയാലോ ഒരു ക്ലാസിന്റെ പൊതു സ്വഭാവം എന്താന്നുള്ളത് അല്ലേ. അപ്പൊ അത് ഒരു വിഷമമുള്ള കാര്യമൊന്നുമല്ല. അതൊന്നും ഞാനിങ്ങനെ പറയണത് എന്തെങ്കിലുമൊക്കെ നമ്മൾ സംസാരിക്കുന്നതിന്റെ കൂട്ടത്തിൽ എന്തെങ്കിലും പഠിപ്പിക്കാന്നുള്ളതാണ്. അല്ലാതെ ഞാൻ ഈ പവർ പോയിന്റ് പോലും ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളല്ല. എനിക്ക് ഇഷ്ടമല്ല. നിങ്ങളുടെ ജീവിതത്തിൽ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ വാട്സപ്പിലും ഫേസ്ബുക്കിലും എല്ലായിടത്തും വീഡിയോയും പ്രസന്റേഷനും അതും കണ്ടിട്ട് ഞാനും കൂടെ വന്നത് കാണിച്ചിട്ട് എന്ത് ചെയ്യാനാണ്? അപ്പം അതുകൊണ്ടാണ് വിചാരിക്കുന്നത് അതിന്റെ ഒന്നും ആവശ്യമില്ല. വിൽ ഹാവ് എൻ ഇന്ററാക്ഷൻ. ഓക്കെ. അപ്പോ പിന്നെ ഞാൻ പറഞ്ഞു, അപ്പൊ ഇൻട്രാപേഴ്സണൽ എന്ന് പറയുന്നത് നമ്മൾ വല്ലപ്പോഴും കൂടിയൊക്കെ നമ്മുടെ ലൈഫിനെ ഇൻട്രോസ്പെക്ട് ചെയ്യണം. ഇൻട്രോസ്പെക്റ്റീവ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു ആത്മപരിശോധന നടക്കുന്നത്. ഞാൻ ക്ലാസ്സിനകത്ത് എഴുതിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, കഥ ഇതുവരെ അല്ലെ. അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു നമ്മൾ ജനിച്ച ദിവസം ഇല്ല, നമ്മൾ ജനിച്ചു അല്ലെ, അവിടെ പൂജാതനായി. അന്ന് മുതൽ നമ്മൾ ഇന്ന് വരെ എങ്ങനെയാണ് നമ്മുടെ ജീവിതം എന്നൊന്നും എഴുതി നോക്കുമ്പോൾ ഇനി അങ്ങോട്ട് എങ്ങനെയെന്ന് നമുക്കിനെ തീരുമാനിക്കാൻ പറ്റും. ഇനി അങ്ങോട്ട് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ജീവിതം ജീവിക്കാൻ പോകുന്നത്. അത് നമ്മുടെ കഥ നമ്മളാ എഴുതുന്നത് അല്ലെ. നമുക്കതിനെ ഒരു റൊമാൻറ്റിക് കോമഡി ആക്കാം, സയന്റിഫിക് ഫിക്ഷൻ ആക്കാം, ഒരു ത്രില്ലർ ആക്കാം, ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ ആക്കാം അല്ലെ, അല്ലെങ്കിൽ ഒരു സ്പൂഫ് മൂവി ആക്കാം, ഒരു ഫാന്റസി ആക്കാം. ഇറ്റ്സ് ഓൾ അപ് ടു യു. നമ്മൾ ഹൗ എഫക്റ്റീവ്ലി വി ആർ തിങ്കിങ് അബൌട്ട് അവർ ലൈഫ്. അപ്പൊ അങ്ങനെയുള്ള ഒരു രീതിയിൽ നമ്മൾ ഒരു മുന്നോട്ട് നമ്മൾ അപ്പൊ ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുന്നത് ലൈഫിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്. ഇപ്പോ ഒരു പക്ഷേ നിങ്ങളുടെ ഒരു 10ാം ക്ലാസ് കഴിയുന്ന സമയത്ത് എന്നെ പോലെയൊക്കെയുള്ള കരിയർ ഗൈഡിന്റെ ഒക്കെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ
ഒരുപക്ഷെ ഞാൻ പോലും ഇങ്ങനെ ആവില്ലായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഡോക്ടർ അല്ല ആവുന്നതായിരിക്കും. കാര്യം എന്ന് വെച്ചാല് ആ ഒരു 10ാം ക്ലാസ് കഴിയുന്ന സമയത്ത് കൃത്യമായി നിങ്ങളുടെ പേഴ്സണാലിറ്റിയും സൈക്കോളജിയും ഒക്കെ അസസ് ചെയ്തതിനു ശേഷം ഒരു കരിയർ പാത്തിനകത്തോടെ നയിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ നമ്മളിൽ എത്ര പേരാണ് ഡോക്ടർ ആവുന്നത്, എത്ര പേര് എഞ്ചിനീയർ ആവും? 80% ആവത്തില്ല. ഇറ്റ്സ് എ ഫാക്ട്. വി വിൽ ഡു സംതിങ് എൽസ്. അതിന്റെ അർത്ഥം ഇപ്പൊ ചെയ്തത് കുഴപ്പമാണെന്നാണോ? അല്ല. നോ, വി ഹാവ് ടു തിങ്ക് ഹൗ എഫക്റ്റീവ്ലി ആൻഡ് ഹൗ ഡിഫറെന്റ്ലി ആൻഡ് ഹൗ ഇൻട്രസ്റ്റിംഗ്ലി വി ആർ ഗോയിങ് ടു ഡു ദിസ്. കാര്യം ഒരു മനുഷ്യന്റെ കോമൺ സെൻസ് ആണ്. നമുക്ക് ഒരു മനുഷ്യൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, അല്ലെ? ലുക്ക് അറ്റ് ദ എക്സാമ്പിൾ. ഇപ്പൊ നാളെ ഇലക്ഷൻ റിസൾട്ട് വരും. എത്രയോ ആൾക്കാർ പുതിയതായിട്ട് മന്ത്രിമാരാകും, അല്ലെ? അവരെല്ലാവരും പൊളിറ്റിക്കൽ സയൻസ് പഠിച്ചിട്ടാണോ മന്ത്രിയാവുന്നത്? അല്ല. ഹ്യൂമൻ എഫിഷ്യൻസി എന്നൊരു സാധനമുണ്ട്, ഹ്യൂമൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന സാധനമുണ്ട്. അത് വളരെ വലുതാണ്. അതിനെ പരമാവധി ഉപയോഗിക്കാനുള്ള ഒരു ഇന്നോവേഷൻ നമ്മുടെ ലൈഫിനകത്ത് നമുക്ക് ഉണ്ടാവണം എന്നുള്ളതാണ്. നേരത്തെ ഞാൻ പറഞ്ഞു ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ് ആൻഡ് ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ്. ഇന്റർപേഴ്സണൽ ഞാൻ പറഞ്ഞു, നമ്മൾ ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് നമ്മൾ എത്ര അസസ് ചെയ്യാനുള്ളൂ? നമ്മുടെ ലൈഫിനകത്ത് ഇതുവരെ നമ്മൾ ജീവിച്ചപ്പോ ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട്. നമ്മൾ കണ്ട 80% ആൾക്കാർക്കും നമ്മളോട് വളരെയധികം ഇഷ്ടമാണ് എന്നാണ് നിങ്ങളുടെ അഭിപ്രായമെങ്കിൽ നിങ്ങൾ അത്യാവശ്യം കൊള്ളാവുന്ന ഒരു മനുഷ്യനാണ്. നമുക്ക് പരിചയമുള്ള 80% പേർക്കും നമ്മളോട് കലിപ്പൊന്നുമില്ല, സ്നേഹം വേണ്ട, കലിപ്പൊന്നുമില്ല, കൊള്ളാം. 50% പേർക്കേ നമ്മളോട് താല്പര്യമുള്ളൂ. ബാക്കി 50% പേർക്കും നമ്മളോട് വലിയ നല്ല അഭിപ്രായമൊന്നുമില്ല എന്നാണ് നിങ്ങളുടെ അഭിപ്രായമെങ്കിൽ നിങ്ങളെ കുറിച്ച് ഒരു സൈക്കോളജിസ്റ്റ് കൺസൾട്ടേഷൻ ഒക്കെ നല്ലതായിരിക്കും. കാര്യം എന്ന് വെച്ചാൽ അത്യാവശ്യം ചൊറി നിങ്ങളുടെ ഭാഗത്തുണ്ട്, അതൊന്ന് മാറുന്നത് നല്ലതായിരിക്കും. ഓക്കെ. ഇനി നിങ്ങൾ ചിന്തിക്കുകയാണ്, എനിക്ക് അറിയാവുന്നതിൽ 80% പേർക്കും എന്നോട് വലിയ താല്പര്യമൊന്നുമില്ല എന്നാണെങ്കിൽ സൈക്കോളജിസ്റ്റ് മതിയാവില്ല, സൈക്യാട്രിസ്റ്റ് തന്നെ വേണ്ടിവരും എന്ന് കാണുന്നത് നല്ലതായിരിക്കും. കാര്യം എന്ന് വെച്ചാല് കാര്യമായ എന്തോ ഒരു തകരാറ് നമുക്കുണ്ട്. ഇനി നിങ്ങൾ ചിന്തിക്കുകയാണ്, എന്നെ ഇവിടെ ആർക്കും ഇഷ്ടമല്ല, കാര്യം ഇവിടെ ആരും ശരിയല്ല എന്നാണെങ്കിൽ കടത്തി ചികിത്സ അത്യാവശ്യമാണ്. നമ്മള് നിന്നിട്ടും കാര്യമില്ല. ഇനി 100% പേർക്കും നമ്മളെ ഇഷ്ടമാണെന്ന് ചിന്തിച്ചാലും എന്തോ കാര്യമായ കുഴപ്പമുണ്ട്. കാര്യം എന്ന് വെച്ചാല് 100% പേരും നമ്മളെ ഇഷ്ടപ്പെടുത്തുന്നില്ല. നമുക്കൊരു നിലപാടില്ല എന്നാണ് എൻ്റെ അർത്ഥം, അല്ലെ? നമുക്കൊരു നിലപാടുണ്ടെങ്കിൽ ഒരു 80-70% പേരൊക്കെ നമ്മളോട് വലിയ കാര്യമായിരിക്കും. ബാക്കിയൊക്കെ നമ്മളെ കാണുമ്പം ഒന്ന് ചൊറിയൊക്കെ ചെയ്യും. അതൊക്കെ ലൈഫിന്റെ ഒരു ഭാഗമാണ്, അത് വേണം. അല്ലെങ്കിൽ നമ്മളൊരിക്കലും അല്ലെ. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയൂ. ഇപ്പം മോഹൻലാലിനെ 50% പേർക്ക് ഇഷ്ടം, മമ്മൂട്ടി 50%. അതുകൊണ്ടാണ് അവർ രണ്ടൊരു മമ്മൂട്ടി മോഹൻലാലായത്. ഒരുപാട് പേർക്ക് ഇല്ലെ ഒരു വലിയ സെലിബ്രിറ്റി ആവുകയും കുറെ ഇപ്പൊ പിണറായി വിജയനെ 50% പേർക്ക് വെറുപ്പാണ്, 50% പേർക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് പുള്ളി മുഖ്യമന്ത്രിയായി. അല്ലെ? ഒരാൾ സെലിബ്രിറ്റി ആകുമ്പോ എല്ലാവരും ഇഷ്ടപ്പെടാൻ പാടില്ല, അല്ലെ? ഉമ്മൻചാണ്ടിയും പിണറായി വിജയനൊക്കെ അങ്ങനെയാണല്ലേ. അതുകൊണ്ടാണ് അവർ എന്ത് ചെയ്ത് അവര് മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ ഒക്കെ ആവുന്നത്. അതുകൊണ്ടാണ് എല്ലാവരും ഇഷ്ടപ്പെടാൻ എന്ത് ചെയ്യും, കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് ഒരു നിലപാടുള്ളവരോട് ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസം കാണും, പക്ഷെ അതിന്റെ എണ്ണം കൂടുന്നത് അത്ര നല്ലതല്ല എന്നാണ് ഞാൻ പറയുന്നത്. അതാണ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഇത് മതി. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇതിനകത്ത് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറിക്കകത്ത് ഞാൻ 4 പോയിന്റ്സ് പ്രധാനമായിട്ട് പറഞ്ഞത്. അതൊന്ന് നമ്മുടെ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ, രണ്ടാമത്തെ നമ്മുടെ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പിന്റെ ഒരു കഴിവ്. നമ്മളെ കുറിച്ചുള്ള ഒരു അറിവുണ്ടാക്കുക, മറ്റുള്ളവരെ കുറിച്ച് നമ്മൾ ഒരു അറിവുണ്ടാക്കുക. ഇനിയുള്ളത് നമുക്ക് കൈനസ്തെറ്റിക് ഇന്റലിജൻസ് എന്ന് പറയും, അല്ലെ? കൈനസ്തെറ്റിക് ഇന്റലിജൻസ്. ഡോക്ടേഴ്സിനും ആക്ടേഴ്സ് ആവാം, ഡാൻസേഴ്സ് ആവാം, അല്ലെ? സ്പോർട്ടിങ്. ഞാൻ കാര്യമായിട്ട് പറയാം, നമുക്കൊരു നല്ല ഹോബി ഉണ്ടാവണം, അല്ലെ? നമുക്ക് ധൈര്യം ഉണ്ടാവണം. ഹു ഡേഴ്സ് wins എന്നാണ് പറയുന്നത്. Who dares wins. If you ask me to give me one message for the day, that is nothing but ഇതാണ്, who dares wins. ഇത്രയേ ഉള്ളൂ എനിക്ക് തരാനുള്ള ഒരു മെസ്സേജ്. എന്ന് വെച്ചാല് നമ്മളൊരിക്കലും മറ്റുള്ളവർ നമ്മളെക്കാളും എന്തോ വലിയ കഴിവുള്ളവരാണ്, അവർ ജനിച്ചത് അഭിനയിക്കാനാണ്, അവർ ജനിച്ചത് കഥ എഴുതാനാണ്, അവർ ജനിച്ചത് പാടാനാണ്, അവർ ജനിച്ചത് അത് ചേരാനാണ്, നമ്മൾ അങ്ങനെ അല്ല എന്ന് ചിന്തിച്ചാൽ നിങ്ങൾ അങ്ങനെ അല്ല. നമുക്കൊരു സ്കില്ലുണ്ടെങ്കിൽ ആ സ്കില്ല് നമ്മൾ ചെയ്താലും ശരിയാകും എന്ന് ചിന്തിച്ചാൽ നിങ്ങൾ അതാണ് ഹൂ ഡയേഴ്സ് വിൻസ്. അപ്പോ ബി ഡയറിങ്, അത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്.
ഇപ്പൊ ഇന്ത്യ മഹാരാജ്യത്ത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളല്ല എല്ലായ്പ്പോഴും നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ. അരവിന്ദ് കെജ്രിവാൾ എന്ന ആള് പഠിച്ചത് IIT ഖരഗ്പൂരിലാണ്. പക്ഷെ ഇപ്പൊ ആളെന്താ ചീഫ് മിനിസ്റ്റർ അല്ലെ. അപ്പോ ഞാനത് നിങ്ങളെ വേറെ നെഗറ്റീവായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നതല്ല. നമ്മൾ അങ്ങനെ ചിന്തിച്ചു തുടങ്ങണം. നമുക്ക് എന്തൊക്കെ ഇനി ചെയ്യാൻ പറ്റും. ലൈഫിനകത്ത് വെറൈറ്റി ഇല്ലെങ്കിൽ, വിവിഡ്നെസ് ഇല്ലെങ്കിൽ ലൈഫ് വിൽ ബി വെരി ബോറിംഗ് അല്ലെ. ആരും ഇവിടെ ഇപ്പൊ നിവിൻ പോളിയും ടൊവിനൊക്കെ ഇവിടെ എന്താ പഠിക്കാൻ പോയത്? എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോയത്. അവരെല്ലാവരും എന്താണ് ഫിലിം സ്റ്റാർസ് ആണ് അല്ലേ. ഞാൻ പറയണത്, പ്ലീസ് നോട്ട് അണ്ടർ എസ്റ്റിമേറ്റ് യുവർ എബിലിറ്റീസ്, യുവർ സ്കിൽസ്. ട്രൈ സംതിങ് ന്യൂ. നമുക്ക് മിക്കവാറും എല്ലാ സ്മാർട്ടായിട്ടുള്ള ആൾക്കാർക്കും രണ്ട് തരം ജീവിതം വേണം. വൺ ഈസ് ഫോർ ബ്രെഡ്, സെക്കൻഡ് ഈസ് ഫോർ ലൈഫ്. ഓക്കെ, നമ്മുടെ ലൈഫ് എന്താണ് നമ്മൾ ചിന്തിക്കണം. ഒന്ന് ബ്രെഡിന് വേണ്ടിയിട്ട് നമുക്ക് ജീവിക്കണം അല്ലേ, നമ്മുടെ ഡേ ടു ഡേ ആഫ്. അപ്പൊ ഒരു ദർ ഷുഡ് ബി എ ബോൺ റെസ്പോൺസിബിലിറ്റി ടു ഡു. നമ്മൾ രാവിലെ പോയി നമ്മളതിനെ എൻജോയ് ചെയ്യണം, നമ്മളതിനെ ഇഷ്ടപ്പെടണം. പക്ഷെ അത് മാത്രമല്ല ലൈഫ് എന്ന് പറയുന്നത്. ദർ ഷുഡ് ബി ലൈഫ്. വാട്ട് ആർ യു ഗോയിങ് ടു ഡു ഫോർ യുവർ ലൈഫ് എന്നുള്ളതാണ് ചോദ്യം. ലൈഫ് ഈസ് ലിവിങ് എന്നാണ് പറയുന്നത് അല്ലേ. അപ്പൊ ദാറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ അത് ഐഡന്റിഫൈ ചെയ്യണം. സെൽഫ് അവയർനെസ് എന്ന് വെച്ചാൽ അതാ. സെൽഫ് അവയർനെസ് എന്ന് വെച്ചാൽ അതാണ്. ഒരു പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെ ഏറ്റവും നല്ല എല്ലാ ദിവസവും പോകുന്നു. നിങ്ങളിൽ ഏതൊക്കെ അധ്യാപകരാണോ, ഇപ്പൊ ഞാൻ പല കോളേജിലും പോകുമ്പോൾ എനിക്ക് ഇവിടുത്തെ അധ്യാപകർ പലപ്പോഴും MBA ഒക്കെ പഠിപ്പിക്കും. നേരത്തെ തന്നെ ഒരു മുൻവിധി തരും, സാറേ ഇവിടുത്തെ പിള്ളേരൊന്നും ശരിയല്ല. ഞാൻ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസിഡന്റ് ട്രെയിനറാണ്. ഐ എം എ ടീച്ചേഴ്സ് ട്രെയിനർ. ഐ നോ വാട്ട് ഐ എം ടെല്ലിങ്. ആദ്യം വരുന്ന മുൻവിധിയാണ് ഇവിടുത്തെ പിള്ളേരൊന്നും ശരിയല്ല, സാർ വിചാരിക്കും പോലത്തെ പിള്ളേരല്ല ഇവിടെ ഉള്ളത്. അപ്പൊ എനിക്ക് മനസ്സിലായി മാടമ്പള്ളിയിലെ യഥാർത്ഥ മനോരോഗി ആരാണ് എനിക്ക് മനസ്സിലായി. കാര്യം ഇല്ലേ, നിങ്ങൾ അങ്ങനെയാണെങ്കിൽ അത് മാറ്റുക. അത് മാറ്റണം. നാണക്കേടാണ് അതൊക്കെ. അതേ കുട്ടികളെ വേറൊരു അധ്യാപകന അഭിപ്രായമാണോ ഉള്ളത്? അല്ല. ദേ ഹാവ് എ ഡിഫറെന്റ് ഒപ്പീനിയൻ ഇല്ലേ. ഒരു MBA കോളേജില് വളരെയധികം മോശമെന്ന് വിധി എഴുതിയിരുന്ന എല്ലാവരും വിധി എഴുതിയൊരു ക്ലാസ്സിനകത്ത് കുട്ടികളുടെ ഇന്നത്തെ അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ പേര് തന്നെ പ്രവീൺ സാർ ഉള്ള ഗ്രൂപ്പ്. അത്രയും അവർ ഇന്റിമേറ്റ് ആയി ഞാൻ പറ്റുന്നുള്ളത്. നമുക്കത് പറ്റും. എല്ലാവരും ഇത് ശരിയാവത്തില്ലേ, ഗ്രൂപ്പ് ഭയങ്കര മോശമാണ്, പിള്ളേർ അവിടെ ക്ലാസ്സിൽ കയറാൻ പറ്റത്തില്ല അല്ല, അതൊക്കെ വെറുതെ പറയുന്നതാണ്. ഒരു അധ്യാപകൻ എന്ന് പറഞ്ഞാൽ ആദ്യം നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ടെന്ന വിശ്വാസത്തിലാണ് പറയുന്നത്. ആ ഒരു ചിന്ത, ഇവിടുത്തെ പിള്ളേര് ശരിയല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ യു ഹാവ് ടു ഡെഫിനറ്റ്ലി റീതിങ്ക് വെദർ യു ആർ എലിജിബിൾ ടു ടീച്ച് ഓർ നോട്ട്. ഞാൻ ചില കാര്യങ്ങൾ പറയുന്നത് അങ്ങ് മുഖത്ത് നോക്കി പറയും, അല്ലെങ്കിൽ രസമല്ല, അഗ്രസീവ് അല്ല, അത് അസർട്ടീവ് ആണ്. പിള്ളേര് ശരിയല്ല എന്ന് തോന്നുന്നവരെല്ലാവരും ചിന്തിക്കേണ്ടത് വെദർ ഞാൻ എന്നാണ് എന്നെ ഒരു അധ്യാപകനാക്കി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്തത് എന്ന് ചിന്തിച്ചു നോക്കണം. എന്നാണ് ഞാൻ എന്നെ ഒരു മികച്ച അധ്യാപകനാക്കി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഹാർഡ് വർക്ക് ചെയ്തത് എന്ന് ചിന്തിച്ചു നോക്കണം. എന്നിട്ട് മാത്രമേ നമ്മൾ എന്ത് ചെയ്തോ. ഒരു ക്ലാസ്സിനകത്ത് ഇപ്പൊ നിങ്ങളിപ്പോ 80 പേര് 80-90 പേരുണ്ടായിരുന്നു. അതിനകത്ത് ഒരാളൊരു മോശം അഭിപ്രായം പറഞ്ഞെന്ന് വെച്ചിട്ട് ആ ക്ലാസ് മൊത്തം ശരിയല്ലെന്ന് ഞാൻ പറഞ്ഞാലോ, ഹൗ ബാഡ് ഇറ്റ് വിൽ ബി അല്ലേ. 1-2 പേര് എൻ്റെ അടുത്ത് ചിലപ്പോൾ ഉടക്കുണ്ടാക്കി അടി ഉണ്ടാക്കി, സാറേ ചുമ്മാ സമയം മെനക്കെടുത്തിക്കാതെ മറ്റു കാര്യങ്ങളൊക്കെ ഇതല്ലേ ഇങ്ങനെയൊക്കെ സംസാരിച്ചാലും ഞാൻ പറയണം ആ ഒരു PS കോളേജ് എന്ന് പറയുന്ന കോളേജ് മൊത്തത്തിൽ പോക്ക ശരിയല്ല, ഒരിക്കലും കൊള്ളത്തില്ല. സോ ഡിഫിക്കൽട്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ ഒരു ഇതുവരെ ഞാൻ പറഞ്ഞതിനകത്ത് ഇത്രയേ ഉള്ളൂ. ഒരു എംപ്ലോയി എന്ന നിലയ്ക്ക് നിങ്ങളുടെ ഒരു എഫക്റ്റീവ്നെസ് കൂട്ടുക, ഇൻട്രോസ്പെക്ട് ആൻഡ് ഐഡന്റിഫൈ വാട്ട് എൽസ് യു ക്യാൻ ഡു ടു മേക്ക് യുവർ ലൈഫ് മോർ ബ്യൂട്ടിഫുൾ. മൂന്നാമത്തേത്, ഹൗ യു ക്യാൻ ബിക്കം എ വെരി ഗുഡ് ഡോക്ടർ വേർ ദ പേഷ്യൻസ് വിൽ ലവ് ടു കം ആൻഡ് മീറ്റ് യു. അവർ കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ട്. നാലാമത്തേത്, ഇനി ഒരിക്കൽ പോലും കുട്ടികൾ ശരിയല്ല എന്ന് പറയുന്ന ഒരു അധ്യാപകനാവാനോ അധ്യാപികയാവാനോ പറ്റുമോ? ഇത്രയാണ് ഞാൻ പറഞ്ഞത്. 1 മണിക്കൂറായി അല്ലെ. എനിക്ക് സഹതാപമുണ്ട് നിങ്ങളോട്. അപ്പൊ ഇനി ഒരു 1-2 ഇന്ററാക്ഷൻ നടന്നതിന് ശേഷം മാത്രമേ ഞാൻ സംസാരിക്കത്തുള്ളൂ.
ഇതുവരെ കേട്ടതിനകത്ത് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ അഭിപ്രായം ഇങ്ങോട്ട് പറയൂ, അല്ലെങ്കിൽ എന്നോട് എന്തെങ്കിലും പുതിയതായിട്ട് എന്നെ കൊണ്ട് സംസാരിപ്പിക്കൂ. ഇപ്പോൾ നേരത്തെ അല്ലെ ബിജുവും സുദീപ് സാറും ഒക്കെ സംസാരിച്ചപ്പോൾ എനിക്ക് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാൻ, ഇനിയും സംസാരിക്കേണ്ട കണ്ടന്റ് ഒരുപാടുണ്ട് ഇല്ലേ? കാണുമ്പോലെ അല്ല, കണ്ടന്റിന്റെ ഒരു പൂരമാണ്. പക്ഷെ അതെല്ലാം കൂടെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് കയറണ്ടേ, ഒരു ഇൻട്രസ്റ്റിംഗ് ആവണ്ടേ, കണ്ടന്റ് ഒക്കെ ആവശ്യം പോലെ ഉണ്ട്. ഓക്കെ, സൈക്കോളജി ഒക്കെ ഏകദേശം മൊത്തം വേണമെങ്കിൽ സംസാരിക്കാം, പക്ഷെ അതൊന്നും ഇപ്പം അതിന്റെ ആവശ്യമല്ല. I will definitely speak 2-3 more better points. പക്ഷെ അതിന് മുമ്പ് I want to hear from you. ഇതുവരെ പറഞ്ഞതിൽ നിന്നും എന്ത് മനസ്സിലായി, എന്താണ് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? You do have any questions? ഞാൻ നേരത്തെ തുടങ്ങുന്നതാണ് ഇൻട്രസ്റ്റ്. എല്ലായ്പ്പോഴും വല്ലപ്പോഴും കൂടെ സ്കൂളിൽ പോകുന്നത് നല്ലതല്ല. ഞങ്ങളൊക്കെ ഡോക്ടേഴ്സാണ്, ഞങ്ങളൊക്കെ പഠിപ്പിക്കുന്നവരാണ്, അങ്ങനെയല്ല അല്ലെ? നമ്മളെല്ലായ്പ്പോഴും curiosity is everything. Okay, so please ask me questions. Be curious. എനിക്ക് അറിയില്ലെങ്കിൽ ഞാൻ അന്തസ്സായിട്ട് അറിയില്ല എന്ന് പറയും. സർ ഇത് ക്വസ്റ്റ്യൻ അല്ല സർ, കേൾക്കുന്നുണ്ടോ സർ? യാ, നമ്മുടെ പ്രൊഫഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആദർശാണോ സംസാരിക്കുന്നത്? അതെ അതെ അതെ. അപ്പൊ മെയിൻലി നമുക്കൊരു ഇഷ്യൂ വരുന്നതെന്ന് പറഞ്ഞാൽ ടൈം ഒരു വലിയ കൺസ്ട്രെയിന്റ് ആണ്. കാരണം നമ്മളെ വർക്ക് ചെയ്തിട്ട് എത്തുന്നത് തന്നെ രാത്രിയാണ്. പല കാര്യങ്ങളും ചെയ്യാൻ നമുക്ക് സമയം കിട്ടുന്നില്ല. ഇഷ്ടമുള്ള കാര്യങ്ങളാണെങ്കിലും വേറൊരു ഹോബി ആണെങ്കിലും അതിന് ചെയ്യാൻ നമുക്ക് സമയം വളരെ പരിമിതമാണ്. അപ്പൊ അത് എങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യാന്നുള്ളത്. ഓക്കെ, ഞാൻ പ്രായോഗികമായി കാര്യങ്ങൾ മനസ്സിലാക്കാത്ത ആളല്ല ഇല്ലേ? നമ്മളെല്ലാരും മനുഷ്യൻ ബേസിക്കലി മടിയനാണ് എന്നുള്ളതാണ് സത്യം. ഇല്ല, അതിനകത്ത് ഒരു സംശയവും വേണ്ട. അതിനകത്ത് ഒരു പാരറ്റോ തിയറി എന്നൊരു സാധനമുണ്ട്. അതിനകത്ത് ഇറ്റാലിയൻ ഫിലോസഫർ ആയിട്ടുള്ള ഒരു ഇറ്റാലിയൻ എക്കണോമിസ്റ്റിന്റെ ഒരു തിയറിയാണ് 80-20 പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. 80% of the people are controlled by the external environment. 20% of the people are controlled by their internal environment. Let me complete this. അതിനകത്ത് 80% പേര് എന്നാ നമ്മൾ വിളിക്കുന്നത് മാസ് എന്നാണ് വിളിക്കുന്നത്, പൊതുജനം. നമ്മുടെ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ സിനിമയിൽ മാസം എന്ന് പറഞ്ഞാൽ മരണമാസം എന്ന് പറയുന്ന വേറെ സാധനമാണ്, അതല്ല. ഇത് മാസം എന്ന് പറഞ്ഞാൽ പൊതുജനം. 20% നമ്മൾ വിളിക്കുന്ന ക്ലാസ് എന്ന് വിളിക്കുന്നു. വ്യത്യാസം, ഈ 20% പേരാണ് ലോകത്തെ 80% സ്വത്തും അധികാരവും ഒക്കെ കൈയാളുന്നത്. 80% for 20% and 20% for the remaining 80%. 20% ആണ് 80% പേർക്ക്. അതായത് ഈ ലോകത്തുള്ള സ്വത്തും ധനവും സന്തോഷവും അധികാരത്തിന്റെയും 20% 80% പേര് പങ്കിടുമ്പോ 80%വും 20% പേര് പങ്കിടുന്ന ഒരു കണക്ക്. ഇന്ത്യയിൽ തന്നെ ഇന്ത്യയിലെ പണക്കാരന്മാരുടെ ഒരു 1% കയ്യിലാണ് ഏകദേശം 90% വെൽത്തും 95% വെൽത്തും ഉള്ളത്. ഓക്കെ, അത് ഇറ്റ്സ് എ വെരി ഡിഫറെന്റ് എക്കണോമിക് തിയറി. ഞാൻ പറയുന്നത് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു പീപ്പിൾ എന്ന് ചോദിച്ചാല്, ആ 20% എന്ന് പറയുന്നവര് ദെയർ ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ ഉള്ളവരാണ്. ദെയർ കൺട്രോൾ ഈസ് ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ. കാര്യം അകത്തുനിന്നാണ് അവരുടെ നിയന്ത്രണം. They are able to control themselves under any circumstances. പിന്നെ ഒരു കാര്യം കൂടെ അവർക്കുണ്ട്, they are in a area where they can apply their heart 100%. അതും കൂടെ ഉണ്ട് അതിനകത്ത്. 80% എന്ന് പറഞ്ഞാൽ they are controlled by the external environment and most of them are not ready to apply their heart in what they are doing because their heart is not close to what they are doing. It's a reality. അപ്പൊ ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ഈ വളരെ ഫേമസ് ആയിട്ടുള്ള എഴുത്തുകാരെ പറ്റിയൊക്കെ ഇപ്പൊ അവരെല്ലാരും കുറച്ച് ഉറങ്ങുന്നവരാണ്. ഞാൻ അങ്ങനെ ഉറങ്ങരുതെന്നല്ല പറയുന്നത്. ഇപ്പൊ തരൂറിനോട് ഈ തരൂറിന്റെ എക്സാമ്പിൾ ഒക്കെ പറയുമ്പോൾ വിചാരിക്കില്ല ഞാനൊരു, പക്ഷെ ഐ ലൈക്ക് ഹിം. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ അവരെ പറ്റി വായിക്കാറുണ്ട്. എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, തരൂർ, ഓപ്ര വിൻഫ്രി, ബറാക് ഒബാമ, അയാളുടെ വൈഫ് മിഷേലൊക്കെ എന്റെ ഇന്റിമേറ്റ് ഫ്രണ്ട്സ് ആണ്. പക്ഷെ അവർക്ക് അറിയില്ല ഇങ്ങനെ ഒരു ഫ്രണ്ട് ഉള്ളത് കാര്യം. അത് അവരെ വിഷയമാണ്, എന്റെ വിഷയമല്ല അല്ലേ? കാര്യം ഞാൻ അവരെ ഫ്രണ്ട് ആണെന്നുള്ളത് എന്റെ ആവശ്യമാണ്. അല്ല, അവർക്ക് അങ്ങനെ ഒരു ആവശ്യമില്ലാത്തത് അവരെ ആവശ്യം. അത് ഞാൻ ബോധിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് ഇപ്പൊ മാർക്ക് ട്വെയിനെ പോലത്തെ ചിന്തകന്മാരും അല്ലെ വേദവ്യാസനും ഒക്കെ എന്റെ ഫ്രണ്ട്സ് ആണ്. അവർക്ക് എന്നെ തോട് താല്പര്യം ഇല്ലെങ്കിൽ അത് അവരുടെ പ്രശ്നം, എന്റെ പ്രശ്നമല്ല. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞത് ഈ തരൂരിനകത്ത് ചോദിച്ചു ഇത് എപ്പോഴാണ് ഈ ബുക്കൊക്കെ എഴുതുന്നത് ചോദിച്ചു.
സത്യം പറഞ്ഞാൽ ഈ എല്ലായ്പ്പോഴും ഒരു MBA എന്നൊക്കെ പറയുമ്പോൾ ഇല്ല, നമ്മുടെ വീട്ടിലെ ഓരോ വിഷയം വിളിച്ചു പറയുന്ന MBA ആണ്. മിക്കവാറും വിളിക്കുന്നത് കോളേജ് അഡ്മിഷന് വേണ്ടിയിട്ടായിരിക്കും, അല്ല കോളേജ് അഡ്മിഷന് വേണ്ടിയിട്ട് കൊച്ചിന്റെ കാര്യത്തിൽ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. ഒരു 11 മണിയൊക്കെ ആകുമ്പോഴേ അവരുടെ ഫോൺ ഒന്ന് നിൽക്കത്തുള്ളൂ, അതിനുശേഷം വിളിക്കുന്നവരും കാണും. എല്ലാ ദിവസവും തരൂർ എഴുതുന്നത് 11-11:30 മണി മുതൽ 2:30-3 മണി വരെ ഇരുന്നിട്ട്. അതിനുശേഷമാണ് പുള്ളിക്കാരൻ ഉറങ്ങുന്നത് 7 മണി വരെ ഉറങ്ങും. മാക്സിമം ഒരു 4 to 5 hours ഉറങ്ങത്തുള്ളൂ. അപ്പൊ അയാൾ പറയുന്നത് ഞാൻ ഐ കോംപ്രമൈസ് മൈ സ്ലീപ്പ് എന്നാ പറയുന്നത്. കാര്യം പുള്ളി പറയുന്നത് ഒരു മൾട്ടി ഫൈസഡ് പേഴ്സണാലിറ്റിയാണ്. ഒരു MB എന്ന എന്റെ സ്ഥാനം നിശ്ചയിക്കുന്നത് നിങ്ങളാണ്. നാളെ നിങ്ങളില്ല എന്ന് പറഞ്ഞാൽ ഞാനില്ല. ഒരു പൊളിറ്റീഷ്യൻ എന്ന് എന്നെ നിശ്ചയിക്കുന്നതും നിങ്ങളാണ്. ഒരു മിനിസ്റ്റർ ആവുന്ന എന്നെ നിശ്ചയിക്കുന്നതും നിങ്ങളാണ്. പക്ഷെ തരൂർ എന്ന റൈറ്ററെ നിശ്ചയിക്കുന്നത് ഞാൻ തന്നെയാണ്. ആത്യന്തികമായി ഐ വോണ്ട് ടു ബിക്കം വാട്ട് റൈറ്റർ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? അതിനു വേണ്ടിയിട്ട് സമയം കണ്ടെത്തും. അപ്പൊ അതൊരു അദമ്യമായ ആഗ്രഹമാണ് ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് ആ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി എന്ന് പറയും. ഒരു കാര്യം ചെയ്യണമെങ്കിൽ നമുക്ക് ഇച്ഛാശക്തി വേണം, പിന്നെ അത് ചെയ്യാനുള്ള ജ്ഞാനശക്തി വേണം, ക്രിയാശക്തി. ഇപ്പൊ ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒന്ന് നമ്മളെ പറയുന്നു, നമുക്ക് ഇഷ്ടമുള്ള എന്തും ചെയ്യാൻ നമ്മൾ സമയം കണ്ടെത്താറുണ്ട്. നമുക്ക് ഇഷ്ടമുണ്ടാകണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമുക്ക് അത് there are two kind of things. ഒന്ന്, there are hobbies and interests. ആൾക്കാർ പലപ്പോഴും ഇതിനെ നമ്മൾ വേർതിരിച്ചാണ് കാണുന്നത്. ഹോബി എന്ന് വെച്ചാൽ എന്താണ്? ഹോബി is something we find time under any circumstances to do it. നമ്മുടെ ഹോബി ആണെങ്കിൽ you cannot do it without sleeping. You cannot sleep without doing it. നമ്മളിപ്പോ സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ ഞാൻ ഈ ഇടയ്ക്ക് ഇൻട്രോസ്പെക്റ്റീവ് ചോദിച്ചു, എന്റെ ഏറ്റവും വലിയ ശത്രുക്കൾ ആരെല്ലാമാണ്? അപ്പൊ ആദ്യം ഞാൻ കണ്ടെത്തിയ ശത്രു ഇതാ. അഫ്കോഴ്സ് എന്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് ഇന്ന് മൊബൈൽ ഫോൺ തന്നെയാണ്. അത് വലിയ മിത്രമാണ്. പക്ഷെ പേഴ്സണലി പ്രവീണിന്റെ ഏറ്റവും വലിയ ശത്രു ഏതാന്ന് ചോദിച്ചാല്, കാര്യം എന്റെ സമയം അത് തിന്നുന്നതിന് കൈ കണക്കുണ്ട്. ഇത് നമ്മൾ എന്തോ ഒരു സമയമാണ് അത് തിന്നോണ്ട് പോകുന്നത്. അതുകൊണ്ട് വാല്യൂ അഡിഷൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, ശത്രുക്കളെ കൂടുന്നുണ്ട്. അല്ല, നമ്മളെന്തെങ്കിലുമൊക്കെ ഇരിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? വല്ല ഫേസ്ബുക്കിനകത്തൊക്കെ എന്തെങ്കിലും എഴുതിയിടുന്നു, ആരെങ്കിലും ചൊറിയുന്നു, തിരിച്ചവർ ചൊറിയുന്നു, പിന്നെ ഇല്ല രാത്രി വരാൻ അഭിപ്രായം പറയുന്നു. അപ്പൊ ഇതൊക്കെ സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ എന്റെ ഏറ്റവും വലിയ ശത്രുവിനെ ഞാൻ കണ്ടെത്തി, എന്നിട്ട് ഞാൻ ശത്രുവിനെ സ്നേഹിക്കുന്നുള്ളൂ. ദാറ്റ് ഈസ് എ ഡിഫറൻറ്റ് തിങ്. ഓക്കെ, അത് ചെയ്യുന്നു. നമ്മുടെ അഡിക്ഷൻ ആണ് അത്. നമ്മുടെ അഡിക്ഷൻസ് നമ്മൾ കുറയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. അപ്പോ എല്ലാവരും കുത്തിയിരുന്നിട്ട് ഒന്ന് ഇൻട്രോസ്പെക്ട് ചെയ്ത് നിങ്ങളുടെ ശത്രുക്കളെ കണ്ടുപിടിക്കൂ. എന്റെ ഒരു ശത്രു മൊബൈൽ ഫോണാണ്, രണ്ടാമത്തെ പുറത്ത് പറയാൻ പറ്റത്തില്ല. നമുക്കെല്ലാം ഞാൻ പറഞ്ഞു, നമുക്ക് എല്ലാവർക്കും പുറത്ത് പറയാൻ പറ്റുന്ന ശത്രുക്കളുണ്ട്, ഇല്ലാത്ത ശത്രുക്കളുണ്ട്, ഇല്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ശത്രുക്കളെ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് സമയം നമുക്ക് ലാഭിക്കാൻ പറ്റും. സമയം ഇല്ല എന്ന് പറയുന്നത് ഒരു ഫാക്റ്റ് ആണെങ്കിൽ പോലും ഇല്ലേ, പണ്ട് ഒരു എക്സാമ്പിൾ പറയാം. ഞാൻ സദ്ഗുരുവിനെ ഒന്ന് കേൾക്കാൻ പോയിരുന്നു. പുള്ളി ഒരു വലിയ മോട്ടിവേഷണൽ സ്പീക്കർ ആയതുകൊണ്ട് ഇല്ല, നമ്മളൊക്കെ ജൂനിയേഴ്സ് ആയതുകൊണ്ട് ഗുരുനാഥനെ ഒന്ന് കേട്ടോളാന്ന് വിചാരിച്ചു. പുള്ളി എങ്ങനെയാണ് ഇത്രയും കാശ് ഉണ്ടാക്കിയതെന്ന്, ഇത്രയും നന്നായിട്ട് മാർക്കറ്റ് ചെയ്യുന്നതെന്ന് അറിയണമല്ലോ. അപ്പൊ അങ്ങനെ പോയപ്പോ ഞാൻ ലേ മെറിഡിയനിൽ പോയി, ഹോട്ടൽ ലേ മെറിഡിയനിൽ പോയപ്പോ അദ്ദേഹം ഇങ്ങനെ IIT-ലൊക്കെ പഠിക്കുന്ന കുറെ മിടുക്കന്മാരായിട്ടുള്ള പിള്ളേർ കൂടെ ഉണ്ട്. അവരിങ്ങനെ ഒരു ദൈവത്തിനെ പോലെ അവതരിപ്പിക്കും, അല്ലെ, ഭയങ്കര ഒരു ദൈവിക പരിവേഷത്തിൽ അവതരിപ്പിക്കും. അപ്പത്തെ വളരെ മനോഹരമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ ക്ലാസ്സിൽ ഇരുന്ന ഒരാളിന് ഒരു വിഷമം തോന്നി. പുള്ളി ഒന്ന് ചൊറിയാൻ വേണ്ടി ചോദിച്ചു, താങ്കൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, പ്രായോഗികമായി എന്തെങ്കിലും പറയൂ. ഞാനൊരു മാനേജറാണ്, ഇല്ലേ, ഒരുപാട് ടാർഗറ്റ് എനിക്ക് അച്ചീവ് ചെയ്യാനുണ്ട്, ആ ടാർഗറ്റ് ഒക്കെ എങ്ങനെ അച്ചീവ് ചെയ്യുമെന്ന് പറയൂ എന്ന് ചോദിച്ചു, ഇല്ലേ. അപ്പോ ആ എക്സാമ്പിൾ പറയുന്നത് ഒരു നെഗറ്റീവായിട്ട് എടുക്കരുത്. ഞാനത് കേട്ടൊരു നല്ല എക്സാമ്പിൾ ആയതുകൊണ്ട് പറയുന്നതാണ്, അല്ലാതെ ആദർശ് ചോദിച്ചതിനുള്ള മറുപടി അല്ല അത്. പ്ലീസ് ഡോണ്ട് ടേക്ക് ഇറ്റ് ലൈക്ക് ദാറ്റ്. പക്ഷെ ആദർശ് ചോദിച്ചത് പോലെ അല്ല മറ്റേ പുള്ളിക്കാരൻ ചോദിച്ചത്. മറ്റേ പുള്ളിക്കാരൻ ചോദിച്ചത് ഒരുപാട് വ്യത്യാസമായിരുന്നു കേട്ടോ. അപ്പം അയാൾ പറഞ്ഞ എക്സാമ്പിൾ ആണ്, പറഞ്ഞ ആൻസർ ആണ്. ഒന്ന്, സദ്ഗുരു എന്ന് പറയുന്ന ആള് ഒരു വലിയ ബിസിനസ്സുകാരനാണ്. ഹി ഈസ് റണ്ണിങ് എ മൈറ്റി ഓർഗനൈസേഷൻ, ഇഷ ഫൗണ്ടേഷൻ. ലാക്സ് ആൻഡ് ലാക്സ് ഓഫ് വോളണ്ടിയേഴ്സ് ഉള്ള ഒരു വലിയൊരു ഓർഗനൈസേഷൻ ആണ് പുള്ളി റൺ ചെയ്യുന്നത്. കാശ് ഉണ്ടാക്കുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കാര്യം പുള്ളി പറഞ്ഞത്, യു ഫിക്സ് യുവർ സെൽഫ് ഫസ്റ്റ്. ഇഫ് യു ഫിക്സ് യുവർ സെൽഫ് ഫസ്റ്റ്, നമ്മുടെ ലോകത്തുള്ള എല്ലാ ടെക്നോളജിയും വായിക്കാറുണ്ടല്ലോ.
പക്ഷേ ദ വേൾഡ്സ് മോസ്റ്റ് സൊഫിസ്റ്റിക്കേറ്റഡ് ടെക്നോളജി എന്ന് പറയുന്നത് ഈ ഹ്യൂമൻ മെക്കാനിസം ആണ്. ബട്ട് വി നോട്ട് ഈവൻ റെഡ് ദ യൂസേഴ്സ് മാനുവൽ. നിങ്ങൾ ഡോക്ടേഴ്സ് ആയതുകൊണ്ട് അത്യാവശ്യം അനാട്ടമി ഫിസിയോളജി ഒക്കെ വായിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ എന്നാലും അതിന്റെ മനസ്സും അതിന്റെ സാധ്യതകളും എന്നൊക്കെ പറയുന്നത് ഭയങ്കര വലുതാണ്. യു നോ ഹൗ കോംപ്ലക്സ് എ ഹ്യൂമൻ ബോഡി ഈസ്. അപ്പോ ഇതിനെ നന്നായിട്ട് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് ട്യൂൺഡ് ആയിട്ട് വർക്ക് ചെയ്യും. ഒരു സിസ്റ്റം ഉണ്ടായിരിക്കും. ഡിസിപ്ലിൻ ഈസ് ദ ബ്രിഡ്ജ് ബിറ്റ്വീൻ ഗോൾസ് ആൻഡ് അക്കംപ്ലിഷ്മെന്റ്സ്. നമ്മളൊക്കെ പഠിക്കാൻ വരുമ്പോൾ സ്റ്റുഡന്റ് ആയിട്ട് എന്നെ കാണുന്നു. നിങ്ങളും ഞാനും ഒക്കെ ഒരു കാര്യം ചെയ്യണമെങ്കിൽ മറ്റതിനകത്ത് വലിയ സൈക്കോളജി ഒന്നുമില്ല. ഒരൊറ്റ കാര്യമുണ്ട്, ഡിസിപ്ലിൻ മാത്രം. ഡിസിപ്ലിൻ ഇസ് ദ ബ്രിഡ്ജ് ബിറ്റ്വീൻ ഗോൾസ് ആൻഡ് അക്കംപ്ലിഷ്മെന്റ്. ഡിസിപ്ലിൻ ഇല്ല, അതാ വിഷയം. അപ്പൊ ഇദ്ദേഹം സദ്ഗുരു അയാളോട് പറഞ്ഞാണ്, ഫസ്റ്റ് ഓഫ് ഓൾ ഹു ആസ്ക് യു ടു ബിക്കം എ മാനേജർ because you don't have the capabilities to become a manager. You are somebody like who is trying to participate in a Formula 1 race. Race participate ചെയ്യുന്നു with the old Maruti 800. It is not possible. You should have a minimum ഒരു ഫെരാരിയോ ഒരു റേസ് കാറോ വേണം. അല്ലാതെ ഒരു പഴയ ഓൾഡ് മാരുതി 800 ഉണ്ടെങ്കിൽ എന്നിട്ട് if you try to speed up to 300 km/h, what will happen to you? That is happening to you. And if you want to be productive, if you want to manage big things, first you manage this thing, the most sophisticated technology in the world. That is nothing but a human mechanism. എന്നാണ് അദ്ദേഹം പറയുന്നത്. വളരെയധികം വലിയ കാര്യമാണ്. നിങ്ങളിൽ എത്ര പേരുന്ന് രാവിലെ എക്സസൈസ് ചെയ്തു? That is my first question. എല്ലാ ദിവസവും ആലോചിക്കാറുണ്ട്, നാളെ എന്തായാലും ഞാൻ എക്സസൈസ് ചെയ്യും, തുടങ്ങും, ഇല്ലേ? നമ്മുടെ ഒരു ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഏറ്റവും വലിയ കുറവും വ്യായാമം ഇല്ലാത്തതാണ്. പക്ഷെ ഇപ്പോഴും ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ എത്ര പേര് ചെയ്തു? കാരണം പല്ല് തേക്കുന്നത് പോലെയും ടോയ്ലറ്റിൽ പോകും പോലെയും ഭക്ഷണം കഴിക്കുന്നത് പോലെയും ഒരു നെസസിറ്റി ആയി നമ്മൾ ഇതുവരെ വ്യായാമത്തെ കണ്ടിട്ടില്ല. അതുകൊണ്ട് നമ്മളത് ചെയ്യാത്തത്, അല്ലേ? ഇല്ല, അത് ചെയ്യാത്ത അതുകൊണ്ടാണ്. അപ്പോ നേരെ മറിച്ച് if you look at any famous successful human beings in this world, do you think they won't do exercise? ഈ ലോകത്തെ ഏറ്റവും വിജയികളായിട്ടുള്ള ആരെ വേണം എടുത്തു നോക്കൂ. അവർക്ക് ഈ 90% പേരും രാവിലെ they spend minimum 1 to 2 hours for getting ready. 1 to 2 hours അവർ എന്ത് ചെയ്യും? അവരുടെ വെൽബീയിങ്ങിന് വേണ്ടിയിട്ട്, അവരുടെ ഫിസിക്കൽ ആൻഡ് മെന്റൽ വെൽബീയിങ്ങിന് വേണ്ടിയിട്ട് അവർ ചെലവഴിച്ചിരിക്കും. ആൻഡ് ദേ ആർ ഗെറ്റിംഗ് റെഡി ഫോർ ദ ഡേ. വി ആർ ഗെറ്റിംഗ് ഇൻ ടു ദ ഡേ. ദറ്റ് ഇസ് ദ ഡിഫറൻസ്. നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് അങ്ങ് ദിവസം തുടങ്ങുകയാണ് ഒരു ലക്ഷ്യമില്ലാതെ. പക്ഷെ മറ്റത് അങ്ങനെയല്ല. ദേ ആർ ഗെറ്റിംഗ് റെഡി ഫോർ ദ ഡേ എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഇതിന് ഷോർട്ട് കട്ട് ഒന്നുമില്ല. ദയവായിട്ട് എന്ത് ചെയ്യണം? ഒരു 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 എക്സസൈസ് എന്നൊരു സാധനം, ഒരു റെജിം എല്ലാവരും ഉണ്ടാക്കണം. ഓക്കെ, എക്സസൈസ് ഈസ് എവറിഥിങ്. ഓക്കെ, ഈവനിങ് പ്രോഗ്രാം. ഓക്കെ, വിവേക് സാർ പറഞ്ഞു അദ്ദേഹത്തിന് ഈവനിങ് പ്രോഗ്രാമാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഈവനിങ് പ്രോഗ്രാം ആകുന്നത് നല്ലതാണ്. കാര്യം എന്ന് വെച്ചാൽ ഇപ്പോ ചില ആൾക്കാർ രാവിലെ ഏർലി ബേർഡ്സ് ആണ്. ഞാൻ സത്യത്തിൽ കുറച്ച് എഴുതാനൊക്കെ ശ്രമിക്കുന്ന ആളാണ്. അപ്പോ രാവിലെ എണീറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ നല്ലവണ്ണം എഴുതാൻ പറ്റും. നല്ല മൂടാണ്. ആ സമയം കളയണ്ട. നമ്മളൊരു പ്രൊഡക്റ്റീവ് ജോലിക്ക് ഉപയോഗിക്കുക. പക്ഷെ വൈകുന്നേരം ചെയ്യണം. യു ഹാവ് ടു ഐഡന്റിഫൈ ഏതർ ടൈം ഇൻ ദ മോർണിംഗ് ഓർ ഈവനിങ് എന്നുള്ളതാണ്. നമ്മുടെ നാടിന്റെ കൾച്ചറൊക്കെ കുറച്ച് മാറാനുണ്ട്. ഇപ്പൊ സായിപ്പന്മാരൊക്കെ ആണെങ്കിൽ വീട്ടിൽ നിന്ന് ഓഫീസിൽ നിന്ന് തിരിച്ചു പോകുന്ന വഴിക്ക് അവർ എന്ത് ചെയ്യും? ഇപ്പൊ ഓടി അങ്ങ് പോകും. അതിനുവേണ്ടി പ്രത്യേകിച്ച് സമയം കണ്ടെത്തത്തില്ല. 10 കിലോമീറ്റർ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ദേ മേ വാക്ക് ആൻഡ് റൺ ആൻഡ് ഗോ. അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട്. പക്ഷെ നമ്മുടെ നാട് അങ്ങനെയൊന്നും ഉള്ളതല്ല. പക്ഷെ ഇപ്പൊ സാറ് പറഞ്ഞു ഈവനിങ് പ്രോഗ്രാം ആണ്. അതേപോലെ നമുക്ക് ഈവനിങ്ങോ നൂണോ മോർണിംഗോ യു ഹാവ് ടു ഐഡന്റിഫൈ ടൈം. അത്രേ ഉള്ളൂ. ഫൈൻ. അപ്പൊ ഇത് ഞാൻ പറഞ്ഞത് എല്ലാ സ്മാർട്ട് ആൾക്കാരും അവരുടെ ഒരു ദിവസത്തിൽ ഒരു 1 hour they will find out for themselves. ഒറ്റയ്ക്ക് വെറുതെ നടന്നു നോക്കിയിട്ടുണ്ടോ? ഒരുപാട് നല്ല ചിന്തകൾ വരും. പല ചിന്തകളും ഉറയ്ക്കും. ഒരുപാട് നമ്മൾ ചിന്തിക്കും നമ്മളെ കുറിച്ച്. ഒറ്റയ്ക്ക് നടന്നു നോക്കും. ഇറ്റ് ഈസ് എ വെരി ഗുഡ് എക്സസൈസ് ഫോർ ബോത്ത് ദ ബോഡി ആൻഡ് മൈൻഡ്. നടന്നു നോക്കും. ഓക്കെ, ഡോക്ടേഴ്സ് ആണ്. ഞാൻ ഹെൽത്തിനെ പറ്റി അധികം പറയുന്നില്ല. പറയാം, കുഴപ്പമില്ല. പക്ഷെ എന്നാലും നിങ്ങൾക്ക് അറിയാമല്ലോ.
നമ്മുടെ വിഷയം എന്താണ് ലോകത്ത്? ഇപ്പൊ ഈ ക്ലാസ് എനിക്ക് എടുക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? ലോകത്ത് നമ്മളെല്ലാ മനുഷ്യർക്കും എന്റെ ക്ലാസ് കേൾക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് പോസിറ്റീവ് ട്രാൻസ്ഫർമേഷൻ ഉണ്ടാവണമെങ്കിൽ ഇത് കേട്ടെന്ന് പറഞ്ഞ് ഉണ്ടാകത്തുമില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ലൈഫിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന്, പക്ഷെ നമ്മളത് ചെയ്യത്തില്ല. ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള ഓരോ ചെറിയ ചെറിയ സെഷൻസ് കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ 1-2 ദിവസം ഇതങ്ങ് പോകും. വീണ്ടും അതാണ് മോട്ടിവേഷൻ ഈസ് ലൈക്ക് എ ബാത്ത്, ഇറ്റ് ഈസ് റെക്കമെൻഡ് ഡെയിലി എന്ന് പറയുന്നത്. ഒരു ദിവസം കിട്ടിയാൽ പോരാ, സ്ഥിരമായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അതാണ് ഒരു എൻവയോൺമെന്റ് ഉണ്ട്. നമുക്ക് 2 തരത്തിലുള്ള എൻവയോൺമെന്റ് ഉണ്ടാക്കാൻ പറ്റും. ഒന്ന്, നമ്മുടെ ഇന്റേണൽ എൻവയോൺമെന്റ് ഷുഡ് ബി മോട്ടിവേറ്റിംഗ്. അപ്പൊ ഇത് കേട്ടിട്ട് നിങ്ങൾ നാളെ രാവിലെ വിചാരിച്ചു നാളെ ഇനി എന്തായാലും നടക്കാൻ പോവാന്ന് വിചാരിച്ചു, അല്ലെ? രാവിലെ നടക്കാൻ പോവാന്ന് തീരുമാനിച്ചു. ഇവിടെ എന്ത് ചെയ്തു? അതിന് വേണ്ടുന്ന എല്ലാ ഷൂവും ഗാഡ്ജറ്റ്സും എല്ലാം വാങ്ങിച്ചു, അല്ലെ? എല്ലാം വാങ്ങിയിട്ട് എന്ത് ചെയ്തു? നാളെ രാവിലെ വാക്കിംഗ് ഷൂവും, അല്ലെ, ജോഗേഴ്സ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് മേക്കപ്പ് ചെയ്ത് വെളി വന്നു. മഴ പെയ്യുന്നു. ഇപ്പൊ എന്ത് ചെയ്യും? മഴ പെയ്യുന്നു. എക്സ്റ്റേണൽ എൻവയോൺമെന്റ് ഈസ് നോട്ട് പോസിറ്റീവ്. നമ്മൾ എന്ത് ചെയ്യും? ഉള്ളിൽ ഒരു ലഡു പൊട്ടി മഴയുടെ പേരും പറഞ്ഞ് എന്ത് ചെയ്യണ്ടല്ലോ, പോണ്ടല്ലോ എന്ന് ചിന്തിക്കുന്നവരാണ് എന്ത് ചെയ്തത്? 80% പേരും. പക്ഷെ 20% ആൾക്കാർ എന്ത് ചെയ്യും? ഓ, ഇറ്റ് ഈസ് റൈനിങ് ഔട്ട്സൈഡ്, ഐ വിൽ ഡു എക്സസൈസ് ഇൻ ദ ഹൗസ് ഇറ്റ്സെൽഫ്, ഇൻസൈഡ്. ഐ വിൽ ഡു സം പുഷ്-അപ്സ്, ഐ വിൽ ഡു സം സിറ്റ്-അപ്സ്, ഐ വിൽ ഡു സം സ്ട്രെച്ചേഴ്സ് ഇൻസൈഡ് എന്ന് ചിന്തിക്കും. അതാണ് 20%. ബിക്കോസ് they won't start their day by the weather. അവർ കാലാവസ്ഥ നോക്കിയിട്ടല്ല ദിവസം തുടങ്ങുന്നത്. They will do what is necessary under any circumstance. അത്രേ ഉള്ളൂ. ഓക്കെ, ഫൈൻ. ഇനി ഞാൻ ലാസ്റ്റ് പറയാൻ പോകുന്നത് ബിഗ് 5 പേഴ്സണാലിറ്റി ട്രേറ്റ്സ് എന്ന് പറയുന്ന സൈക്കോളജിക്കൽ, ഇന്ന് മോഡേൺ സൈക്കോളജിയിലെ ഏറ്റവും വലിയ കണ്ടെത്തലാണ്. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ 5 പേഴ്സണാലിറ്റി ട്രേറ്റിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് it will be better if you, okay, Rasha Nasim, we do household work too at home apart from our work. See, doctors ഒക്കെ പിന്നെ നാട്ടുകാരുടെ പറയുന്ന കാര്യമുണ്ടോ? ഇല്ല, ഞാൻ കളിയാക്കാൻ പറയുന്നതല്ല. ഇല്ലേ, ഹൗസ് ഹോൾഡ് വർക്ക് ചെയ്യുന്നുണ്ടോ? വലിയ കാര്യമാണത്, വലിയ കാര്യമാണ്. എന്നാലും നമുക്ക് അറിയാം ഹൗസ് ഹോൾഡ് വർക്ക് ഈസ് നോട്ട് ഇനഫ് ഫോർ യുവർ ബോഡി. നമുക്ക് കുറച്ച് രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോവുകയും രാവിലെ എഴുന്നേറ്റ് വീട്ടിൽ മുഴുവൻ തൂത്തുവാരി വീട്ടിലെ ജോലിയെല്ലാം ചെയ്ത് ഓഫീസിൽ പോയി അവിടുത്തെ ജോലിയെല്ലാം ചെയ്ത് തിരിച്ചു വന്നിട്ട് ജിമ്മിൽ പോവുകയും ഡാൻസ് പഠിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ എനിക്കറിയാം, എന്റെ വീട്ടിലൊക്കെ ഉണ്ട്. സോ ഞാൻ പറയുന്നതല്ല, ഇൻട്രസ്റ്റ് ആണ്. നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നടക്കും. നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യും? നടക്കും. അടിപൊളി ചോദ്യം വന്നു വിവേക് സാറിന്റെ അടുത്തുനിന്ന്. ഹൗ ടു ഹാൻഡിൽ പ്രൊക്രാസ്റ്റിനേഷൻ. സാർ, ഇത്രയും വലിയ ചോദ്യം ഒന്നും ചോദിക്കുന്നത്. പ്രൊക്രാസ്റ്റിനേഷൻ ഹാൻഡിൽ ചെയ്യുക എന്ന് പറയുന്നത് ലോകത്തിലെ സൈക്കോളജിയിൽ ഐ എം സോ ഹാപ്പി ടു റിസീവ് ദാറ്റ് ക്വസ്റ്റ്യൻ. പ്രൊക്രാസ്റ്റിനേഷൻ ഹാൻഡിൽ ചെയ്യുക എന്ന് പറയുന്നത് നമ്മളെല്ലാവരും നമ്മൾ ആരും what is procrastination? It's an amazing question. What is procrastination? പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് വെച്ചാല്, ഇന്ന് അവിടെ ആരുടെ ഒരു മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്താൽ നന്നായിരുന്നു. അത് വിവേക് സാറിന്റെ ആണോ? ഒന്ന് മ്യൂട്ട് ചെയ്തെടുക്കുക. പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഇന്ന് ചെയ്യേണ്ട കാര്യം നാളെ ചെയ്യാമെന്നും, നാളെ ചെയ്യേണ്ട കാര്യം മറ്റന്നാൾ ചെയ്യാമെന്നും, മറ്റന്നാൾ അതിന്റെ പിറ്റന്നാളും, പിന്നീട് ഓർമ്മയുടെ നഭോമണ്ഡലത്തിൽ നിന്ന് അത് നമ്മൾ മറന്നു തന്നെ പോകുന്ന ഒരു പ്രക്രിയയുടെ പേരാണ് എന്ന് വെച്ചാല് പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. എപ്പോഴും ലേറ്റർ ലേറ്റർ ലേറ്റർ. ഒരു ചൊല്ലുണ്ട് പണ്ട്, ശുഭസ്യ ശീഘ്രം എന്ന് പറയും. എന്താണ് ശുഭസ്യ ശീഘ്രം? എത്രയും വേഗം ചെയ്താൽ അത്രയും ശുഭകരമായിരിക്കും. അതായത് നമ്മളിപ്പോ ജാതകം നോക്കിയോ സമയം നോക്കിയോ അല്ലേ ചെയ്യേണ്ടത്? ഏറ്റവും ശുഭകരമായ സമയം എന്ന് വെച്ചാൽ എന്താണ്? നൗ എന്നുള്ളതാണ്. പ്രൊക്രാസ്റ്റിനേഷൻ, ഓക്കെ, പ്രൊക്രാസ്റ്റിനേഷൻ ഈസ് എ സിൻ. ഓക്കെ, ഓക്കെ, ചോദ്യങ്ങൾ കിട്ടുന്നുണ്ട്, എനിക്ക് സന്തോഷമായി. ഞാൻ ഒന്നൊന്നായിട്ട് എടുക്കട്ടെ. ലെറ്റ് മീ ടേക്ക് ദ പ്രൊക്രാസ്റ്റിനേഷൻ ഫസ്റ്റ്. കാര്യം ഏറ്റവും വലിയ ചോദ്യമാണ് പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. അതിനകത്ത് ഏറ്റവും നല്ല എക്സാമ്പിൾ സാറ് തന്നെയാണ്. സാറ് പറഞ്ഞു, ഞാൻ വൈകുന്നേരം എക്സസൈസ് ചെയ്യുമെന്ന് പറഞ്ഞു.
മനുഷ്യർക്ക് പലപ്പോഴും ഒരു കാര്യം വളരെയധികം ഡിസിപ്ലിൻഡ് ആയിട്ട് ഒരു അച്ചിട്ട വരയിൽ കൂടെ യാത്ര ചെയ്ത് ചെയ്യാൻ പറ്റാറില്ല. അതൊരു സത്യം തന്നെയാണ്. ഒരു കാര്യം തീരുമാനിച്ചിട്ട് നമ്മൾ പ്ലാൻ ചെയ്തു, അങ്ങനെ പ്ലാൻ ചെയ്ത് ചെയ്യാൻ പറ്റത്തില്ല. ഇന്ന് മോഡേൺ പ്രോജക്റ്റ് മാനേജ്മെന്റിനകത്ത് വരെ വാട്ടർഫോൾ മെത്തേഡ് എന്ന് പറയുന്ന ഒരു കാര്യം പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് ചെയ്യുന്ന രീതിക്കും റഗ്ബി എന്ന് പറയുന്ന സ്ക്രം മെത്തഡോളജി എന്ന് പറയുന്ന ഒരു മെത്തഡോളജി ഉണ്ട്. ആദ്യം നമ്മൾ കാര്യം ചെയ്യും, പിന്നീട് ഡോക്യുമെന്റേഷൻ ചെയ്യും. രണ്ടും എഫക്റ്റീവ് ആണ്. ഞാൻ പറയുന്നത് എല്ലാം ചെയ്യാൻ എല്ലാ ദിവസവും സമയം കണ്ടെത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എല്ലാം ചെയ്യാൻ എല്ലാ ദിവസവും സമയം കണ്ടെത്തുക. പ്രൊക്രാസ്റ്റിനേഷൻ എന്ന സാധനം നമുക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാല് നമ്മുടെ ലൈഫിനകത്ത് നമ്മുടെ ഹൃദയത്തോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒരു കാര്യങ്ങളും നമ്മൾ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യാറില്ല. അതാണ് അതിന്റെ ഒരു സത്യം. നമ്മളോട് ഏറ്റവും നമുക്ക് പ്രിയപ്പെട്ടതൊന്നും നമ്മൾ എന്ത് ചെയ്യത്തില്ല, പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യത്തില്ല. അപ്പോ നമ്മളോട് നമ്മുടെ ഹൃദയത്തോട് ഏറ്റവും ചേർന്നതല്ലാത്ത പദ്ധതികൾ ഉണ്ടാക്കാതിരുന്നാൽ തന്നെ നമുക്കൊരു വലിയ ആശ്വാസം. ആവശ്യമില്ലാതെ ടെൻഷൻ ഉണ്ടാക്കണം. നമ്മൾ ഇത് ചെയ്യണം, അത് ചെയ്യണം, നമുക്കത് വേണോ എന്ന് കൂടെ നമ്മൾ ചോദിക്കണം. അതൊരു കാര്യം. പിന്നെ ഡെഡ് ലൈൻ, ഒരു പ്രോജക്ട് മാനേജ്മെന്റിനകത്ത് നമ്മുടെ ലൈഫിനകത്ത് എന്ത് കാര്യവും നടക്കണമെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട ഒരു കാര്യം എന്താണ്? ഡെഡ് ലൈൻ ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ്. ഡെഡ് ലൈൻ, ദ പവർ ഓഫ് ഡെഡ് ലൈൻ എന്താണെന്ന് അറിയണം. എക്സാമ്പിൾ, ഞാൻ പണ്ടൊരു കോമ്പറ്റീഷൻ ഒരു സ്ക്രിപ്റ്റ് എഴുതി കൊടുക്കണമായിരുന്നു. ഒരു 100-150 പേജ് എഴുതണം, ഒരു കഥ എഴുതണം. ഞാൻ ആ ഒരു കഥ മാത്രമേ പറഞ്ഞ സമയത്തിനുള്ളിൽ എഴുതിയിട്ടുള്ളൂ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ there was a time, ഇന്ന തീയതി 5 മണിക്ക് മുമ്പ് സബ്മിറ്റ് ചെയ്യണമെന്ന് നിയമം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു, കൃത്യമായി 4:30 സബ്മിറ്റ് ചെയ്തു. അപ്പോ ഡോണ്ട് സ്റ്റാർട്ട് എനിത്തിങ് വിത്തൗട്ട് an end in mind. ആദ്യം ഒരു കാര്യം തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ചിന്തിച്ചു നോക്കണം, whether it is very important for me. That is the first thing. ഇതെനിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണോ? It is so close to my heart, this is going to add a lot of value to me എന്ന് അറിയാമെങ്കിൽ തന്നെ പ്രൊക്രാസ്റ്റിനേഷൻ കുറയും. 1000 കാര്യം പ്ലാൻ ചെയ്തിട്ട് ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ നല്ലതാണിത്. ഒരു ദിവസത്തേക്ക് ഒരു 3 കാര്യം മാത്രമേ പ്ലാൻ ചെയ്യാവൂ. 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. എന്നാണ് അതിനകത്ത് മാർക്ക് ട്വൈൻ പറഞ്ഞിട്ടുണ്ട്, ചിന്തകൻ, ഈറ്റ് ദ ഫ്രോഗ് ഫസ്റ്റ് എന്ന് പറയും. ഈറ്റ് ദ ഫ്രോഗ് ഫസ്റ്റ് എന്ന് വെച്ചാൽ രാവിലെ എഴുന്നേറ്റ് തവളയെ തിന്നാനല്ല. തവളയെ തിന്നുന്ന ഒരു കഠിനമായ ജോലിയാണെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്ത പ്രധാനപ്പെട്ട 3 കാര്യങ്ങളിൽ ഏറ്റവും ടഫായിട്ടുള്ള കാര്യം ആദ്യം ചെയ്യുക. ഇന്നത്തെ ദിവസം നമ്മൾ പ്രധാനമായി 3 കാര്യം പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലതൊക്കെ നമുക്ക് നമ്മുടെ സമയത്തിന് പ്ലാൻ ചെയ്യാൻ പറ്റത്തില്ല. ഇന്നിപ്പോ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാന്നുള്ള നിങ്ങളുടെ തീരുമാനമല്ല, അതൊരു മാനേജ്മെന്റിന്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്നതാണ്. അപ്പോ 3 കാര്യം പ്ലാൻ ചെയ്യുക. അതിനകത്ത് ഏറ്റവും ടഫായിട്ടുള്ള കാര്യം ആദ്യം ചെയ്യുക. ഈറ്റ് ദ ഫ്രോഗ് ഫസ്റ്റ് എന്നാണ് മാർക്ക് ട്വൈന്റെ തിയറി എന്ന് പറയുന്നത്. ഈറ്റ് ദ ഫ്രോഗ് ഫസ്റ്റ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളൊരു ദിവസം സ്റ്റാർട്ട് ചെയ്തിട്ട് ആദ്യം ചെയ്യേണ്ട കാര്യം ആദ്യം ചെയ്തു എന്ന് വെച്ചു. അപ്പൊ നമുക്കൊരു സൈ ഓഫ് റിലീഫ് ഉണ്ട്. വളരെയധികം ടഫായിട്ടുള്ള ജോലി ചെയ്തു, ആൻഡ് യു ആർ ഗെറ്റിംഗ് ഇൻ ടു ദ മൂഡ് ഓഫ് പ്രൊഡക്ടിവിറ്റി. സൈക്കോളജി ആണിത്. യു ആർ ഗെറ്റിംഗ് ഇൻ ടു ദ മൂഡ് ഓഫ് പ്രൊഡക്ടിവിറ്റി. നമ്മൾ എന്ത് 2ാമത്തേത് 3ാമത്തേത് 4ാമത്തേതൊക്കെ പിന്നെ ചെയ്തോളും. അപ്പൊ ദയവേത് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ പ്രധാനമായിട്ടും നമ്മുടെ ഹൃദയത്തോട് ചേരാത്തതൊന്നും, നമുക്ക് ആക്ച്വലി വേണ്ടാത്തതൊന്നും പ്ലാൻ ചെയ്യാതിരിക്കുക. വേണ്ടതാണ് പ്ലാൻ ചെയ്യുന്നെങ്കിൽ ചെയ്യാനുള്ള ഒരു ആവേശം കൂടും. ആ ചെയ്യുന്ന ഒരു ഡെഡ് ലൈൻ ഉണ്ടാക്കുക. ആ ഡെഡ് ലൈൻ നമ്മൾ മീറ്റ് ചെയ്തില്ലെങ്കിൽ ഞാനൊക്കെ തുടക്കത്തിൽ ചെയ്തൊരു കാര്യം പറയാം. അത് പലപ്പോഴും ഇപ്പോ ഇങ്ങനെ നമ്മൾ ലോഗ് എഴുതാറുണ്ടായിരുന്നു. എന്ന് വെച്ചാല് ഓരോ ദിവസവും രാവിലെ ഉണരുന്നത് പോലെ ഒരു ബുക്ക് ഫ്രണ്ട് വയ്ക്കും. ഇറ്റ്സ് എ വെരി വെരി എഫക്റ്റീവ് തിങ്. ഓക്കെ, ചെയ്യുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. ഇതൊക്കെ 8 PM, 8:30 PM, 18 PM എന്നൊക്കെ പറഞ്ഞ് കാണിക്കാം. എന്റെ ലോഗാണ് ഇതൊക്കെ.
സ്ഥിരമായിട്ട് എഴുതുമായിരുന്നു. എന്ന് വെച്ചാല് കാര്യം ഞാനും ഈ പ്രൊക്രാസ്റ്റിനേഷൻ കൊണ്ട് വല്ലാതെ പൊറുതിമുട്ടുന്ന ഒരാളായിരുന്നു. വിവേക് സാറിനെ പോലെ തന്നെ എനിക്കും ഉണ്ടായിരുന്ന സ്വഭാവം. ഞാൻ എന്ത് ചെയ്യും, രാവിലെ എഴുന്നേറ്റ ഉടൻ ആദ്യം ഇതെടുക്കും, ആ ഡേറ്റ് മുകളിൽ എഴുതും അല്ലേ, മെയ് 1, 2021 ശനിയാഴ്ച. അപ്പൊ എനിക്ക് അത്യാവശ്യം ഒരു സ്ഥലകാല ബോധമായി. മറ്റേത് ഒരു സ്ഥലകാല ബോധമില്ല ഇല്ല, സ്ഥലകാല ബോധമായി. ഞാൻ എഴുതും 6:10, 6:04 വേക്കപ്പ്, എണീറ്റു. മിറാക്കുലസ് റിസൾട്ട് ആയിരിക്കും. യു ട്രൈ ഇറ്റ്. അപ്പോഴും ഞാൻ ചിന്തിക്കും വെദർ ടു ടേക്ക് ദിസ് മെഷീൻ ഓൺ ഹാൻഡ് ഓർ ടു ഡു സംതിങ് അല്ലെ, അത് വേണോ അതോ അല്ലെ ഭഗവത്ഗീത എടുക്കണോ എന്ന് നമ്മൾ ചിന്തിക്കും. രണ്ടും ഉണ്ട്. there is a conflict between the mobile phone and the ഭഗവത്ഗീത. ഓക്കെ, അപ്പോ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ എന്ത് എടുക്കത്തുള്ളൂ, ഐ വിൽ ടേക്ക് ദ ഗീത ഇൻ മൈ ഹാൻഡ്. എനിക്കത് 1 മണിക്കൂർ വായിച്ചാൽ അതെനിക്ക് ഒരുപാട് ഗുണം ചെയ്യും. ആസ് എ സ്റ്റുഡന്റ് ആൻഡ് ആസ് എ ടീച്ചർ ദാറ്റ് വിൽ ഹെൽപ്പ് മീ എ ലോട്ട്. അപ്പൊ എഴുതുന്നു റീഡിങ് ഗീത, 6 മണിക്ക് എഴുതി, നിർത്തുന്നിടത്ത് അപ്പൊ 6:50 നിർത്തിയല്ലോ. നമ്മൾ അടുത്ത പ്ലാൻ ചെയ്യുന്നു. ഒരു ചെറിയ ഇങ്ങനത്തെ ഒരു ഡയറി വാങ്ങിക്കും. യു റൈറ്റ് ഇറ്റ് ഡൗൺ ആൻഡ് പ്രൊഡക്ടിവിറ്റി ഭയങ്കരമായിട്ട് ഇൻക്രീസ് ആവും. ഭയങ്കരമായിട്ടെന്ന് വെച്ചാല് അൺഇമാജിനബിൾ ആയിട്ട്. മാത്രമല്ല യു വിൽ ഹാവ് എൻ അക്കൗണ്ടബിലിറ്റി. ഇന്നലെ എവിടെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ കൃത്യമായിട്ട് ആ സമയത്ത് നമുക്ക് പറയാം. ഇന്നലെ ഞാൻ 7 മണിക്ക് വിളിച്ചിരുന്നല്ലോ, നമ്മളെ ഉണ്ടത്, എല്ലാം ഉണ്ട്. ഇത് ഒരു വലിയൊരു റിച്ചാർഡ് ബ്രാൻസൺ എന്ന് പറയുന്ന ഭയങ്കര ഒരു മൾട്ടി ബില്യണർ ബിസിനസ് മാൻ ഉണ്ട്. പുള്ളി തന്നൊരു ഉപദേശമാണ്, ഡോണ്ട് ടേക്ക് മെന്റൽ നോട്ട്സ്. ഡോണ്ട് ടേക്ക് മെന്റൽ നോട്ട്സ്, ഓൾവേസ് പുട്ട് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. മെന്റൽ നോട്ട്സ് എടുക്കരുത്. എന്ത് ചെയ്യണം, എന്ത് ചെയ്യണം, ബ്ലാക്ക് ആൻഡ് വൈറ്റിനകത്ത് ഇടണം, എഴുതണം. ഒരുപാട് ഐഡിയാസ് വരും. ജസ്റ്റ് മേക്ക് എ നോട്ട് ഓഫ് ഇറ്റ്, ദെൻ ഐഡിയ യു ആർ ഓണിങ് ദാറ്റ് ഐഡിയ. അല്ലെങ്കിൽ നമ്മൾ എന്തുമാത്രം തോട്ട്സ് ആണ് വരുന്നത്. തോട്ട്സ് വരുന്നു, ഡിസപ്പിയർ ചെയ്യുന്നു അല്ലെ. അപ്പോ നമുക്ക് എങ്ങും സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഡോണ്ട് ടേക്ക് മെന്റൽ നോട്ട്സ്, ഓൾവേസ് റൈറ്റ് ഇറ്റ് ഡൗൺ. ഒന്ന് എഴുതി കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഗോയിങ് ടു റിമെയിൻ വിത്ത് യു ഫോർ എവർ. ഓക്കെ, അപ്പോ പ്രൊക്രാസ്റ്റിനേഷൻ മാറ്റാൻ ഞാൻ പറഞ്ഞത്, 1, പ്ലീസ് പ്ലാൻ ഓൺലി ഇമ്പോർട്ടന്റ് തിങ്സ്. സെക്കൻഡ്, ഓൾവേസ് പുട്ട് എ ഡെഡ് ലൈൻ. ഓക്കെ, ഡെഡ് ലൈൻ ഉണ്ടാക്കുക. ഡെഡ് ലൈൻ ഇല്ലാതെ നമുക്കത് ചെയ്യാൻ പറ്റില്ല. ഡെഡ് ലൈൻ ഉണ്ടാക്കുക ആൻഡ് യു ഫീൽ ബാഡ് ഇഫ് യു ആർ നോട്ട് മീറ്റിംഗ് ദ ഡെഡ് ലൈൻ ആൻഡ് പുട്ട് ദാറ്റ് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. Don't plan anything in your brain. Plan everything in black and white. Don't use this also for planning. ഒരുപാട് പ്ലാനേഴ്സ് ഉണ്ടെങ്കിലും അത് ഉപയോഗിക്കരുത്. കാര്യം അതിന്റെ പ്ലാൻ നോക്കാനായിരിക്കും നമ്മൾ എടുക്കുന്നത്. പിന്നെ കയ്യിൽ നിന്ന് പോകും. പിന്നെ നമ്മുടെ പ്ലാനും പോവും, പദ്ധതിയും പോവും, മൊബൈൽ നമ്മളെ കൊണ്ടും പോകും. അതുകൊണ്ട് ബി ട്രഡീഷണൽ. ഓക്കെ, ഡയറി ഈസ് എ ഗുഡ് കമ്പാനിയൻ. ഓക്കെ, ബി ട്രഡീഷണൽ എന്ന എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ചില ആൾക്കാർ വളരെ നന്നായിട്ട് അവർ പ്ലാൻ ചെയ്യും. ഇതിനകത്തൊക്കെ ടെക്നോളജിക്കകത്ത് അവർക്ക് ആത്മനിയന്ത്രണം ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് നോ പ്രോബ്ലം. പക്ഷെ അല്ലാത്തവരാരും മൊബൈൽ ഫോൺ നല്ല പ്ലാൻ ചെയ്യേണ്ടത്. ഓക്കെ, അതാണ് എനിക്ക് പറയാനുള്ളത്. പ്രൊക്രാസ്റ്റിനേഷനെ കുറിച്ചുള്ള ഇത്രേ എനിക്ക് പറയാനുള്ളൂ. 1, നമ്മുടെ ഹൃദയത്തോട് ചേർന്നതായിരിക്കണം. 2, പ്ലാൻ ഉണ്ടായിരിക്കണം. 3, start the day with 3 important things and do the toughest thing first. ആ ഒരു ഹാബിറ്റ് ഉണ്ടാക്കണം. നമ്മൾ ഡിസിപ്ലിൻ ഹാബിറ്റ് ഉണ്ടാക്കിയാൽ മാത്രമേ അത് മാറ്റാൻ പറ്റൂ. 1 fine morning you cannot change procrastination. അതൊരു നമ്മൾ മാറിയേ മതിയാകൂ എന്നൊരു ചിന്ത. കാര്യം സാറ് വളരെ സീനിയർ ആയിട്ടുള്ള ആളാണ്. ഇപ്പോഴും സാറിനെ അത് അലട്ടുന്നുണ്ടെങ്കിൽ അല്ലെ, സാർ എത്രയോ കാലം കൊണ്ട് ചിന്തിക്കുന്നുണ്ടായിരിക്കാനെ കുറിച്ച് അല്ലെ, പ്രൊക്രാസ്റ്റിനേഷനെ കുറിച്ചല്ലേ, എപ്പോഴും അതിനെ കുറിച്ച്. ആൻഡ് സാർ അപ്പൊ അത് അടുത്ത ചോദ്യം, sir, can you please discuss about career growth and its impact in our attitude to others? Growth is possible. എല്ലായ്പ്പോഴും നമുക്ക് ഗ്രോത്ത് പോസിബിൾ ആണ്. ഒരു പക്ഷേ നിങ്ങളുടെ, ഇത് ഞാൻ പറയുന്നത് ഡെന്റിസ്റ്റുകളായോണ്ട് പറയുന്നില്ല, വൺ ഓഫ് ദ കരിയേഴ്സ്
വിച്ച് വിൽ റിമെയിൻ, ഇല്ലേ? അങ്ങനെ തന്നെ ഇരിക്കുന്ന ഒരു കരിയറാണ് ഡെന്റിസ്റ്റ് എന്ന് പറയുന്നത്, അല്ലേ? പക്ഷെ മിക്കവാറും മെഡിക്കൽ പ്രൊഫഷനൊക്കെ അങ്ങനെയാണ്. നമുക്ക് ബേസിക്സ് ഒന്നും അധികമായിട്ട് മാറ്റാനൊന്നും പറ്റത്തില്ല. എല്ലാ ജോലിയും അങ്ങനെ തന്നെയാണെങ്കിലും ഇനി ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ ലേറ്റസ്റ്റ് ട്രെൻഡ്സ് ആൻഡ് ടെക്നോളജിയെ കുറിച്ച് നമ്മൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഗ്രോത്ത്. ഞാൻ നേരത്തെ ആദ്യമേ തുടങ്ങിയത് അവിടെ തന്നെയായിരുന്നു. അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ. കാര്യം എന്ന് വെച്ചാല് നമ്മുടെ ഒരാളിന് ഇപ്പൊ എനിക്ക് എന്റെ കരിയർ ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ ഐ ഹാവ് ടു റീഡ് എ ലോട്ട്. ഐ ഹാവ് ടു റീഡ് ബോത്ത് ദ ട്രഡീഷണൽ ആൻഡ് സയന്റിഫിക്. നിങ്ങൾ മാത്രമേ എനിക്ക് നിൽക്കാൻ പറ്റത്തുള്ളൂ, അല്ലെ? എങ്കിലും നമുക്ക് നിൽക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ നിങ്ങൾ ഓരോരുത്തർക്കും കണ്ടിന്യൂസ് ലേണിംഗ് ഇല്ലാതെ കരിയർ ഗ്രോത്ത് ഇല്ല. ലോകത്തുള്ള ഏതൊക്കെ ലീഡേഴ്സിനെ എടുത്ത് നോക്കൂ, ബിസിനസ് ലീഡേഴ്സിനെ എടുത്ത് നോക്കി നോക്കും. അപ്പം എല്ലാ പേരും മിനിമം ആഴ്ചയിൽ 1-2 ബുക്ക് ഫിനിഷ് ചെയ്യുന്നവരാണ്. എവരിബഡി വിൽ ഫൈൻഡ് എ ലോട്ട് ഓഫ് ടൈം ടു റീഡ്. റീഡിങ് ഹാബിറ്റ് ഉണ്ടാവണം. ചില ആൾക്കാർക്ക് അന്തസ്സായിട്ടാണ് പറയുന്നത് ഞാൻ പത്രം വായിക്കാറില്ല. ശരിയല്ല ഒന്നും, ഇല്ലേ? പത്രം വായിക്കണം. പത്രം വായിക്കേണ്ടത് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യണം എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷെ ഒന്ന് അറിയണം നമ്മൾ എന്തൊക്കെ നടക്കുന്നു എന്നുള്ളത്. റീഡിങ് ഹാബിറ്റ് ഉണ്ടാക്കിയാൽ മാത്രമേ നമ്മൾ അംഗീകരിക്കപ്പെടുത്തുള്ളൂ. ഇപ്പൊ ഞാൻ പറയാമല്ലോ, ഇപ്പൊ നിങ്ങളിപ്പോ പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങളുടെ സബ്ജക്റ്റ് മാത്രം പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഹൗ ബോറിംഗ് ലൈഫ് വിൽ ബി, അല്ലേ? ആൻഡ് ഇഫ് യു റീഡിങ് എ ലോട്ട് and you can give a lot of inspiration and motivation in the class, you can bring a new air in the class. അവിടെ നിങ്ങൾക്ക് പഠിപ്പിക്കാം, എന്നെ പോലെയുള്ളവരുടെ പണി ഇല്ലാതാക്കാം. ഇറ്റ് ഈസ് ഈസി ഇഫ് യു ട്രൈ, ഇല്ലേ? ഇഫ് യു ട്രൈ യു കൻ ഡു ഇറ്റ്. വേറെ കൂടുതൽ, അതായത് വാട്ട് എക്സ്ട്രാ ഐ ആം ഗിവിങ് എന്ന് ചിന്തിച്ചു നോക്കൂ. ഞാൻ എല്ലാവരും പഠിപ്പിക്കുമ്പോഴാണോ പഠിപ്പിക്കുന്നത്? ആൻഡ് വാട്ട് എക്സ്ട്രാ ഐ ആം ഗിവിങ്, ഇല്ലേ? ഒരു നല്ല കുക്കാണെങ്കിൽ അതുകൂടി പഠിപ്പിച്ചു കൊടുക്കൂ. എങ്ങനെ സാമ്പാർ വയ്ക്കാൻ പറ്റുമെന്ന്, വാട്ട് ഈസ് ബിഗ്, അത് ഇല്ലേ? എങ്ങനെ നമുക്ക് ഏറ്റവും നന്നായിട്ട് നമുക്ക്, ഇല്ലേ, ടീത്ത് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് അങ്ങനെ ഉണ്ടാക്കാം. ആരോഗ്യത്തിലൂടെ, ആഹാരത്തിലൂടെ പല്ലിന്റെ ആരോഗ്യം എന്ന് ചിന്തിച്ചു. ഞാൻ ചുമ്മാ ഐ ആം ജസ്റ്റ് തിങ്കിങ്, അല്ലേ? ഇപ്പൊ ഒന്ന് തിങ്ക. വ്യായാമത്തിലൂടെ എങ്ങനെ പല്ലിന് ആരോഗ്യം കൂട്ടാന്ന് ചിന്തിച്ചോ. ഈ വ്യായാമമല്ല, ഞം വ്യായാമമല്ല, അല്ലാതെ നമുക്ക് എങ്ങനെയൊക്കെ, അല്ലെ, വ്യായാമത്തിലുള്ള പല്ലിന്റെ ആരോഗ്യം കൂട്ടാൻ ചിന്തിച്ചു നോക്കൂ. അങ്ങനെ ചിന്തിച്ചു നോക്കൂ. തിങ്ക് ഡിഫറെന്റ്ലി. ഓക്കെ, കരിയർ ഗ്രോത്തിന് അതൊക്കെ മാർഗമുള്ളൂ. ഈ ലോകത്ത് ആർക്ക് കരിയർ ഗ്രോത്ത് ഉണ്ടാക്കും? പിന്നെ ഉണ്ടാക്കാൻ പറ്റുന്നത് ആശുപത്രി, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഹോസ്പിറ്റൽ തുടങ്ങാം. അത് വലിയൊരു, അല്ലെ, ഡെന്റൽ കോളേജ് ആക്കാം, അല്ലെ? അതിനകത്ത് ഒരുപാട് ആൾക്കാർക്ക് ജോലി കൊടുക്കാം. ഒരു പല്ല് മുതലാളിയാവാം. ദാറ്റ് ഇസ് വൺ കരിയർ ഗ്രോത്ത്. Okay, and you can try your luck in other foreign countries. That is another career growth. Okay, and there are many doctors who study community medicine and all, and spread across WHO, United Nations. അവിടെയൊക്കെ പോയി ജോലി ചെയ്യുന്നവരുണ്ട്, അല്ലേ? ഭയങ്കര വിലയാണെന്നേ പുറത്ത് ഡോക്ടേഴ്സിനൊക്കെ. നിങ്ങളെ ഞാൻ മോട്ടിവേറ്റ് ചെയ്യുന്നില്ല, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇപ്പൊ എൻ്റെ അടുത്ത് ഏതെങ്കിലും കുട്ടി മെഡിക്കൽ സയൻസ് പഠിക്കാൻ വന്നാൽ ഞാൻ ചോദിക്കുന്ന ചോദ്യമാണ്, ആർ യു ഗോയിങ് ഔട്ട് എന്ന് ചോദിക്കും. ഒരാള് ഒരു കരിയറുടെ നിലയ്ക്ക് എടുത്ത് ചില പാവപ്പെട്ടവർ ചോദിക്കും, സാർ ഒന്ന് രക്ഷപ്പെടാൻ ഞാൻ എന്ത് പഠിക്കണം? ഞാൻ പറയും BSc നഴ്സിംഗ്, IELTS കാനഡ. ഇറ്റ്സ് ആസ് സിമ്പിൾ ആസ് ദിസ്. MBBS വേണ്ട, BDS വേണ്ട, ഒന്നും വേണ്ട. BSc നഴ്സിംഗ്, അല്ലേ, IELTS കാനഡ, US, അല്ലേ? അത് കഴിഞ്ഞ് വന്ന് വേണമെങ്കിൽ ഒരു ആശുപത്രിക്ക് തുടങ്ങാൻ പറയും. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അവർ വരത്തുമില്ല. ദേ വിൽ ബി ഹാപ്പി ദേ. ഓക്കെ, ഫൈൻ. ഓക്കെ, thank you Vivek sir. And yeah, Pratiksha ചോദിച്ചു. Pratiksha, what is mindfulness? Very good question. Now, here, that is mindfulness. Now, here. There is a stop in every. I was stopping it now. The mindfulness കേട്ടപ്പോഴേ സ്റ്റോപ്പ് ചെയ്തത്. സ്റ്റോപ്പ് ഒരു തവണ നമ്മൾ എന്ത് ചെയ്യണം? എന്ത് ചെയ്യുമ്പോഴും എന്ത് ചെയ്യണം? സ്റ്റോപ്പ് ചെയ്യണമെന്ന്. സ്റ്റോപ്പ്, യെസിന്റെ ആദ്യത്തേത് സ്റ്റോപ്പ് തന്നെ. രണ്ടാമത്തേത് തിങ്ക്, അല്ലെ? ഒന്ന് തിങ്ക് ചെയ്തു, ഒബ്സർവ്, പ്രൊസീഡ്. നമ്മളെ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോ എത്ര തവണ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നോ അത്രയും നമ്മൾ എഫക്റ്റീവ് ആവും. ആ സ്റ്റോപ്പ് എന്ന് പറയുന്നതിന്റെ മീനിങ് ഇതാണ്: സ്റ്റോപ്പ്,
think, observe, proceed. നമ്മൾ യാന്ത്രികമായി ചിലപ്പോൾ പലതും ചെയ്തുകൊണ്ടിരിക്കും അല്ലെ. മൈൻഡ്ഫുൾനെസ് എങ്ങനെ കൂട്ടാമെന്ന് ചോദിച്ചാല് ആ മൈൻഡ്ഫുൾനെസ് എന്ന വാക്ക് എപ്പോഴും വാട്ട് ഈസ് മൈൻഡ്ഫുൾ എന്ന് വെച്ചാല് I am 100% here. When I am speaking to you, if I am not mindful, I not even see that question. അറിയാതെ വലതുവശത്ത് വന്നു. ഞാൻ ഈ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ മൈൻഡ്ഫുൾ അല്ലെങ്കിൽ എന്ത് ചെയ്യത്തില്ല, ഞാൻ ആ ചോദ്യം പോലും കാണത്തില്ല. അത് അവസാനം അത് കാണാതെ പോകും. മൈൻഡ്ഫുൾ എന്ന് വെച്ചാൽ എത്രയേ ഉള്ളൂ, ഇപ്പോ ഞാൻ സംസാരിക്കുന്ന ഓരോ വാക്കിനും ഞാൻ ഇല്ലേ ഉത്തരവാദിത്തമുള്ള ആളാണ്. I am very responsible of what I am telling. If you are a mindful driver, you will never meet with an accident. മൈൻഡ്ഫുൾ ഡ്രൈവർ ആണ്. വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ വളരെയധികം എപ്പോഴും നമ്മൾ ആക്സിഡന്റ് എപ്പോഴാണ് ഉണ്ടാകുന്നത്, അലക്ഷ്യമാകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, അല്ലെ നമ്മുടെ അശ്രദ്ധമാകുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആക്സിഡൻസ് ഉണ്ടാകുന്നത്. ശ്രദ്ധ ഉണ്ടെങ്കിലോ, ശ്രദ്ധ. ഓക്കെ. Swami Vivekananda said, education is nothing but the manifestation of perfection that is already in man. Hence, the purpose of education should be nothing but to teach them how to concentrate. എന്ന് പറഞ്ഞാല് education is nothing but the manifestation of perfection. നമ്മുടെ ഉള്ളിലുള്ള പെർഫെക്ഷന്റെ ഒരു മാനിഫെസ്റ്റേഷൻ ആണ് എന്ത്, എഡ്യൂക്കേഷൻ എന്ന് വെച്ചാൽ. നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് എല്ലാ അറിവും. ആ അറിവിന്റെ ഒരു മാനിഫെസ്റ്റേഷൻ ആണ് വിദ്യാഭ്യാസം. അതുകൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ പർപ്പസ് എന്ന് പറയുന്നത് എന്താണ്, ടു ടീച്ച് ദം മൈൻഡ്ഫുൾനെസ്, ടു ടീച്ച് ദം ഹൗ ടു കോൺസെൻട്രേറ്റ്, എന്നുള്ളതാണ്. മൈൻഡ്ഫുൾനെസ് കൂട്ടാനുള്ള മാർഗം എത്രയേ ഉള്ളൂ, തിങ്ക് അബൌട്ട് മൈൻഡ്ഫുൾനെസ് ഓൾ ദ ടൈം. ദാറ്റ് ഈസ് ഫസ്റ്റ്. ഒരു കാര്യം വായിക്കുമ്പോൾ ഇന്ന് മുതൽ നിങ്ങളുടെ വൊക്കാബുലറിയിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്യൂ, ഐ ആം ഹാവിംഗ് എ മൈൻഡ്ഫുൾ ലഞ്ച്, ഐ ആം ഹാവിംഗ് എ മൈൻഡ്ഫുൾ ലഞ്ച്, ഐ ആം ഹാവിംഗ് എ മൈൻഡ്ഫുൾ ഡിസ്കഷൻ വിത്ത് യു, I am doing a mindful consultation, I am taking a mindful session, I am reading mindfully, I am driving mindfully, I am talking mindfully. ഒരു സൂപ്പറിലെ ഒരു പ്രീഫിക്സ് ആയിട്ട് ഇന്ന് മുതൽ മൈൻഡ്ഫുൾ എന്ന വാക്ക് ഉപയോഗിച്ച് നോക്കൂ. നമ്മൾ പലതും പറയാതിരിക്കും, കാര്യം എന്തിനാ പറയണതെന്ന് തോന്നും. പറയുന്നതിനകത്തൊക്കെ കാര്യം ഉണ്ടായിരിക്കും. If you ask me, what is that one thing we have to teach in schools? എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, that is nothing but mindfulness. ശ്രദ്ധിക്കാൻ പഠിപ്പിക്കുക. ഇനി ഈ ശ്രദ്ധ എങ്ങനെ ഉണ്ടാകും? ഓക്കെ, I'm coming to your questions. നല്ല ചോദ്യങ്ങൾ വരുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആവും. ശ്രദ്ധ എങ്ങനെ ഉണ്ടാവും? ഞാൻ പഠിപ്പിക്കുന്ന ഒരു തിയറി ഉണ്ട്, സി തിയറി. അതിന്റെ ഉപജ്ഞാതാവ് ഞാൻ തന്നെയാണ്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ ടോൾസ്റ്റോയ്ക്ക് കൊടുക്കാം. നമ്മുടെ നാട്ടുകാർക്ക് അങ്ങനെ വിഷയമുണ്ട്. നമ്മൾ ഉണ്ടാക്കിയ തിയറി എന്ന് പറഞ്ഞാൽ സാറിന്റെ തിയറി. സാർക്ക് എങ്ങനെ തിയറി ഉണ്ടാക്കും? നമ്മുടെ ഒരു ചിന്തയാണ്. അപ്പൊ ഞാൻ പലപ്പോഴും ക്ലാസ് പഠിപ്പിക്കുമ്പോൾ ഞാൻ ടോൾസ്റ്റോയുടെ ആണെന്ന് ആദ്യം പറയും, അപ്പൊ ശ്രദ്ധിക്കും. അതിനുശേഷം പറയും ടോൾസ്റ്റോയുടെ എന്റെ ആണെന്ന് പറയും. നാട്ടുകാരെപ്പോഴും അങ്ങനെ. അപ്പൊ ടോൾസ്റ്റോയ് പറഞ്ഞാണ്, ഷേക്സ്പിയർ പറഞ്ഞാണ്, അബ്ദുൽ കലാം പറഞ്ഞാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. പ്രവീൺ പറഞ്ഞാണെന്ന് പറഞ്ഞാല് ഇയാള് താരത്തൊക്കെ പറയാനെന്ന് വെച്ചിരിക്കും. അതുകൊണ്ട് ഞാൻ ആദ്യം ടോൾസ്റ്റോയ്ക്ക് കൊടുക്കും, എന്നിട്ട് ഞാൻ എടുക്കും. ഇതാ ചെയ്യുന്നത്. ഓക്കെ, സി ഫോർ മീ, ഒരു വിദ്യാർത്ഥി ആയാലും അധ്യാപകനായാലും ഒരു ഹ്യൂമൻ ബീയിങ് ആയാലും ഈ 6 സികൾ വളരെ പ്രധാനമാണ്. അതിനകത്ത് ഒരു മനുഷ്യന്റെ ഏറ്റവും ആദ്യത്തെ, ആ മനുഷ്യനെ ജീവിതത്തിൽ പ്രേരിപ്പിക്കുന്ന ഏറ്റവും നല്ല കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ക്യൂരിയോസിറ്റി. വാട്ട്? ക്യൂരിയോസിറ്റി. If you're a student, if you ask me to define a student in one word, that is nothing but curious.
if you have insatiable curiosity towards something, do you think you cannot concentrate? ഒരു കാര്യത്തോട് അങ്ങേയറ്റത്തെ ക്യൂരിയോസിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺസെൻട്രേഷന്റെ പ്രശ്നമുണ്ടോ? ഇല്ല, you will be very mindful. If you ask me in one word, who are you? I say that I'm insatiably curious about human beings and instinctively good at inspiring them. That is my definition about myself. അത് എന്റെ എന്റെ ഒരു ഇൻട്രോസ്പെക്ഷൻ കൊണ്ടുണ്ടായത്. ഞാൻ എന്നെ ചിന്തിച്ചു, ഐ എം വെരി ക്യൂരിയസ് അബൌട്ട് പീപ്പിൾ. അവരുടെ എൻവയോൺമെന്റ്, അവരുടെ ബയോളജി, അവരുടെ തോട്ട് പ്രോസസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ബട്ട് ഐ എം നോട്ട് എ സ്റ്റുഡന്റ് ഓഫ് സൈക്കോളജി ഓൾസോ. അതിന്റെ ക്യൂരിയോസിറ്റിയാണ്. അപ്പൊ ക്യൂരിയോസിറ്റി ഉണ്ടെങ്കിൽ കോൺസെൻട്രേഷൻ താനേ വന്നോളും. പത്തായത്തിൽ നെല്ലുണ്ടെങ്കിൽ എലി കോത്താഴത്ത് നിന്ന് വരുമെന്ന് പറയുന്നത് പോലെ അല്ലെ, ക്യൂരിയോസിറ്റി ഉണ്ടെങ്കിൽ കോൺസെൻട്രേഷൻ താനേ വന്നോളും. കോൺസെൻട്രേഷൻ ഉണ്ടെങ്കിൽ ക്ലാരിറ്റി ഉണ്ടാവും. ഒരു കാര്യത്തെക്കുറിച്ച് ആദ്യം ക്യൂരിയസ് ആവുക, അപ്പോൾ കോൺസെൻട്രേഷൻ താനേ വന്നു. If you have a curious concentration, you get clarity. When you have clarity, then you are naturally confident. ഒരു കാര്യത്തെക്കുറിച്ച് ക്ലാരിറ്റി ഉണ്ട് അല്ലേ, അപ്പൊ എന്ത് ചെയ്യും? കോൺഫിഡന്റ് ആവും. ഈ ലോകത്ത് കോൺഫിഡൻസ് ഇല്ല എന്നൊരു വാക്ക് ഞാൻ വിശ്വസിക്കുന്നില്ല. അറിവില്ല എന്നുള്ളത്. പക്ഷെ if you know something, you are confident. There is no doubt about it. എക്സാമ്പിൾ ഞാൻ ചോദിക്കുകയാണ്, ഡെന്റിസ്ട്രിയുടെ ഫസ്റ്റ് ഇയേഴ്സിന് ക്ലാസ് എടുക്കാമോ? യെസ് സർ. കാര്യം യു ഹാവ് അല്ലേ, പഠിപ്പിക്കേണ്ട കാര്യം അറിയാം അല്ലേ. ഒരു പക്ഷേ ഒരു സ്പെഷ്യലൈസേഷൻ എടുത്തതിന് ശേഷം അത് പഠിപ്പിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു ആർ നോട്ട് കോൺഫിഡന്റ്. വൈ? ബിക്കോസ് യു ആർ നോട്ട് കോൺഫിഡന്റ് അബൌട്ട് യുവർ നോളജ്. ഇത്രയേ ഉള്ളത്. ഇപ്പൊ ക്യൂരിയോസിറ്റി ഉണ്ടെങ്കിൽ നോളജ് കൂടും. നോളജ് കൂടുതൽ എന്ത് ചെയ്യത്തുള്ളൂ? കോൺഫിഡൻസ് കൂടും. there is no doubt about it. When you have confidence, then you naturally communicate. അപ്പൊ ഈവൻ കമ്മ്യൂണിക്കേഷൻ എന്താ വേണ്ടത്? ക്യൂരിയോസിറ്റി വേണം. When you have curiosity, you naturally, ക്യൂരിയോസിറ്റി നന്നായിട്ടുണ്ടെങ്കിൽ കോൺസെൻട്രേഷൻ നന്നായിട്ട് കൂടും. ആ കോൺസെൻട്രേഷൻ will lead to clarity. That clarity will lead to confidence, and you will naturally communicate. And when you communicate, you connect. നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ മറ്റുള്ളവരായിട്ട് എന്ത് ചെയ്യും? നന്നായിട്ട് കണക്ട് ചെയ്യും. അപ്പൊ നന്നായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്താ കൂട്ടുന്നത്? നമ്മൾ when you connect എന്ന് വെച്ചാൽ നമ്മുടെ നെറ്റ്വർക്ക് കൂട്ടാണ് നമ്മൾ അല്ലെ. ഞാനൊരു കാര്യത്തെ കുറിച്ച് നന്നായിട്ട് ചിന്തിച്ചു, അതിനെക്കുറിച്ച് അറിഞ്ഞു, കോൺഫിഡന്റ് ആയി അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോ ഞാൻ അത്രയും ആൾക്കാരായിട്ട് എന്ത് ചെയ്തു? പുതിയതായിട്ട് നമ്മൾ എന്ത് ചെയ്തു? ബന്ധം സ്ഥാപിച്ചു. When you communicate, when you connect, you will naturally become courageous. കാര്യം നമ്മുടെ നെറ്റ്വർക്ക് അത്രയും ശക്തമാണെങ്കിൽ നമ്മുടെ ധൈര്യം എന്ത് ചെയ്യും? ഒരുപാട് കൂടും. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ കൊട്ടേഷൻ ശരിയാവും. Who dares wins. Everything begins with what? Curiosity. Okay. ഒന്നിനോടും ഒരു താല്പര്യവും തോന്നുന്നില്ലെങ്കിൽ ചോദിക്കൂ, എന്താ അങ്ങനെ തോന്നാത്തത്? അറ്റ്ലീസ്റ്റ് ബി ക്യൂരിയസ് അബൌട്ട് വൈ ആർ യു നോട്ട് ക്യൂരിയസ്. ഓക്കെ, സോ ബി ക്യൂരിയസ് അബൌട്ട് വൈ ആർ യു നോട്ട് ക്യൂരിയസ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ മൈൻഡ്ഫുൾനെസിനെ കുറിച്ച് ഒരുപാട് സംസാരിക്കാനുണ്ട്. മെഡിറ്റേഷൻ ടെക്നിക്സ് ഒക്കെയാണ് അതിനകത്ത് നമ്മൾ പ്രധാനമായിട്ട് കൊടുക്കുന്നത്. പക്ഷെ മെഡിറ്റേഷൻ ഒന്നും എല്ലാവരും ചെയ്യില്ല എന്ന് എനിക്ക് 100% അറിയാം എന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, വാട്ട് എവർ ആക്ടിവിറ്റി യു ഡു, യു ബി മൈൻഡ്ഫുൾ. വാട്ട് എവർ ആക്ടിവിറ്റി യു ഡു, യു ബി മൈൻഡ്ഫുൾ. ഒരു സിനിമ കാണുന്നെങ്കിൽ പോലും ശ്രദ്ധിച്ചു കാണും. അപ്പൊ നമ്മൾ മിക്കവാറും പകുതിയാകുമ്പോൾ മതിയാകും. കാര്യം ഇതിന്റെ ആവശ്യമില്ല എന്ന് നമുക്ക് തോന്നുന്നു. ശ്രദ്ധയോടെ ഭക്ഷണം കഴിച്ചാല് നമ്മൾ കഴിക്കുന്നതിന്റെ ഒരു 75% കഴിക്കുമായിരിക്കത്തുള്ളൂ. 25% നമ്മൾ അറിയാതെ തന്നെ പോകുന്നതാണ് അല്ലെ. നമ്മൾ അറിയാതെ തന്നെ എന്ത് ചെയ്യും? നമ്മൾ അകത്താക്കുന്നതാണ്. ഓക്കെ, സോ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുമ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. സ്റ്റോപ്പാണ്. എന്ത് ചെയ്യുമ്പോഴും സ്റ്റോപ്പ്, തിങ്ക്, ഒബ്സർവ്, പ്രൊസീഡ് അല്ലെ. അപ്പൊ നമുക്കറിയാം നമ്മള് ആർ വി ഇൻ ലൈൻ വിത്ത് വാട്ട് വി ആർ സപ്പോസ് ടു ഡു.
ഒരു കാര്യം ചെയ്യുമ്പോൾ ആദ്യം ഒരു ലക്ഷ്യം ഉണ്ടാകണം. അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കൊന്ന് സ്റ്റോപ്പ് ചെയ്യണം. ഞാൻ ചെയ്യുന്നത് ഞാൻ ചെയ്യേണ്ടത് തന്നെയാണോ? ദാറ്റ് ഈസ് മൈൻഡ്ഫുൾനെസ്. ദിസ് ഈസ് എ വെരി ബേസിക് നെറേറ്റീവ് അബൌട്ട് മൈൻഡ്ഫുൾനെസ്. അതൊക്കെ ഒരു ക്ലാസ്സിൽ നമുക്ക് എന്തെങ്കിലും കാണുമ്പോൾ we will do a lot of mindfulness exercise. It's so beautiful. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണത്. മെഡിറ്റേഷൻ ടെക്നിക്സും കുറെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാം. ഇപ്പൊ ഇത്രയും അറിഞ്ഞാൽ മതി, അല്ലെങ്കിൽ ബോറിംഗ് ആണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യമുണ്ട്. ഓക്കെ, വർഷ, most of the time we are our biggest obstacle. Okay, how do we tackle our own insecurities? Okay, നല്ല ചോദ്യമാണ്. ഭഗവത്ഗീതയിലെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുക. നമ്മുടെ ഇൻസെക്യൂരിറ്റീസ് എന്നൊക്കെ പറയുന്ന സാധനം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മള് ഓവർ തിങ്കിങ് ആണ് ഒരാളിന്റെ ഏറ്റവും അനാവശ്യമായിട്ടുള്ള പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ ആവശ്യമില്ലാതെ ഒരു കാര്യം എന്ത് ചെയ്യും? ഓവർ തിങ്ക് ചെയ്യും. ഇപ്പോഴ് see, what is the purpose of education? The purpose of education is nothing but to enhance your perceptions. നമ്മുടെ കാഴ്ചപ്പാടുകളെ ഉയർത്തുക എന്നുള്ളതാണ്. ഇപ്പൊ ഈ കോവിഡ് എന്ന് പറയുന്ന ഈ ഒരു മഹാമാരി സംഭവിക്കുന്നു. എല്ലാ പേരും കോവിഡിനെ സമീപിക്കുന്ന ഒന്നുപോലാണ്. ചില ആൾക്കാർ വളരെയധികം പാനിക്കാണ്. നിങ്ങളുടെ ഡോക്ടേഴ്സ് ആണ്, നിങ്ങൾക്ക് അറിയാം സൈക്കോസോമാറ്റിക് കണ്ടീഷൻസ് അല്ലേ? നമ്മുടെ മനസ്സ് ശരീരത്തെ എന്തുമാത്രം ബാധിക്കും. ഈ ചോദിച്ച ചോദ്യവും പഠിപ്പിക്കണമെങ്കിൽ ഒരുപാട് സമയം വേണം. കാര്യം യു സ്റ്റാർട്ട് ഫ്രം ദ ബേസിക് തിങ്കിങ് പ്രോസസ്. നമ്മൾ എങ്ങനെ ചിന്തിക്കണമെന്നുള്ളതാണ്. ഞാൻ ഇത്രയേ പറയുന്നുള്ളൂ. ഗീതയിലെ ഗാന്ധിജിയെ ഗീതയിലോട്ട് അട്രാക്ട് ചെയ്തൊരു കാര്യം ഞാൻ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് അത് മനസ്സിലാവുമായിരിക്കും. ധ്യായതേ വിഷയാൻ പുംസഃ സംഗസ്തേഷുപജായതേ സംഗാത് സഞ്ജായതേ കാമ കാമാത് ക്രോധോഭിജായതേ ക്രോധോത് ഭവതി സമ്മോഹ സമ്മോഹാത് സതി വിഭ്രമ സ്മൃതിഭ്രംശോ ബുദ്ധിനാശോ ബുദ്ധിനാശാത് പ്രണശ്യതി. ഒരു പണ്ഡിതനാണെന്ന് മനസ്സിലായില്ലേ നിങ്ങൾക്കിപ്പോ? സംസ്കൃതമൊക്കെ പറയുമ്പോഴാണ് നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലാവുന്നത് അല്ലേ? ധ്യായതേ വിഷയാൻ പുംസഃ, വിഷയങ്ങളെ ധ്യാനിക്കുന്ന മനുഷ്യർ എന്ന് വെച്ചാല് എപ്പോഴും എനിക്ക് അത് വേണം ഇത് വേണം, മറ്റുള്ളവർ മറ്റു കമ്പയർ ചെയ്യണം, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന മനുഷ്യർക്ക് സംഘസ്തേഷോപജായതേ, അതിനോടൊരു സംഘം തോന്നും, അതിനോടൊരു അടുപ്പം തോന്നും. എനിക്ക് അത് വേണം. ഇപ്പം BMW ഒരാൾ വാങ്ങിച്ചു, അത് കണ്ടു. ഞാൻ എക്സാമ്പിൾ പറയുന്നതാ, നിങ്ങളുടെ പ്രശ്നമായിട്ട് ചിന്തിച്ചാൽ മതി. കണ്ടു, പിന്നെ അത് വാങ്ങിയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? ആകെ വെപ്രാളമായി. മറ്റവൻ അത് കഴുകി ഇല്ലേ, നല്ല ബ്ലാക്ക് കളർ BMW വേലത്തൊട്ടിരിക്കുന്നു. കാണുമ്പോൾ തന്നെ മനസ്സിന് ഒരു സമാധാനമില്ല, കിടന്നിട്ട് ഉറക്കമില്ല ഇല്ലേ, ഭയങ്കര വിഷമമാണത് ഇല്ലേ. അതിനോട് സംഘം തോന്നി, അതായത് വിഷയങ്ങളോട് സ്നേഹം തോന്നുമ്പോൾ അതിനകത്ത് നമുക്ക് അതിനകത്ത് നമുക്കൊരു സംഘം തോന്നി അല്ലെ. സംഘസ്തേഷു സംഘാത് സഞ്ജായതേ കാമ, ഒരു കാര്യത്തോട് നമുക്ക് വല്ലാത്ത ഇഷ്ടം തോന്നുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? കാമ എന്ന് പറയുന്നത് അതിനോട് വല്ലാത്ത ആഗ്രഹം തോന്നും, ഭയങ്കരമായിട്ടുള്ള ഒരു ആഗ്രഹം തോന്നും അല്ലെ. സംഘാത് സഞ്ജായതേ കാമ കാമാത് ക്രോധോഭിജായതേ, നമുക്കൊരു കാര്യം വല്ലാതെ ആഗ്രഹിച്ചിട്ട് കിട്ടില്ലെങ്കിൽ എന്താവും? പിന്നെ ദേഷ്യമാവും, നമുക്ക് ഒരുതരം വൈരാഗ്യം, പാക, അസൂയ, കുശുമ്പ്, കുന്നായ്മ സർവ്വതും വന്നിട്ട് നമ്മൾ ആകെ പ്രാന്താവും അല്ലെ. കാമാത് ക്രോധോഭിജായതേ ക്രോധാത് ഭവതി സമ്മോഹ, ദേഷ്യം വന്നു കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന്റെ തുടക്കം എവിടെ നിന്നാണ്? അനാവശ്യമായ ആഗ്രഹങ്ങളിൽ നിന്നാണ് തുടങ്ങുന്നതല്ല അല്ലെ. ക്രോധോധോതി സമ്മോഹ സമ്മോഹാസതി വിഭ്രമ, ഈ ഒരു ഇതുണ്ടാകുമ്പോ ഈ ഒരു വല്ലാത്ത വിഭ്രമം ഉണ്ടാകും, മനവിഭ്രമം ഉണ്ടാകും. ആ ദേഷ്യം കൂടുമ്പോ വിഭ്രമം ഉണ്ടാകുമ്പോ സ്മൃതിഭ്രംശാൽ ബുദ്ധിനാശം എന്ന് വെച്ചാല് ദേഷ്യവും വിഭ്രമവും ഒക്കെ വന്നു കഴിഞ്ഞാല് ഓർമ്മ നശിക്കും അല്ലെ. സ്മൃതിഭ്രംശാൽ ബുദ്ധിനാശം ബുദ്ധിനാശാത് പ്രണശ്യതി. ഓർമ്മ നശിച്ചാൽ നമ്മുടെ ബുദ്ധി നശിച്ചു. നമ്മുടെ ഓർമ്മയാണല്ലോ പരീക്ഷയ്ക്ക്, നമ്മുടെ ഓർമ്മയെ നോക്കിയിട്ടാണല്ലോ നമ്മുടെ ബുദ്ധിയോടെ ആണ് നിശ്ചയിക്കുന്നത് അല്ലെ. ഓർമ്മ നശിച്ചാൽ ബുദ്ധി നശിക്കും, ബുദ്ധിനാശാത് പ്രണശ്യതി, ബുദ്ധി നശിച്ചാല് സർവ്വതും നശിക്കും എന്ന് പറയുന്നത് പോലെ നമ്മൾ പലപ്പോഴും നമ്മുടെ ഇൻസെക്യൂരിറ്റീസ് എന്നൊക്കെ പറയുന്നതും ഒക്കെ കമ്പാരിസൺ ആണ് പലപ്പോഴും. പിന്നെ 100% ഞാൻ എഗ്രി ചെയ്യുന്നു ആ ചോദ്യം ചോദിച്ച വർഷയോടും കേൾക്കുന്ന നിങ്ങളോടും.
1-to-1 നമ്മൾ സംസാരിച്ചാല് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന നീറുന്ന ഒരുപാട് വിഷയങ്ങൾ കാണുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതിനുള്ള മറുപടി അല്ല ഞാൻ ഈ പറയുന്നത്. അത്തരം വിഷയങ്ങൾക്ക് ഷോർട്ട് കട്ട്സും ഇല്ല. അത് നമുക്ക് 1-to-1 സംസാരിച്ചാലേ നമുക്കത് ശരിയാക്കാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും ഞാനൊരു കൗൺസിലർ എന്ന് പറയുമ്പോൾ കരിയർ കൗൺസിലറാണ്. പക്ഷെ ഡെഫിനറ്റ്ലി ഐ ക്യാൻ ബിക്കം എ ഗുഡ് ഫ്രണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ അങ്ങനത്തെ പ്രോബ്ലംസ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഈ ചോദിച്ചത് നമ്മുടെ തന്നെ ഇൻസെക്യൂരിറ്റീസ് നമ്മൾ എങ്ങനെ മാറ്റും എന്ന് ചോദിക്കുമ്പോൾ ഒരു ഉപദേശം കൊണ്ട് അത് മാറ്റാൻ പറ്റത്തില്ല. അതാണ് എന്റെ ശരിക്കുള്ള ഉത്തരം. ഞാൻ ഈ ഗീതയുടെ ഈ ഒരു വാക്യം പറയാൻ കാര്യം എന്ന് വെച്ചാല് പലപ്പോഴും നമുക്ക് ഇൻസെക്യൂരിറ്റീസ് ഫീൽ ചെയ്യുന്നത് നമ്മളെ അംഗീകരിക്കാത്തതുകൊണ്ടാണ്. ഇപ്പൊ ഞാനിപ്പോ എന്റെ ഫ്രണ്ട്സ് ഒക്കെ അതിനകത്ത് സെഷൻ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഞങ്ങളൊക്കെ നാട്ടുമ്പുറത്തെ വില്ലേജ് സ്കൂളിൽ പഠിച്ച ആൾക്കാരാണ്. ഇംഗ്ലീഷ് മീഡിയം ഒന്നും പഠിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഭാവിയിൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഒക്കെ പഠിപ്പിക്കേണ്ടെങ്കിൽ വരുമ്പോൾ ഇംഗ്ലീഷൊക്കെ സംസാരിക്കും, കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്നാലും ചിലപ്പോ ഒരു ഓക്സ്ഫോർഡിന്റെ സ്റ്റാൻഡേർഡിൽ ചിലപ്പോൾ സംസാരിക്കാൻ പറ്റില്ലേ എന്നൊരു തോന്നൽ വരും. അപ്പൊ ഞാൻ എന്നെ പറ്റി ചിന്തിക്കും, പ്രവീൺ യു ആർ സോ ഗുഡ്, എവിടെയോ പഠിച്ചു, ആരും അങ്ങനെ വലുതായിട്ടൊന്നും കൺട്രോൾ ചെയ്യാനുണ്ടായിരുന്നില്ല. ബട്ട് യു ആർ ഡൂയിങ് ദിസ് മച്ച് ആൻഡ് ഫീൽ ഗുഡ് അബൌട്ട് ഇറ്റ്. Why you want to compare yourself with somebody and feel bad about you? And why you feel insecure that Shashithar, you are speaking better English than me? What nonsense. Comparison ആണ്. അതാ ഞാൻ പറയുന്നത് ധ്യായതയെ വിഷയാൻ പുംസക പറഞ്ഞ അതുകൊണ്ടാണ്. ഈ കമ്പാരിസൺ കൊണ്ടാണ് ഈ ലോകത്തെ കംപ്ലീറ്റ് ഇൻസെക്യൂരിറ്റീസ് ഉണ്ടാവുന്നത്. കമ്പാരിസൺ വേണ്ട. യു അക്സെപ്റ്റ് യുവർ സെൽഫ്. നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. ഞാൻ എന്റെ നാടും എന്റെ ഗ്രാമവും എന്റെ വീടും എന്റെ അച്ഛന്റെ ജോലിയും, ഹി വാസ് എ മേസൺ. ഞാൻ ആദ്യം ദുബായിൽ ജോലി സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ലേബർ ആയിട്ടാണ്. That was my situation. So I accept everything proudly. All that taught me a lot of things. അതിനുശേഷം I got opportunity to work in Technopark, work in Dubai, interact with so many people. അവിടെ accepted myself. ഞാൻ ചെയ്തത് ഞാൻ എന്നെ അക്സെപ്റ്റ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? മറ്റുള്ളവരോട് ഡീൽ ചെയ്തു. അപ്പൊ അവരും എന്നെ അക്സെപ്റ്റ് ചെയ്തു. യു ഹാവ് ടു അക്സെപ്റ്റ് യുവർ സെൽഫ് ടു ഗെറ്റ് അതേഴ്സ് അക്സെപ്റ്റൻസ്. നമ്മളൊരാളിനെ കാണുമ്പോഴേ അയാൾ വന്നിരുന്നിട്ട് അയ്യോ ഞാൻ പാവമാണ്, എനിക്ക് പേടിയാണ്, ഞാൻ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാല് ഇല്ലേ, മറ്റുള്ളവർ എന്ത് വിചാരിക്കും? ബോറിംഗ്. നോബഡി വാണ്ട് ടു ഹിയർ. നമ്മുടെ പ്രോബ്ലംസ് മറ്റുള്ളവർക്ക് കേൾക്കാൻ താല്പര്യമുണ്ടോ? They will be happy. നമുക്കിപ്പം നമ്മളെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഒരു പക്ഷേ ഹാപ്പി ആയിരിക്കും. യു സി, നമുക്ക് എല്ലാ കാര്യങ്ങളും എല്ലാവരുടെ അടുത്തും ഷെയർ ചെയ്യാൻ പറ്റത്തൊന്നുമില്ല. ടു ഫൈൻഡ് ഔട്ട് ഹൂം വി ക്യാൻ ഷെയർ തിങ്സ് വിത്ത്, അല്ലെ? അപ്പൊ അതുകൊണ്ട് എന്റെ അഭിപ്രായത്തിൽ ഇൻസെക്യൂരിറ്റീസ് മാറാൻ നമ്മുടെ കാഴ്ചപ്പാടുകൾ ഉയർത്തുക, അല്ലെ? ഇപ്പം നമ്മളുമൊക്കെ കണ്ടിട്ടുണ്ട് പൂ വീണ് കിടക്കുന്നത്, അല്ലെ? ആശാനും കണ്ടു. ആശാൻ കണ്ടപ്പോ എന്ത് സംഭവിച്ചു? ഹാ പുഷ്പമേ അധിക തുങ്ക പദത്തിൽ എത്ര ശോഭിച്ചിരുന്ന ഇതൊരു രാജ്ഞി കണക്കയെ നീ, അല്ലെ? ശ്രീഭൂവിൽ അസ്ഥിര അസംശയം എന്നു നിന്റെ ആഭൂതി എങ്ങ് പുനരങ്ങ് കിടക്കി തൂർത്താലെന്ന്, അല്ലെ? വിശ്വദർശന ചക്രവാളത്തിലെ ശുക്രനക്ഷത്രമായി മാറിയ വീണപൂവെന്ന കാവ്യം എഴുതി ആശാൻ ഒരു വീണപൂവിനെ കണ്ടപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ചവറായിട്ട് അടിച്ചു വാരി കത്തിച്ചു. കാഴ്ചപ്പാട്, ജീവിതത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടിന്റെ വ്യത്യാസമാണ്. നമ്മളെങ്ങനെ കണ്ടു? ഈ ചവറെല്ലാം പൂവും കായും എല്ലാം വൈകിട്ട് പോയി എന്ത് ചെയ്തു? കത്തിച്ചിട്ട് പറഞ്ഞു മൂദേവി പോയി, എന്റെ ശ്രീദേവി ഞാൻ മാത്രം ബാക്കിയായി എന്ന് പറഞ്ഞു, അല്ലെ? അല്ലെങ്കിൽ മൂദേവി കത്തിച്ചു, ഇല്ലേ? പക്ഷെ ആശാൻ ആ പൂവിനെ കണ്ടപ്പം ഹാ പുഷ്പമേ എന്ന് പാടി. എന്ന് വെച്ചാല് ഈ പൂ എന്തായിരുന്നു, അല്ലെ? ലാളിച്ചു പെറ്റുലത അമ്പഴു ശൈശവത്തിൽ പാലിച്ചു പല്ലവ പുടങ്ങളിൽ വച്ചു നിന്നെ എന്നൊക്കെ പറയട്ടോ. അതിമനോഹരമായിട്ട്, ഇല്ലേ? ഒരു 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 കുഞ്ഞു പൂവായി വിരിഞ്ഞ്, ഇല്ലേ? വിടർന്ന് പരിലസിച്ച് ബ്രഹ്മരാജന്മാരെ കാത്തിരുന്ന് ഒരുപാട് തേൻ നിറച്ച് സൗരഭ്യം നിറച്ച് നിന്ന പൂവായി വിലസിതയായി നിന്നിട്ട് പിന്നെ അവസാനത്തെ അവസ്ഥ പാടി കൊഴിഞ്ഞു, ഇല്ലേ? കൊഴിഞ്ഞു തറയെ വീണ് കിടക്കുന്ന വീണപ്പൂവിനെ കുറിച്ച്, ജീവിതത്തിന്റെ നിമ്നോന്നതികളെ, ലൈഫിനെ കുറിച്ച് മൊത്തത്തിൽ ആശാൻ എഴുതി ഒരു വീണപ്പൂവിനെ കണ്ടപ്പോൾ നമ്മൾ എന്തെഴുതി? തിങ്ക്, സ്റ്റോപ്പ്, think, observe,
പ്രൊസീഡ്. അല്ലെ, ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഞാൻ ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കുമ്പോൾ ഞാനൊരു ഹാഫ് ദ വേയിൽ അവസാനിപ്പിക്കുന്നു. ഐ ഹോപ്പ് വി വിൽ മീറ്റ്. ഈ വൃത്തികെട്ട കോവിഡ് ഒക്കെ പോവും, നമ്മൾ ക്ലാസ് റൂമിൽ കാണും, പരസ്പരം എല്ലാവരും കാണും, അല്ലെ. അന്ന് കൂടുതൽ വളരെ ഇന്ററാക്റ്റീവ് ആയിട്ട് വളരെ രസകരമായിട്ട് നമുക്ക് ക്ലാസ് എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഇൻസെക്യൂരിറ്റീസ് എന്നൊക്കെ പറയുന്നതൊക്കെ ആദ്യം എനിക്ക് ഇംഗ്ലീഷ് അറിയില്ലേ, അറിയാം, എത്ര അറിയാം, എനിക്ക് ഇത്രയ്ക്ക് സംസാരിക്കാൻ പറ്റും, ഓ വെരി ഗുഡ് എന്ന് ചിന്തിക്കും. എനിക്ക് ഹൗ ഗുഡ് എ ഡെന്റിസ്റ്റ് ആയാം, കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം പണിയൊക്കെ ചെയ്യും, പിന്നെന്താ ബാക്കി പിന്നെ പഠിക്കാമല്ലോ എന്ന് ചിന്തിക്കും. ടീച്ചർ എന്ന് പറയുമ്പോൾ എങ്ങനത്തെ ടീച്ചറാണ്? എന്നെ കുട്ടികളൊക്കെ കളിയാക്കുന്നുണ്ട്, ദാറ്റ്സ് ഓക്കെ. ഏറ്റവും നല്ല ടീച്ചറാണോ ഞാൻ? അല്ല. ഏറ്റവും മോശം ടീച്ചറാണോ? ആണെങ്കിൽ തന്നെ ഇപ്പൊ എന്താ അങ്ങനെ ചോദിക്കും. ഐ ഗോട്ട് ടു ചേഞ്ച്. ഇനി ഞാൻ ഏറ്റവും മോശം ടീച്ചർ അല്ലല്ലോ, അങ്ങനെ മോശവും നല്ലതൊന്നുമില്ല. Is there any competition in this world? No, there is no competition. There is only collaboration. Okay, but there is a competition. Competition അല്ല, നമുക്ക് എപ്പോഴും നമ്മുടെ ഇന്നലകളോട് മാത്രമേ നമുക്ക് കോമ്പറ്റീഷൻ ഉള്ളൂ. ഇന്നലത്തെ പ്രവീണിൽ നിന്നും ഇന്നത്തെ പ്രവീണിലോട്ട് എന്തുമാത്രം മാറ്റം ഉണ്ടായി, അതാണ് കോമ്പറ്റീഷൻ. അല്ലാതെ എനിക്ക് ബിജുവായിട്ട് കോമ്പറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഹീസ് മൈ ഗുഡ് ഫ്രണ്ട്, ഇല്ല, എനിക്ക് ബിജുവായിട്ട് ഒരിക്കലും കോമ്പറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഇല്ലേ. കാര്യം ബിജു ചെയ്യുന്ന ജോലിയല്ല ഞാൻ ചെയ്യുന്ന ജോലി, അല്ലേ. ബിജു കുറച്ചുകൂടി അടുക്കും ചിട്ടയും ഉത്തരവാദിത്തമുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കുമെങ്കിൽ ഞാൻ ഒരിക്കലും അതല്ല. ദാറ്റ്സ് മൈ, അതെന്റെ സോട്ട് അനാലിസിസ് ആണ്, എന്റെ വീക്ക്നെസ് ആണ്. മൈ സ്ട്രെങ്ത് ഈസ് മേ ബി ഐ കൻ ടീച്ച്. So I am concentrating in my strength, he is concentrating in your strength, you are concentrating in your strength, everybody have to concentrate in your strength. അതിനകത്ത് നമ്മുടെ ലോകത്തിലെ ഏറ്റവും നല്ല മോട്ടിവേഷണൽ സ്പീക്കർ ഞാനല്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് ചെയ്യുന്നത്. കാര്യം എനിക്കറിയാം, എനിക്ക് ഒന്നും അറിയില്ല എന്നറിയാം, എനിക്ക് അറിയാവുന്നത് പോലും ശരിയാണോ എന്നും അറിയില്ല. പിന്നെ നിങ്ങളോടൊക്കെ ഇങ്ങനെ പറഞ്ഞു നോക്കുമ്പോ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായാലും ഞാൻ രക്ഷപ്പെട്ടു. ഇത്രയേ ഉള്ളൂ അതിനകത്ത്. സോ ലെറ്റ് മീ സ്റ്റോപ്പ് ദിസ്. കുറച്ചൊക്കെ സമയം ഇൻട്രോസ്പെക്ട് ചെയ്യണം. പ്ലീസ് അക്സെപ്റ്റ് യുവർ സെൽഫ് ഫോർ ഗോഡ്സ് സേക്ക്. നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങളുടെ രൂപത്തെ അക്സെപ്റ്റ് ചെയ്യൂ, നിങ്ങളുടെ ചിന്തകളെ അക്സെപ്റ്റ് ചെയ്യൂ. ഞാൻ ഏറ്റവും അധികം ബഹുമാനിക്കുന്ന എന്റെ ഭയങ്ങളെയാണ്. എനിക്ക് ഒരുപാട് പേടികളുണ്ട്. പാമ്പിനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് ഓടിയതിനു ശേഷം മാത്രമേ നിൽക്കത്തുള്ളൂ. അത്രയ്ക്ക് പേടിയുണ്ട്. പട്ടിയെ ഭയങ്കര പേടിയാണ് എനിക്ക്. ഏതെങ്കിലുമൊക്കെ ഒരു വലിയ ഒരു ഈ ഒട്ടും അഡ്വഞ്ചറസ് അല്ല ഞാൻ. കടലിൽ ഇറങ്ങാൻ പറഞ്ഞാൽ പേടിയാണ്. ഇപ്പോ ഉയിര് പേടിയുണ്ട്, നല്ല പേടിയുണ്ട്. ഐ സെലിബ്രേറ്റ് മൈ ഫിയർ. എനിക്ക് മാത്രം ഞാൻ കടലിലല്ലോ ജീവിക്കാൻ പോകുന്നത്, ഈ കരയിൽ ജീവിക്കാമല്ലോ. ഐ യു ഗെറ്റിംഗ് മൈ പോയിന്റ്? Please accept your failures, respect them, and celebrate your failures. You celebrate your failures, celebrate your backcomings. Are you getting my point? Okay. Thank you so much, Vivek sir. നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. I am very happy for that. And accept yourself. Stop. Think. Observe, proceed. Thank you so much for listening, and I am happy to spend more time. But in due course, if you okay, yeah. If you have questions, അല്ലാതെ ഇപ്പൊ നിങ്ങളെ കൂടുതൽ സമയം എടുക്കണമെന്നല്ല. ഇപ്പൊ നമുക്ക് ഓൺലൈൻ സെക്ഷൻ ആയിട്ട് തന്നെ അത്യാവശ്യം എഫക്റ്റീവായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റി പ്രവീൺ. തന്നെയല്ല, നമുക്ക് ഇനിയിപ്പം പ്രവീൺ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു പാൻഡമിക്കിന് ശേഷം നമുക്ക് ഫിസിക്കലായിട്ടുള്ള ക്ലാസ് ഇദ്ദേഹത്തിന്റെ വേണ്ടി വരും. തീർച്ചയായിട്ടും വേറെ വിഷയങ്ങളിൽ നമുക്ക് കൂടുതൽ ഇക്കാര്യത്തിൽ സംസാരിക്കാനുള്ള ഒരു അവസരവും പ്രവീണിന് തരുന്നതായിരിക്കും. പ്രവീണ് തീർച്ചയായിട്ടും കോളേജിൽ വന്ന് നമുക്ക് വേണ്ടിയിട്ടുള്ള ഇതുപോലെയുള്ള സെഷൻസ് എടുത്തു തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. വളരെ സന്തോഷം, എന്റെ ജോലിയാണത്. Okay, I can leave my number here if anybody want to interact with me. You can 9567281101. Okay, പ്രവീൺ SK. ഞാൻ ട്രിവാൻഡ്രത്താണ് താമസിക്കുന്ന, കുമാരപുരത്ത്. പ്രവീൺ SK എന്ന് ഗൂഗിളിൽ നോക്കിയാലും എന്നെ ഗൂഗിൾ ആദ്യം കാണിക്കും.
കരിയർ ഗൈഡൻസ് ഒന്ന് നോക്കിയാലും കാണാൻ പറ്റും. Okay, sir. Anyway, thank you so much, sir. With due respect to our chairman, Dr. P.S. Taha, who allowed us to hear your valuable talk. The PG director, Dr. Rajesh Pillai, and our administrator, Dr. Biju, and the most respected Mr. Praveen, and the motivational speaker and the career mentor, as my dear colleagues. I'm really happy to know that you Mr. Praveen had given us a very good thought about the mindfulness and about don't compare with ourselves with any other. You do your job, and you how to plan because you have to plan how to plan your job day by day, and every day how to plan it. It is really wonderful, and thank you, sir, for your very inspiring talk on such a topic. Usually this online classes usually gets too much bored, but today I think you made the day by making all of us sit with you and with all their thoughts and doubts, everything. So, sir, thank you so much for your whatever guidance you have given us. We are all lot of congratulations are coming that they got, or everyone got very much inspired about your talk. And thank you, sir. Thank you so much for your, and hope we will meet personally, and more interactions will be there with you. That I guarantee, as Dr. Biju told. Okay, sir. Thank you so much from all of us. Thank you. Thank you so much for the kind words, and I really enjoy talking to you. Hope to meet you in person once. Okay. Thank you so much. Thank you, Biju. Thank you so much. Thank you very much. Thank you very much. Thank you. Thank you.